الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد وبارك وسلم عليه اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا يحسبن الذين يبخلون بما آتاهم الله من فضله هو خيرا لهم بل هو شر لهم سيطوقون ما بخلوا به يوم القيامة ولله ميراث السماوات والأرض والله بما تعملون خبير. عن عائشة رضي الله عنها قالت سمعت رسول الله صلى الله عليه وسلم يقول ما خالطت الصدقة مالا قط إلا أهلكته أو كما قال عليه الصلاة والسلام. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ തിന്മകളെയും നന്മകളാക്കാൻ പടച്ചവൻ ഇരുത്തത്തെ കാരണമാക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രണ്ട് ലോകത്തെയും വിജയത്തിന് വേണ്ടി തന്നതാണ് ഇസ്ലാമിനെ. അള്ളാഹ് തൃപ്തിപ്പെട്ട് തന്നതാണ്. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ദീനിനെ ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായി ഞാൻ തൃപ്തിപ്പെട്ട് തന്നതാണ്. സൃഷ്ടാവായ ഖാലിഖായ അള്ളാഹു അവന്റെ അടിമകൾക്ക് ഒരു കാര്യം തൃപ്തിപ്പെട്ട് തരാന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലുതായിട്ട് വേറെ എന്താ ഉണ്ടാവുക? അതുകൊണ്ട് ഇസ്ലാം സാർമാരെ നമ്മുടെ വിജയത്തിനുള്ളതാണ്. അത് നമ്മളെ വിജയത്തിനുള്ളതാണ്. ദുനിയാവിന്റെ വിജയം അള്ളാഹു അതിലാണ് വെച്ചത്, ആഖിറത്തിന്റെ വിജയം അതാണ് വെച്ചത്. ആരെല്ലാം കെലിമ പറയുണ്ടോ അവരുടെ വിജയത്തിനുള്ളതാണ് ദീൻ. കാരണം അള്ളാഹ് തൃപ്തിപ്പെട്ട് തന്നതാണ്. അള്ളാഹു ഒരു കാര്യം തൃപ്തിപ്പെട്ട് തന്നിട്ട് അതിനെ കൈയൊഴിയുക, അല്ലെങ്കിൽ അതിനെ അവഗണിക്കുക, അല്ലെങ്കിൽ അതിനെ പരിഗണിക്കാതിരിക്കുക, അത് എത്ര വലിയ നന്ദികേടാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ ഇഷ്ടത്തോടു കൂടി ജീവിതത്തിലേക്ക് കൊണ്ടുവരണം, താല്പര്യത്തോടു കൂടി അതിലേക്ക് അടുക്കണം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിന്റെ ഒരു ചിത്രം വരച്ചു. എന്ന് വെച്ചാൽ നമുക്കത് പറഞ്ഞു തന്നു. ബുനിയൽ ഇസ്ലാം അല ഹംസിൻ, ഇസ്ലാമിനെ നിർമ്മിക്കപ്പെട്ടത്, ബിനാ നിർമ്മാണം, ഇസ്ലാമിനെ പടുത്തുയർത്തപ്പെട്ടത് അല ഹംസിൻ 5 കാര്യങ്ങളുടെ മേലാണ്. എന്ന് വെച്ചാൽ 5 തൂണുകളുള്ള, സുത്തൂനുകളുള്ള ഒരു കൂടാരത്തോടാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിനെ ഉപമിച്ചത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു തൂണ് നഷ്ടപ്പെട്ടു പോയാൽ അതിന്റെ ബലക്ഷയത, അല്ലെങ്കിൽ അതിന്റെ ബലഹീനത, ബലക്ഷയം ആ ഭാഗത്തുണ്ടാവും. ആ കൂടാരം പൂർത്തിയാവില്ല. എന്ന് വെച്ചാൽ 5 പില്ലർ നിൽക്കേണ്ടത് ഒരു പില്ലറില്ലെങ്കിൽ ആ ഭാഗത്ത് ഇങ്ങനെ ചെരിഞ്ഞുകൊണ്ടുണ്ടാവും. ഇതാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഏതെങ്കിലും ഒഴിവാക്കിയാൽ അയാളുടെ ഇസ്ലാം ആ ഭാഗത്ത് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇസ്ലാമിന് 5 കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയണം. നമ്മളെ ഇസ്ലാം കാര്യം 5 എന്ന് പറഞ്ഞ ആ കാര്യങ്ങളാണ്. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ആ കലിമയിൽ സാക്ഷ്യം വഹിക്കൽ, പിന്നെ നമസ്കാരം കൃത്യമായി നിർവഹിക്കൽ, 5 വക്ത നമസ്കാരം, പിന്നെ സക്കാത്ത്, റമദാനിലെ നോമ്പ്, ഹജ്ജ്. ഈ 5 കാര്യങ്ങളാണ്. കെലിമത്തു ഷഹാദ അതിന്റെ നെടും തൂണും, ബാക്കിയുള്ളതെല്ലാം അതിന്റെ ചുറ്റുമുള്ള 4 തൂണുകളുമാണ്. അതിലെന്തെങ്കിലും ബലഹീനത വന്നാൽ ആ ഭാഗത്ത് ബലഹീനത ഉണ്ടാവും. മാത്രവുമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ശരീരം കൊണ്ട് ചെയ്യപ്പെടുന്ന അമലുകളിൽ വലിയൊരു അമലാണ് നിസ്കാരം.
അതേപോലെ മനുഷ്യന്റെ സമ്പത്ത് കൊണ്ട് ചെയ്യുന്ന വലിയൊരു അമലാണ് സക്കാത്ത്. അല്ലാഹു തആല ഖുർആൻ ഷരീഫിൽ പല സ്ഥലത്തും ബി അംവാലിക്കും വ അൻഫുസിക്കും വ അംവാലിഹിം വ ബി അംവാലിഹിം വ അൻഫുസിഹിം എന്നിങ്ങനെ പറയുന്നുണ്ട്. നിങ്ങൾ ഖുർആൻ ഓതുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം, എല്ലാ സ്ഥലത്തും ഇതിങ്ങനെ പറയുന്നുണ്ടാവും. നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ശരീരവും, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ശരീരവും. അല്ലാഹു തആല ശരീരത്തിനേക്കാളും മുഖദ്ദം ചെയ്തത് എന്നുവെച്ചാൽ മുന്നേ പറഞ്ഞത് ബി അംവാലിഹിം എന്നാണ്. സത്യത്തിൽ സമ്പത്തിനേക്കാളും വലുതാണ് എന്ത് ശരീരം. കാരണം നമ്മൾ ശരീരത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഏത് സമ്പത്തും ചെലവാക്കും. പക്ഷെ അള്ളാഹ് ഉപയോഗിക്കുന്നത് എപ്പോഴും ബി അംവാലിഹിം വ അൻഫുസിഹിം എന്നാണ്. ബി അംവാലിക്കും വ അൻഫുസിക്കും, നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ ശരീരം എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ സത്യത്തിൽ ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ളത് എന്താണ്? സമ്പത്താണ്. ഏറ്റവും ഇഷ്ടമുള്ളത് സമ്പത്താണ്. അതുകൊണ്ട് സമ്പത്തിന്റെ ദീൻ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് സമ്പത്ത്, അവൻ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പത്ത് കൊടുക്കാൻ പറയാണ് ആര്? അള്ളാഹു. അത് ഇവൻ അള്ളാഹുവിനെ അംഗീകരിക്കുമോ എന്നുള്ള നോക്കണതിന്റെ പരീക്ഷണമാണ്. സമ്പത്തിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, എവിടെയാണോ സമ്പത്ത് ചെലവഴിക്കപ്പെടുന്നത് അവിടെ ഹൃദയം ഉണ്ടാവും. നമ്മളെ കുറെ പൈസ ഇപ്പൊ ഒരു സ്ഥലം, റോഡിന്റെ സൈഡിൽ ഒരു സ്ഥലം വാങ്ങിയിട്ടുണ്ട്. അതവിടെ ഇങ്ങനെ വേറെ എന്തെങ്കിലും പെർമിഷന്റെ പേരിൽ അവിടെ ബ്ലോക്ക് ആയി കിടക്കുകയാണെങ്കിൽ നമ്മൾ പോകുമ്പോഴൊക്കെ ഒന്നിങ്ങനെ നോക്കുക. അല്ല എല്ലാ പറമ്പും നമ്മൾ നോക്കൂല. കാരണം നമ്മളെ സമ്പത്ത് അവിടെ കുടുങ്ങി കിടക്കുകയാണ്. സമ്പത്ത് എവിടെയാണോ കുടുങ്ങുന്നത് അവിടെ ആളുണ്ടാവും. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ആഖിറത്തിന്റെ ഓർമ്മ ചിന്ത കുറവാണെന്ന്. നമ്മൾ സഹാബാക്കളെ മനസ്സിലാക്കണം. സത്യത്തിൽ ഓരോർക്ക് വേണ്ടിയൊന്നും ചോദിച്ചായിരിക്കൂല, പിന്നെ ആർക്ക് വേണ്ടി ചോദിച്ചതായിരിക്കും? നമ്മക്ക് പിന്നെ അങ്ങനത്തെ ഒരു ചോദ്യം തന്നെ ഇല്ലല്ലോ. കാരണം ആഖിറത്തിന്റെ ചിന്ത കുറവാണെന്നൊന്നും നമുക്കൊരു ബോധമില്ല. നമ്മളോട് ആരെങ്കിലും ആഖിറം പറഞ്ഞാൽ നമുക്ക് അവനോട് ചൂടാകാനേ നേരമുള്ളൂ. അതുകൊണ്ട് നബിതങ്ങൾ സാഹസങ്ങൾ തങ്ങളോട് പറഞ്ഞു, എനിക്ക് ആഖിറത്തിന്റെ ചിന്ത കുറവാണ് എന്ന് പറഞ്ഞപ്പോൾ നബിതങ്ങൾ സാഹസങ്ങൾ അയാളോട് പറഞ്ഞത് എന്തെന്നാൽ, ഈ എന്റെ അതിലുള്ള സമ്പത്ത് അത് അള്ളാഹുവിന്റെ വഴി ചെലവാക്കിക്കളാണ്. എന്നിട്ട് നബിതങ്ങൾ സാഹസങ്ങൾ പറഞ്ഞു, സമ്പത്ത് എവിടുക്കാണോ പോണത് അവിടേക്ക് എന്തും പോവും, ഹൃദയവും പോവും. ഹൃദയം അവിടെ ഉണ്ടാവും. സമ്പത്ത് ചെലവഴിക്കുന്നിടത്ത് ഹൃദയം ഉണ്ടാവും. അത് വ്യക്തമായി തെളിവായ നമുക്കൊക്കെ. ആൾക്കാരുണ്ടാവും ചില്ലറ പൈസ എന്തെങ്കിലുമൊക്കെ, 50,000 രൂപ 1,00,000 രൂപ ഒക്കെ ഉണ്ടാവും. ബാങ്കിൽ ചുറ്റുണ്ടാവും. ബാങ്കിൽ അക്കൗണ്ടൊക്കെ തുറക്കുമ്പോൾ ഇപ്പോൾ ഒരു ATM കാർഡൊക്കെ തരും ആ ബാങ്കിന്റെ. അയാളെ കാർഡൊക്കെ ഭയങ്കര റാത്തിട്ട് നെഞ്ഞിനോട് ചേർത്ത് ഹൃദയത്തിൽ വെച്ച് ഇങ്ങനെ കൊണ്ടെടുക്കും. എന്നിട്ട് അയാൾ യാത്ര ചെയ്യാനിങ്ങനെ ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോവാണ്. ട്രെയിനിലൊക്കെ ഇരിക്കുമ്പോൾ ചില ടൗണൊക്കെ വരും. ആ ടൗണിൽ അയാൾ വെറുതെ ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ടാവും ആ ATM-ന്റെ ഒരു കൗണ്ടർ, ഒരു കുറ്റി. അത് കാണുമ്പോൾ അയാൾക്ക് റാത്താണ്. അയാൾ പോവുകയാണ്, അയാളവിടെ ഇറങ്ങില്ല, ATM കുറ്റിയുമ്പോൾ തൊടില്ല, ഒന്നുമില്ല. 4 അയാൾക്ക് റാത്ത. കാരണം എന്താ പറഞ്ഞാൽ അയാൾ 1,00,000 രൂപ അതിലുണ്ട്. അതുകൊണ്ട് അയാൾക്ക് ആവശ്യത്തിന് ബന്ധമുണ്ട്. വേറെ ഏത് കുറ്റി ഉണ്ടായാലും അയാൾക്ക് പ്രശ്നമില്ല. ഈ കുറ്റിയാണ് അയാൾക്ക് റാത്താണ്. ഞാൻ അയാൾ ഡൽഹിക്ക് പോവാണ്. അപ്പോഴും അവർ ബോംബെയിലെവിടെ കണ്ടാലും മതി, എവിടെ ഇങ്ങനെ ഇനി റൂം എടുത്തൊരു സ്ഥലത്ത് രാത്രി വെറുതെ ജനലിലൂടെ കൂടെ നോക്കുമ്പോൾ നമ്മൾ ആ കുറ്റി കാണുന്നുണ്ടെങ്കിൽ അതൊരു റാത്താണ്. പെണ്ണുങ്ങളെ കാണാൻ വയ്യ എന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മളെ സമ്പത്ത് അതിലാണുള്ളത്. അതുകൊണ്ട് അതിനോടൊരു മഹബത്ത് നമുക്കുണ്ട്. നിബിധന ശാസനങ്ങളും ഇത് തന്നെ പറഞ്ഞത്, ആഖിറത്തേക്ക് ചെലവാക്കിക്കോ, എന്നാൽ എവിടെയാണോ സമ്പത്തുള്ളത് അവർക്ക് ഹൃദയം. അതുകൊണ്ട് നിങ്ങൾ സഹാബാക്കളുടെ താരീഖ് വായിച്ചാൽ മനസ്സിലാവും, അവർ സമ്പത്ത് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർക്ക് ഭയങ്കര ഹരയുന്നു. കാരണം അവർ പോകാനുള്ള സ്ഥലത്താണ്. അവർ പോകാനുള്ള സ്ഥലത്തേക്കാണ് എന്ത് ചെയ്തത്, ഇതാക്കിയത്. ഏതൊരു സഹാബി, ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു തോന്നുന്നു, എനിക്ക് ഓർമ്മ പേര് മറന്നുപോയി. ഒരു സഹാബിന്റെ അടുക്കൽ ഒരാൾ വന്നു, എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. ഒരാൾ എന്തെങ്കിലും തരണം എന്ന് ചോദിച്ചു വന്നപ്പോ അദ്ദേഹം അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിന്റെ കൂട്ടുകാരോട് പറഞ്ഞു, എന്റെ വീട്ടിലേക്ക് എന്റെ സാധനം കൊണ്ടാവാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിരിക്കുകയാണ്. അപ്പൊ അവർക്കൊന്നും മനസ്സിലായില്ല. എന്റെ വീട്ടിലേക്ക് എന്റെ സാധനം കൊണ്ട് എന്നെ സഹായിക്കാൻ വേണ്ടി ഒരാൾ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. അവർക്കൊന്നും മനസ്സിലായില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ വീട് എന്ന് പറഞ്ഞത് സ്വർഗാണ്, ആഖിറാണ്. അവിടത്തേക്ക് വേണ്ടി എന്റെ സാധനങ്ങളൊക്കെ പതുക്കെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നതെന്ന് പറഞ്ഞാൽ ഇയാൾ എന്ത് ചോദിക്കാൻ വന്നാണ്, ഞാൻ ഇയാൾക്ക് കൊടുക്കും, അതൊക്കെ എനിക്ക് എവിടെ എത്തും വൈ. ഗൾഫുള്ള ആളുകൾക്കറിയല്ലോ, ഒരു നിഡോന്റെ ഒരു ബോട്ടലടാ ഒന്ന് ഇയാളെ കൊടുക്കുമെന്നൊക്കെ ചോദിക്കും.
മനസ്സിലായില്ലേ? പഴയ കാലത്തൊക്കെ പണി തന്നെ അതായിരുന്നു ആൾക്കാർക്ക്. ഇവിടെ നാട്ടു പോകുമ്പോൾ കൊണ്ടുപോകുക, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. കാരണം എന്റെ വീട്ടിലെത്തിച്ചിട്ടല്ലേ. ഇതേപോലെയാണ് ഒരാൾ എന്തെങ്കിലും ആവശ്യം ചോദിച്ചു വരുന്നത്, അതിനു വേണ്ടി വരികയാണ്. നമ്മളെ സമ്പത്ത് നമ്മളെ യഥാർത്ഥ സ്ഥലത്തേക്ക് എത്തിക്കുകയാണ്. ഖുർആനിൽ ഇങ്ങനത്തെ ഒക്കെ ആയത്തുകളുണ്ട്, പക്ഷെ നമുക്ക് പൊതുവെ അറിയില്ല. നമുക്ക് തർക്ക വിതർക്കങ്ങളുടെ ആയത്ത് മാത്രമേ അറിയുള്ളൂ. കാരണം നമ്മൾ കേൾക്കലും അത് തന്നെയാണ്. ഓൻ അങ്ങോട്ടാക്കാം ഇങ്ങോട്ടാക്ക, അത് കേൾക്കല് ആരുള്ള എത്രയോ ആൾക്കാരുണ്ടാവും ഇതിന്. വെറുതെ കൊല്ലങ്ങളായി കേൾക്കൽ തുടങ്ങിയിട്ട് എല്ലാ കൊല്ലം വരും. തറാവി എത്ര റക്കാറ്റാണ് എല്ലാ കൊല്ലം. ഇത് തീരല്ലേ കൈമാരെ? അങ്ങനെ ഒരാൾ ടോപ്പിക് തന്നെ അതാണ്. മറ്റേത് അവിടെ ഇതാണ് ഇതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ബാക്കിൽ എന്നിട്ട് ആ ആട്ട് ഇറക്കിക്ക. ബന എന്നും അതിൽ തന്നെ ഉണ്ടാകുക, ഒരു അരഞ്ച് മാറൂല. എന്നാലും അങ്ങനെ കേക്കല് രസമാണ്. മറ്റേ ചവിട്ടുക, ബന കുത്തുക, അതിൽ ഭയങ്കര രസം കൊള്ളുക. അല്ലാതെ ഇങ്ങനത്തെ ആയത്തുകളൊന്നും നോക്കാനും പറയാനൊന്നും ആർക്കും നേരമില്ല. ഖുർആനിലുള്ളൊരു ആയത്താണിത്. മാ ഇൻദകും യൻഫദ് വമാ ഇൻദല്ലാഹി ബാഖ്. നിങ്ങളെ കയ്യിലുള്ളതൊക്കെ നശിക്കുന്നു. ആരാ പറയണേ? അല്ലാഹ് പറയണേ. വമാ ഇൻദല്ലാഹി ബാഖ്, അള്ളാഹുവിന്റെ അടുക്കലുള്ളത് ബാക്കിയാവും. അതുകൊണ്ട് ഇത് പറഞ്ഞാൽ മതി. ബുദ്ധിയുള്ളവനോട് കിട്ടുന്ന കായൊക്കെ വേഗം നശിക്കാത്ത ബാങ്കിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്തോളി. അതുകൊണ്ട് ഇസ്ലാം എന്ത് ചെയ്തു പറഞ്ഞാൽ, ഇസ്ലാം മാഷാ അല്ലാഹ് ഇത് അള്ളാഹ് തൃപ്തിപ്പെട്ട് തന്നതാണ്. ഇതിലൊരു കുറവുണ്ടാവില്ല. നിസ്കാരം ഒരു 100 ആളുണ്ടെങ്കിൽ ഏകദേശം ഒരു 80 ആൾക്കാരെങ്കിലും എന്ത് ചെയ്യുന്നുണ്ടാവും? നിസ്കരിക്കുന്നുണ്ടാവും എങ്ങനെങ്കിലുമൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ അങ്ങനെ വിചാരിക്കലാണല്ലോ റാഹത്തില്ലേ. പക്ഷേ 100 ആളുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ അതിന്റെ കണക്ക് നോക്കി സക്കാത്ത് കൊടുക്കുന്ന ആള് ഒരാളും കൂടി ഉണ്ടാവില്ല. 10,000-ൽ ഒരു 10 ആളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവും. 1000-ൽ ശരിയായി കണക്ക് നോക്കി കൊടുക്കുന്ന ആൾ. എന്തൊക്കെ ചില്ലറ കൊടുക്കുന്ന ആൾക്കാരെ കുറച്ചുണ്ടാവും. സക്കാത്ത് അത് അള്ളാഹു നിയമമാക്കിയതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹു നിസ്കാരവും സക്കാത്തും ചേർത്താണ് ഖുർആൻ പറയുന്നത്. യുഖീമൂന സ്വലാത്ത വയുതൂന സക്കാ. എല്ലാ സ്ഥലത്തും ഇങ്ങനെ പറയുണ്ടാവും. നിസ്കാരം പറയും, അത് കഴിഞ്ഞാൽ സക്കാത്ത് പറയും, ചേർത്ത് പറയുണ്ടാവും. 70-ൽ കൂടുതൽ സ്ഥലത്ത് ഇതേപോലെ പറയുന്നുണ്ട് ഖുർആനിൽ. 70-ൽ കൂടുതൽ സ്ഥലത്ത് എന്നുവെച്ചാൽ വേർപിരിക്കാതെ പറയാണ്. എന്നുവെച്ചാൽ നിസ്കാരവും സക്കാത്തും ചേർത്ത് പറയാനുള്ളതാണ്. സക്കാത്തിൽ കുറവ് കാണിച്ചാൽ നമ്മൾ വിചാരിക്കും നിസ്കാരം കൃത്യമായി മതി, സക്കാത്തിന് കുറച്ച് അങ്ങോട്ട് വേണം, കുഴപ്പമില്ല. ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി തന്നെ സാഹസങ്ങൾ വഫാത്തായപ്പോൾ ആൾക്കാർ വിചാരിച്ച് ഇസ്ലാമിന്റെ അവസ്ഥയൊക്കെ മാറി. ഇങ്ങനെ അവരവരുടെ ഇഷ്ടത്തിനൊക്കെ എല്ലാവർക്കും എപ്പോഴും അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കാനാണ് എന്നും താല്പര്യം ഉണ്ടാകുക. അവിടെ കുറെ ആൾക്കാർ പറഞ്ഞു നമ്മൾ സക്കാത്ത് തരില്ല, നിസ്കാരമൊക്കെ നമ്മൾ നോക്കിയോളാം, സക്കാത്ത് തരൂല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സക്കാത്ത് നിഷേധികൾ വന്നു. അങ്ങനെ കുറെ ആൾക്കാർ വന്നു. ഒക്കെ അബൂബക്കർ തന്നെ പോകും. മുസൈലിമത്തുൽ കസ്സാബ് യമാമന്റെ ഭാഗത്ത്, ഇവിടെ വേറെ ആൾക്കാർ, അങ്ങനെ ആകെ പ്രശ്നത്തിലുള്ളത്. കുറെ ആൾക്കാർ മുർത്തദ്ദാവല്. അപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വല്ലാഹി ലഉഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സക്കാ. അല്ലാഹു ആണ് സത്യം, നിസ്കാരത്തിന്റെയും സക്കാത്തിന്റെ ഇടയിൽ വേർതിരിവ് കാണിക്കുന്നവനോട് ഞാൻ യുദ്ധം ചെയ്യും. ലൗ മനഊനി ഉഖാലൻ കാനൂ യുഅദ്ദൂനഹു ഫീ സമനി റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അവർ സക്കാത്ത് കൊടുക്കുമ്പോൾ ഒട്ടകത്തിന്റെ കൂടെ ഒരു കയറും കൂടി കൊടുത്തിരുന്നെങ്കിൽ അവർ അതെനിക്ക് തരാതിരുന്നാൽ ആ കയറിന് വേണ്ടിയിട്ട് അബൂബക്കർ യുദ്ധം ചെയ്യുന്നു. എന്നുവെച്ചാൽ ഈ ഉമ്മത്തിന് സക്കാത്ത് എന്താന്ന് പഠിപ്പിച്ചെന്നതാണ്. നിസ്കാരത്തിന്റെ കാര്യത്തിൽ എല്ലാവരും വിജിലന്റ് ആണ്. എല്ലാ വാപ്പാരും ഭയങ്കര മക്കളോടൊക്കെ എന്താണ് നിസ്കരിക്കാത്തത്. ശരിക്കും മക്കൾ ചോദിക്കണം, എന്താ കാക്കാങ്ങൾ സക്കാത്ത് കൊടുക്കാത്തതെന്ന്. സക്കാത്ത് കൊടുക്കില്ല. നിസ്കാരത്തിനെ പോലെ നിർബന്ധമായ ഒരു അമലാണ് സക്കാത്ത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, 100 ആളുണ്ടായാൽ ഒരാൾ പോലും പൂർണ്ണമായി കണക്ക് നോക്കി സക്കാത്ത് കൊടുക്കുന്ന ആളുകൾ ഇന്നില്ല. അഥവാ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ എന്താ ഇല്ല എന്ന് പറയാൻ കാരണം എന്താ പറഞ്ഞാൽ, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ദരിദ്രരും മിസ്കീന്മാരും യതീമുകളും വിധവകളും പുതുമുസ്ലിമീങ്ങളും ബാക്കിയുള്ളവരൊന്നും ഒരു നിലയിലും ഇങ്ങനെ കഷ്ടപ്പെടേണ്ട അവസ്ഥ ഉണ്ടാവൂല.
സക്കാത്തിന്റെ തർത്തീബൻ അങ്ങനെയാണ് അള്ളാഹു വെച്ചത്. ഫുൾ സോഴ്സ്, അതിന്റെ ഖജനാവ്, അതിന്റെ സ്റ്റോക്കിസ്റ്റ്, അതിന്റെ എല്ലാം ആരാണ്? അള്ളാഹു ആണ്. നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും, അവരുടെ ഉപജീവനത്തെ നാമാണ് വീതം വെക്കുന്ന ആള്. ഒരു നാട്ടിലൊരു സമ്പന്നൻ ഉണ്ടാകുക പറഞ്ഞാൽ അയാൾ വിചാരിക്കും അയാളെ സാമർത്ഥ്യം കൊണ്ടായാലും സമ്പന്നനാണ്. അല്ല, അള്ളാഹു താല ഇപ്പൊ ഒരാള് ഈ പള്ളിയിലേക്ക് വരികയാണ്, പള്ളിയിൽ ഇങ്ങനെ വന്നപ്പോ കസാറിന്റെ മുകളിൽ ഇരിക്കുന്ന ആൾ ഇപ്പോൾ ഒരാൾ ഞാനാണ്, ഇങ്ങനെ അങ്ങോട്ട് നിങ്ങൾ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. അയാൾ അതിലൂടെ വന്നിട്ട് എനിക്കൊരു 500 ലഡു ഒന്നും ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞു അടച്ചൊള്ളിയായിരുന്നു. പോകാൻ നേരത്ത് പയനെ കഴിഞ്ഞിട്ട് ഞാൻ പോകുമ്പോൾ അവന്റെ വണ്ടിക്ക് വെച്ചാലായിരുന്നു ഞാൻ പോയാൽ എങ്ങനെ ഉണ്ടാവും? സത്യത്തിൽ അയാൾ 500 ലഡു ഉണ്ടോന്ന് എന്റെ പേരേക്ക് എന്റെ കുട്ടിയൊക്കെയല്ല 500 ലഡു എന്നാലൊന്നും ആളവിടെ ഇല്ല. അയാൾ തന്നത്, അയാൾ ഈ പള്ളിയിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഒരു 500 ലഡു കൊടുക്കാൻ അയാൾ തീരുമാനിച്ചിട്ടുണ്ടാവും, ഇല്ലേ? ഒരു 500 പാക്ക് ഈത്തപ്പഴം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. അയാളെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളാണല്ലോ ഈ നിൽക്കുന്ന ആൾ എന്നുള്ള അർത്ഥത്തിൽ ഇന്നെ ഏൽപ്പിച്ചതാണ്. ഞാൻ എന്താ കാരണം എന്നാ എടുത്തോ വേഗം വണ്ടിക്ക് വെച്ചോ വേഗം പോവാറിന. എന്തൊക്കെ എന്റെ അവസ്ഥ? വളരെ എനിക്ക് ബന്ധമുള്ള ഒരു 5-6 ആള് പൊതിയും കൊടുത്ത് പോണേക്ക് തടഞ്ഞിക്കണോ 2 പൊതിയും കൊടുത്തിട്ട് വേഗം ബാക്കി കടത്തുക. ഇത് മുഴുവൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഇന്നെ ഏൽപ്പിച്ചു. അതാണ് ഇതിന്റെ സത്യം. ഇത് ഞാൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് നിങ്ങൾക്കുള്ളതാണ്. ഇതേപോലെയാണ് ഒരു നാട്ടിൽ ഒരു സമ്പന്നൻ അള്ളാഹു സമ്പത്ത് കൊടുക്കുന്നത് ആ നാട്ടിലെ കഷ്ടപ്പാടും പ്രയാസമൊക്കെ അനുഭവിക്കുന്നവർക്ക് കൊടുക്കാനാണ്, അല്ലാണ്ട് ഓനെ ഭയങ്കര എന്തോ സംഭവമാക്കാനൊന്നുമില്ല. അതുകൊണ്ട് സമ്പത്ത് കൊടുക്കാനുള്ളതാണ്. സക്കാത്ത് കൃത്യമായി കണക്ക് നോക്കി കൊടുക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. അങ്ങനെ കൃത്യമായി കണക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് സക്കാത്ത് കൊടുക്കാനുണ്ടാവും, ഒരുപാട് സക്കാത്ത് കൊടുക്കാനുണ്ടാവും. സക്കാത്ത് കൊടുക്കലിൽ തന്നെ എങ്ങനെയെന്ന് ഇപ്പോഴും ആൾക്കാർക്ക് അറിയില്ല, ആളുകൾ പഠിക്കില്ല. റമദാനിൽ ഒരു മൂച്ചുണ്ടാവും, അതിലെന്തൊക്കെ ചോദിക്കും, അതിൽ ചില ഉസ്താമാർക്കൊന്നും ഒഴിവുണ്ടാവില്ല. അത് കഴിഞ്ഞ് ഇന്നെന്റെ സക്കാത്തിന്റെ കാര്യം നിങ്ങൾക്ക് കൃത്യമായി പഠിച്ച് കൃത്യമായി ചെയ്യണം എന്ന് ചിന്തിക്കുന്നവർ വളരെ കുറവാണ്, തുലം കുറവും. ഇതിലൊക്കെ കൊടുക്കുന്ന ആൾക്കാരാണ് നിറച്ചുള്ളത്, പക്ഷെ അതിന്റെ പൂർത്തീകരണത്തിലൂടെ കൊടുക്കുന്ന ആൾക്കാർ വളരെ കുറച്ചേ ഉള്ളൂ. ഞാൻ തുറന്നു പറയാം എന്തുകൊണ്ട് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഇവിടെ സക്കാത്തിന്റെ അവസ്ഥക്ക് മാറ്റമുണ്ടാവും. സക്കാത്ത് അത് നമ്മളതല്ല, അത് അള്ളാഹുവിന് കൊടുക്കാനുള്ള ഓഹരിയാണത്. അത് അള്ളാഹു തീരുമാനം. ഒരാളിൽ 1 ലക്ഷം ഉറുപ്പ്യ ഉണ്ടെങ്കിൽ അതിന്റെ 2.5% എന്ന് പറഞ്ഞാൽ 2500 ഉറുപ്പ്യ. ബാക്കി 97,500 ഉറുപ്പ്യ ആരെടുത്തോ? ഈ എടുത്തോ, ഒരു 2500 കൊടുത്താളാ എന്ന് പറയാണ് അള്ളാഹു. അത് പാവങ്ങളുടേതാണ്, അത് പാവങ്ങൾക്ക് വേണ്ടി അള്ളാഹു തീരുമാനിച്ചതാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നഷ്ടം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ബാക്കിൽ ഈ അന്വേഷണം ഒന്ന് നടത്തണം. നമ്മളൊരു മാന്യാണ്, മറ്റേതാണ്, കൊറോണയാണ്, നോട്ട് നിരോധനാണ്, അതാണ് ഇതാണെന്ന് ഓരോ കാരണം പറഞ്ഞു കൊടുക്കും. സത്യത്തിൽ അതിന്റെ അടിസ്ഥാനപരമായ കാരണം സക്കാത്ത് കൊടുക്കാത്തതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടു, മാ ഖാലതത്തി സദഖത്തു മാലൻ ഖത്തു ഇല്ലാ അഹ്ലഖതുഹു. ഒരു സമ്പത്തിനോട് സക്കാത്ത് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ആ സക്കാത്ത് ആ സമ്പത്തിനെ നശിപ്പിക്കാതിരിക്കുകയില്ല എന്ന്. ഇത് നുബുവത്തിന്റെ നാവാണ്, ഇത് തെറ്റൂല. ഹദ്റത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട്, മാ തലിഫ മാലുൻ ഫീ ബർരിൻ വലാ ബഹ്റിൻ ഇല്ലാ ബിഹബ്സി സക്കാത്ത്. കടലിലോ കരയിലോ ഒരു സമ്പത്തും നശിക്കുന്നില്ല ഇല്ലാ ബിഹബ്സി സക്കാത്ത്, സക്കാത്ത് തടഞ്ഞതല്ലാതെ. ഇത് നുബുവത്തിന്റെ നാവാണ്. ആർക്ക് കച്ചവടം പൊട്ടിയെങ്കിലും നിങ്ങൾ അതിന്റെ ബാക്കിൽ പണിയെടുത്തുള്ളൂ. നിങ്ങൾ സക്കാത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവില്ല, സക്കാത്ത് കൃത്യമായി കൊടുത്തിട്ടുണ്ടാവില്ല. സക്കാത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, ആ സമ്പത്ത് ഉറപ്പായിട്ടും നശിക്കും. സക്കാത്ത് കൃത്യമായി കൊടുത്തതിനെ ആരും നശിപ്പിക്കാൻ വിചാരിച്ചാലും നശിക്കൂല എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു തങ്ങളുടെ മുബാറക്കായ വചനാണ്. സക്കാത്ത് അത് കൃത്യമായി കൊടുക്കണം. അത് അനുഭവങ്ങളുണ്ട് ആളുകൾക്ക്, ഇന്നും അനുഭവമുണ്ട്. സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ അത് നശിക്കൂല. പക്ഷെ നമ്മൾ സക്കാത്ത് കൊടുത്തിട്ടുണ്ടാവും, എങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഒരു 100, 200, 500 ഒക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ കുറെ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു മഹല്ലിൽ ഒന്നായിട്ട്, ചിലർ അടുത്ത മഹല്ലിലൂടെ കൊടുത്തിട്ടുണ്ടാവും. കാരണം കുറച്ച് ആൾക്കാരുണ്ടാവും ഇങ്ങനെ വരുന്ന ആൾക്കാർ, ഒരു 50, 100 ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. ഇയാളിങ്ങനെ കുറെ ആളിങ്ങനെ പോണ കണ്ടാല്, ഇയാളായിരിക്കും മാഷാ അല്ലാഹ് അവർക്കൊക്കെ കൊടുത്തു, അവിടെ ആ മഹല്ലിൽ കൊടുത്തു, ഈ മഹല്ലിൽ കൊടുത്തു, ആ അത്യാവശ്യം കൊടുത്തു. ആകെ എത്ര കൊടുത്തിട്ടുണ്ടാകുക? ചിലപ്പോൾ 50,000 ഉറുപ്പ്യ ആയിരിക്കും. ഓനക്ക് 5 ലക്ഷം സക്കാത്ത് നിർബന്ധം ഉണ്ടാവും കണക്കൂട്ടുമ്പോൾ. ഓൻ ആകെ കൊടുത്തത് 50,000, 1 ലക്ഷം ഉറുപ്പ്യ ആയിരിക്കും.
1,00,000 ബാക്കി 4 ലക്ഷം റുപ്യ അവന്റെ സമ്പത്തിനോട് ചേർന്ന് നിൽക്കാണ്. അത് ഉള്ളിടത്തോളം കാലം അവന്റെ സമ്പത്ത് വളരൂല. അത് നശിച്ചുകൊണ്ടിരിക്കും. സമ്പത്തിനെ സംരക്ഷിക്കാനാണ് സക്കാത്ത് കൊടുക്കുന്നത്. ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഞാൻ കേട്ടു, ഹസ്സിനു അംവാലക്കും ബിസ്സക്കാ, സക്കാത്ത് കൊടുത്തിട്ട് നിങ്ങളെ സമ്പത്തിനെ നിങ്ങൾ കോട്ട കെട്ടി. ഹസൻ എന്ന് പറഞ്ഞ കോട്ടൻ എന്നുവെച്ചാൽ നിങ്ങളെ സമ്പത്തിനെ നിങ്ങൾ ലോക്കറിലാക്കി സുരക്ഷിതമാക്കി വെക്കും. അതിനെന്താ ചെയ്യേണ്ടത്? ഹസ്സിനു അംവാലക്കും ബിസ്സക്കാ, സക്കാത്ത് കൊടുത്തിട്ട് നിങ്ങൾ സമ്പത്തിനെ സുരക്ഷിതമാക്കി. സക്കാത്ത് എന്ന് പറഞ്ഞത് പാവങ്ങളുടെ അവകാശമാണ്. ഇവിടെ ഒരുപാട് ബംഗാളികളുണ്ട്, ആസാമികളുണ്ട്, പല നാട്ടുകാരുണ്ട്, ജോലിയുണ്ട്. ചില ആൾക്കാരൊക്കെ ഉണ്ടാവും ചില നാട്ടിൽ, അവിടുത്തെ കാര്യപ്പെട്ട ആൾക്കാരായിരിക്കും. ഓരോ ഈ ബംഗാളിക്ക് ഭയങ്കര ബന്ധം ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഒരു സാധാരണ എന്താ ചെയ്യാറുണ്ടാൽ പണിക്ക് പോവും, 500-200 കിട്ടും. അതിലൊരു 10-200 റുപ്യ ഉണ്ട്, 100 റുപ്യ ഉണ്ടൊക്കെ ഒരു ആവശ്യങ്ങൾ പൂർത്തിയാക്കി ഒരു 500-600 ബാക്കിയാക്കും. അത് ഈ ആചാര്യെ കൊണ്ടുപോയി കൊടുക്കും എന്ന് വിചാരിച്ചോളി. അങ്ങനെ കുറെ ആയി ഇയാളിൽ ആചാര്യയിൽ ഒരു 50,000 റുപ്യായി. എന്നിട്ട് ഇവര് നാട്ടിലേക്ക് പോകാൻ സമയത്ത് അല്ലെങ്കിൽ അവർക്ക് എന്തോ ഒരു ഹോസ്പിറ്റൽ കേസ് വരാൻ നേരത്തെ ഈ ആചാര്യോട് ചോദിച്ചു, ആചാര്യ എന്റെ ആ പൈസന്ന് കുറച്ച് 10,000 റുപ്യ തരില്ല, 50,000 തരി, ഞാൻ എനിക്ക് ഭയങ്കര ടൈറ്റാണ്, ഞാൻ നാട്ടിൽ പോകണം. അപ്പൊ ഇയാളൊരു അജീന്റെ പൈസ ഒന്നും, ഏത് പൈസ വാണപ്പോ 5,000 തരാം, വാണാ പോയിട്ട് പോയിക്കോ എന്ന് പറഞ്ഞാൽ എന്തേക്കും അയാളെ പറ്റി നമ്മൾ പറയാം? നമ്മളപ്പം തന്നെ പറയും ഓണൊന്നും എന്തായാലും കോണം പിടിക്കൂല, രക്ഷപ്പെടൂല. കാരണം എന്താണ്? ഈ പാവപ്പെട്ട ഈ മനുഷ്യന്റെ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ നീരാണ് അവൻ പിടിച്ചു വെച്ചത്. അതേപോലെ തന്നെയാണ് സക്കാത്ത് കൊടുക്കാണ്ടായിട്ട് കൊടുക്കാറുണ്ട്. അത് പാവങ്ങളുതാണ്. ആരതാണ് സക്കാത്ത്? ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്? സക്കാത്ത് കൊടുക്കാനുള്ള വിഭാഗത്തിനെ പറ്റി സൂറത്ത് തൗബയിൽ അല്ലാഹു പറയുന്നുണ്ട്. ഫഖീർ, മിസ്കീൻ, ഇന്നമ സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകിൻ, പിന്നെ വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫതി ഖുലൂബുഹും വഫി റിഖാബ് വൽ ഗാരിമീന വഫി സബീലില്ലാഹി വബിനിസ് സബീൽ. 8 വിഭാഗം ആൾക്കാർ. മനസ്സിലായില്ലേ? ഈ 8 വിഭാഗം ആൾക്കാർക്ക് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് 8 വിഭാഗം മനസ്സിലായോ? എന്ത് മനസ്സിലായല്ലേ? ഇന്നമ സദഖാതു ലിൽ ഫുഖറാ, ഫഖീറന്മാർക്കാണ്. എത്ര സൂക്ഷ്മത പണ്ഡിതന്മാർ ഇതിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക്. അല്ലാഹു ഇന്നമ സദഖാതു ലിൽ ഫഖീരി വൽ മിസ്കീൻ എന്ന് പറയാതെ ഇന്നമ സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ, ഫഖീറന്മാർ, മിസ്കീന്മാർ. പഴയകാല ഉലമാക്കൾ ഇതിന് അർത്ഥം വെക്കലെന്ന് എങ്ങനായിരുന്നു? ഫക്കീറന്മാർക്ക് കൊടുക്കണം എന്നുവെച്ചാൽ ഒരു ഫക്കീറിന് കൊടുത്താൽ പോരാ, ചുരുങ്ങിയത് 3 ഫക്കീറിനെങ്കിലും കൊടുക്കണം, അപ്പോഴേ ഫുഖറ ആവുള്ളൂ. ചുരുങ്ങിയത് 3 മിസ്കീനെങ്കിലും കൊടുക്കണം, അപ്പോഴേ മസാക്കീൻ ആവുള്ളൂ. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞൊക്കെ മനസ്സിലാവുണ്ടാവോ? ഇക്കൂലേ? സക്കാത്തൊക്കെ നമ്മളെ ഇഷ്ടത്തിന് ഇങ്ങനെ കൊടുക്കുകയാണ്. നമുക്ക് എങ്ങനെ തോന്നി അങ്ങനെ കൊടുക്കാം. ഇല്ല വൈ, അതിന് മട്ടും ചിട്ടയൊക്കെ ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിന്റെ ചിട്ടയോട് കൂടി അത് പറഞ്ഞ മാതിരി കൊടുക്കുന്ന ആൾക്കാർ വളരെ കുറവായിട്ടുണ്ട്. ഇന്നമ സദഖാതു ലിൽ ഫുഖറാ വൽ മസാകിൻ. ഫഖീറും മിസ്കീനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഫഖീറും മിസ്കീനും തമ്മിലുള്ള വ്യത്യാസം, ഫഖീർ എന്ന് പറഞ്ഞാല് അയാൾക്കൊരു 100 റുപ്യ ഒരു ദിവസം ചെലവുണ്ട്, അയാൾക്കൊരു 70 റുപ്യ കിട്ടും. അപ്പോൾ 70 റുപ്യ 30 റുപ്യ എന്താണ്? അയാളൊരു കഷ്ടപ്പാടിലാണ്, അയാളാണ് ഫക്കീർ. മിസ്കീൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 100 റുപ്യ ചെലവുണ്ട്, പക്ഷെ അയാൾ ആകെ 30 റുപ്യ കിട്ടുള്ളൂ. 30 റുപ്യ കിട്ടുള്ളൂ, ബാക്കി 70 റുപ്യക്ക് ആവശ്യം ഈ ആൾക്കാണ്. എന്നുവെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അവസ്ഥ വ്യത്യാസമാണുള്ളത് ഫക്കീർ മിസ്കീൻ എന്ന് പറഞ്ഞാൽ. ഇന്നമ സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ വൽ ആമിലീന അലൈഹ. അതിന്റെ സമ്പത്തിൽ ജോലി ചെയ്യുന്ന ആൾ, സക്കാത്ത് പിരിക്കാൻ പോകുന്ന ആൾക്കാർ, അങ്ങനത്തെ ആളുകൾക്ക് അവർക്കൊരു സക്കാത്തിന്റെ ഓരോ വരിണ്ട്. പിന്നെ വൽ ആമിലീന അലൈഹ വൽ മുഅല്ലഫത്തി ഖുലൂബുഹും, ഇസ്ലാമിനോട് ഇങ്ങനെ ഇണങ്ങി നിൽക്കുന്ന ആളുകൾ, പുതുമുസ്ലിമീങ്ങളായ ആൾക്കാർ, അവർക്ക് സക്കാത്ത് കൊടുക്കണം, അവർക്ക് കൊടുക്കണം. പിന്നെ വഫി റിഖാബ്, മോചനപത്രം എഴുതിയ അടിമകൾ. മോചനപത്രം എഴുതിയ അടിമ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അടിമയായിരിക്കും, ഓ മുസ്ലിം ആയിരിക്കും, ഓനോട് പറഞ്ഞിട്ടുണ്ടാവും 2 ലക്ഷം ദീനാർ തരികയാണെങ്കിൽ എന്നെ മോചിപ്പിക്കാൻ. ഓന്റെ 2 ലക്ഷം പോയിട്ട് ഒരു റുപ്യം കൂടി ഉണ്ടാവില്ല, ഇയാൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളാണ്, ഒരു അടിമയാണ്. അപ്പൊ അതിനെ 6 മാസമോ അങ്ങനെ എന്തെങ്കിലും അവധിയും ചിലപ്പോൾ വെച്ചിട്ടുണ്ടാവും. അപ്പം എന്ത് ചെയ്യാറുണ്ടാൽ മുസ്ലിമീങ്ങൾ എല്ലാവരും ഓരോ സക്കാത്തിൽ നിന്ന് ഒരു ഓഹരിയൊക്കെ കൊടുത്തിട്ട് ഒരു 2 ലക്ഷം ദീനാറാക്കി അയാൾക്ക് കൊടുത്തിട്ട് അയാൾ എന്താക്കുക? മോചിപ്പിക്കുക. അതാണ് വഫി റിഖാബ്. പിന്നെ വൽ ഗാരിമീൻ, കടക്കാരായ ആൾക്കാർ, ഓർക്ക് സക്കാത്ത് കൊടുക്കണം. മനസ്സിലായില്ലേ? പിന്നെ വഫീ സബീലില്ലാ
വഴി അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ആൾക്കാർ. വബ്നി സബീൽ, വഴിയാത്രക്കാരൻ. വഴിയാത്രക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരാൾ ബോംബെയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്, പേഴ്സൊക്കെ അടിച്ചുപോയി, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിപ്പോയി, അയാളുടെ ബാഗൊക്കെ നഷ്ടപ്പെട്ടു പോയി. അയാൾ ബോംബെയിൽ കോടികളുടെ ആസ്തിയുള്ള ആളാണ്, എന്നാലും കുഴപ്പമില്ല, അയാൾക്ക് എന്ത് കൊടുക്കാം? അയാൾക്ക് സക്കാത്ത് കൊടുക്കാം. സക്കാത്ത് വാങ്ങാൻ വേണ്ടി യാത്ര ചെയ്യുന്ന ആൾക്കാരല്ല ഇപ്പം. ഒബിനി സബീൽ എന്ന് പറഞ്ഞാൽ വഴിയാത്രക്കാരനാണ്. സക്കാത്ത് വാങ്ങാൻ വേണ്ടി ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആൾക്കാരല്ല, അയാൾ യാത്രക്കാരനാണ്. അയാൾ എന്തായിപ്പോയി? പൊട്ടിപ്പോയി, അല്ലെങ്കിൽ പാപ്പറായിപ്പോയി. ഇന്നത്തെ കാലത്ത് ഒന്നൊരു പ്രശ്നമല്ല, ATM സാധനമൊക്കെ ഉള്ളതുകൊണ്ട്, ഗൂഗിൾ പേ അങ്ങനെ പേ ഒക്കെ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല. പഴയ ഒരു കാലം ഉണ്ടായിരുന്നു, പോന്നാ പോയി, അജ്ജിനൊക്കെ പോയി, പൈസ ഒക്കെ അടിച്ചുപോയി, അയാൾ ബക്കീറായിരിക്കും, നാട്ടിൽ ഏക്കറാണെങ്കിൽ തോട്ടൽ ആചാരായിരിക്കും, ജമ്മിയായിരിക്കും, പക്ഷെ ഒന്നും കാട്ടാൻ പറ്റില്ല. അങ്ങനത്തെ ഒക്കെ കാലഘട്ടം ഉണ്ടായിരുന്നു. വബ്നി സബീൽ, ഈ 8 വിഭാഗം ആൾക്കാരാണ്. ഈ 8 വിഭാഗം ആൾക്കാർക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ആൾക്കാരെപ്പോഴും നമ്മളെ കോളേജിൽ സക്കാത്തിന്റെ കാര്യം ചോദിക്കുമ്പോൾ ഒരാൾക്ക് കയ്യില്ല, എന്താണ് ആദ്യം പറയുന്നത്? അയാൾക്ക് കയ്യില്ല, അതുകൊണ്ട് എനിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ചിലർ കണ്ണ് കാണില്ല, ചിലർ നടക്കാൻ കഴിയൂല, അങ്ങനൊക്കെ ഓരോ കാര്യമാണ്. ചിലർ ഭർത്താവ് മരിച്ചു കഴിഞ്ഞ്, ഈ ഭർത്താവ് മരിച്ചോണ്ട് ഈ 8 വിഭാഗത്തിലില്ല. കൈയില്ലാത്തവർ 8 വിഭാഗത്തിലില്ല, പിന്നെ കണ്ണില്ലാത്തവർ 8 വിഭാഗത്തിലില്ല. ഇങ്ങനെ ആരുമില്ല. ഉസ്താദുമാർ എന്ന് പറഞ്ഞിട്ട് ഈ വിഭാഗത്തിൽ എണ്ണിയില്ല. ശരിക്കും എണ്ണണ്ടിരുന്നോ? എണ്ണിയില്ല. ഒന്നതിൽ എണ്ണിയില്ല. ഇതിലെന്താ എണ്ണിയത്? ഇതിൽ ഇന്നമ സദഖാത്തുൽ ഫുഖറ, ഫഖീറന്മാർ, വൽ മസാക്കീൻ, മിസ്കിന്മാർ. അപ്പൊ കൈയില്ലാത്ത ആള്, കാലില്ലാത്ത ആള്, നടക്കാൻ കഴിയാത്ത ആള്, ഊര പൊട്ടിയ ആള്, ഒന്നും എന്തിന്റെ അവകാശികളല്ല, സക്കാത്തിന്റെ അവകാശികളല്ല. ഈ പറഞ്ഞ സംഗതികൾ ഇയാളിൽ ഉണ്ടെങ്കിൽ അയാൾ ഇനി ഊര ഉസ്താറുള്ള ആൾ തന്നെയാണ്. ആൾ മിസ്കീനാണെങ്കിൽ അയാൾക്ക് കൊടുക്കണം. പിന്നെ ആൾ ഊര പൊട്ടിപ്പോയാൽ പിന്നെ എന്തായാലും. അല്ലാതെ ഫക്കീർ, മിസ്കീൻ, ഈ പറഞ്ഞ കടക്കാരൻ എന്ന് പറഞ്ഞാല് എല്ലാവർക്കും സക്കാത്ത് കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ കോടീശ്വരനായ കേരളത്തിലെ വലിയ പൈസക്കാരനും ചിലപ്പോൾ എന്ത് കൊടുക്കേണ്ടി വരും? അയാൾ കടക്കാരനായിരിക്കും. ആ കടക്കാരനല്ല ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. മനസ്സിലായില്ലേ? ഒരു 5000 സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കിന്, അതൊക്കെ ഉണ്ടാക്കി അങ്ങനെയാണ്. പിന്നെ വലിയൊരു വണ്ടി എടുക്കുന്നു, ഒരു 1.5 കോടി ഉറുപ്പിന്റെ. അങ്ങനെ അതിന്റെ ചെറിയ കുറച്ച് പൈസ ഉണ്ട്. അയാൾ കടക്കാരനാണ്, ഓൻക്കല്ല. കടക്കാരൻ എന്തിനാണ് കടക്കാരനായെന്ന് പഠിക്കണം. മനസ്സിലായില്ലേ? കടക്കാരനാവൽ പല കോലത്തിൽ കടക്കാരനാവലുണ്ട്. അതുകൊണ്ട് അയാളുടെ കടം എന്തിനാണ്? അയാളെ മക്കളെ നോക്കാൻ വേണ്ടിയിട്ടുള്ള കടം എന്ന് വെച്ചാൽ അരി വാങ്ങാൻ ചിലപ്പോൾ പണിയില്ലെങ്കിൽ അങ്ങനൊക്കെ ആയതുണ്ടാവും. ഈ ഒരു കൂര തട്ടിപ്പിച്ചാൻ വേണ്ടിയിട്ട് അയാൾ ആഗ്രഹത്തിനനുസരിച്ചുള്ള പരുന്നല്ല, പിന്നെ ഒരു വെയിലുമായൊന്ന് കൊള്ളാക്കാൻ വേണ്ടിയിട്ട് ഒരു കൂര തട്ടിപ്പിച്ചാൻ വേണ്ടിയിട്ട് അതിന് കടക്കാരനായി. അങ്ങനെയുള്ള കടക്കാരൻ എല്ലാ കടക്കാരനും സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഇവിടെ സക്കാത്തേ കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. പിന്നെ കൊടുക്കാൻ ആരും ഉണ്ടാവില്ല. എല്ലാവരും ആരേക്കും എത്ര കോടികളുടെ ആസ്തിയിലാളുണ്ട്. നമ്മളെന്നെ വിളിക്കലുണ്ട്, ഒരു ഉറുപ്പിന് കൈമല്ല, ഇപ്പൊ എന്താ കാട്ടുകയെന്ന്. 25 ലക്ഷം സക്കാത്തൊക്കെ കൊടുക്കാനുള്ള ആള് പറയാണ് കൈമൽ ഒരു പൈസ ഇല്ലാന്ന്. അപ്പൊ നമ്മൾ പറയണം, എന്നാ ഈ വെള്ളിയാഴ്ച ജുമാക്ക് പറയാം, നിങ്ങൾക്ക് കുറച്ച് സക്കാത്ത്. അത് പറ്റില്ലല്ലോ. അയാളെ പൈസ ഇല്ല, പക്ഷെ അയാൾ ആസ്തിണ്ട്. അതുകൊണ്ട് ഗാരിം എന്ന് പറഞ്ഞാൽ അതാണ് സത്യത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? ഗാരിമിന് കൊടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ വൽ ആമിലീന അലൈഹ എന്ന് പറഞ്ഞു, സക്കാത്തിന്റെ സമ്പത്തിൽ ജോലി ചെയ്യുന്ന ആള്. ഞാൻ വെറുതെ അങ്ങനെ തീരുമാനിക്കാണ്, ഹുദയിൽ ഒരു സക്കാത്ത് സെല്ലുണ്ടാക്കുക. അങ്ങനെ ഇവിടെ വരുന്നവരോട് എല്ലാവരോടും പോലെ സക്കാത്തൊക്കെ കൊണ്ട് ഇവിടെ കൊണ്ടുവരാൻ പറയാം. ഞാൻ ഇവിടുത്തെ വലിയ മറ്റേതല്ലേ, ഞാൻ ഇവിടുത്തെ ഖലീഫല്ല, ഞാൻ ഇവിടുത്തെ ആരുമല്ല, ഞാൻ ഇസ്ലാമിന്റെ ആരാണ്. അതുകൊണ്ട് ഉമ്മത്തിന്റെ സക്കാത്ത് പിരിക്കാൻ അതിന് ഒന്നുകിൽ അതിന്റെ ഖിലാഫത്ത് ഉണ്ടാവണം, അവരധികാരപ്പെടുത്തും. എന്നുവെച്ചാൽ ഇസ്ലാമിക ഹുക്കൂമത്ത് അവരധികാരപ്പെടുത്തും. അവരാണ്. അല്ലാണ്ട് കണ്ടോണ്ടൊക്കെ സക്കാത്ത് പോയി വാങ്ങുക, എന്നിട്ട് എനിക്ക് മറ്റത്തിന് ഞാൻ ചെലവാക്കുക. ചില ആൾക്കാരൊക്കെ പറയും സക്കാത്ത് സെല്ലിലായിട്ട് കൊടുത്താൽ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞു. നമ്മളെല്ലാ പരിപാടിയും സക്കാത്ത് സെല്ലും എല്ലാവരും പാടുണ്ടാവും. ഒരു സൈഡ് ഇങ്ങനെ നിർത്തിണ്ടാവും. നമ്മൾ ആൾക്കാരിങ്ങനെ പോകുമ്പോൾ ചോദിക്കും എത്ര ഇവിടെ നിൽക്കും. ചിലപ്പോൾ ഉണ്ടാവില്ല അങ്ങനെ എല്ലാവരും ഒരുമിച്ച് പുതിയാപ്പിള ഇറങ്ങിയായിരിക്കും. ഒരു വണ്ടിൻ്റെ റോഡ് സൈഡിൽ അങ്ങനെ എന്തെങ്കിലും അല്ല, ഇപ്പോൾ പേപ്പർ വെച്ചിട്ട് പോലീസുകാരെ നിർത്തിയാണ്. ഓളങ്ങനൊക്കെ ഉണ്ടാവും. എന്ന മാതിരി ഉണ്ടാവും. സക്കാത്ത് സെല്ലും ഉണ്ടാവും, പിന്നെ കൊടുത്തോലും ഉണ്ടാവും. സക്കാത്ത് സെല്ലൊക്കെ എന്തിനാ ഉപയോഗിക്കുന്നത്? ആരാ സക്കാത്ത് സെല്ലിന്റെ കാര്യം തീരുമാനിച്ചത്? ഞാൻ തന്നെയാണ്. ഞാൻ എനിക്ക് പറ്റിയൊരു 4-5 ആൾക്കാരെ കൂടി നമ്മൾ സക്കാത്ത് പിരിക്കല് വെക്കുക. അങ്ങനെ സക്കാത്ത് പിരിക്കുക. പാവങ്ങളെ ഇറക്കി വെച്ചങ്ങളൊക്കെ നല്ല ആൾക്കാരാണ് എത്തി നമ്മളെ കൊണ്ടുവന്ന് തരും ചെയ്യും. എന്നിട്ട് നമ്മളിങ്ങനെ നമ്മളെ മട്ടത്തിനൊക്കെ ചിലവാക്കുക. എന്നിട്ട് അതിന്റെ കണക്ക് ബുക്ക് ഇറക്കും. ഞാൻ ഒരു കണക്ക് ബുക്ക് കണ്ടതാണ്. അതിലുണ്ട് അങ്ങനെ ഈ വർഷത്തെ സക്കാത്തിൻ്റെത് ബാക്കി ബാലൻസ് 3250 രൂപ
സക്കാത്ത് ബാലൻസ് ചെയ്യും. ഇവിടെ വെച്ചാ ഇനി കൊടുക്കാൻ ഒരാളില്ല. ഇവിടെ എല്ലാവരും കൊടുത്തൊക്കെ റാത്രി ബാലൻസ് ചെയ്യും. എവിടെ പോയി ബാലൻസ് ഉണ്ടാകുക? ഇവിടെ തേച്ചാ തയ്യില്ല, പിന്നെയും അവനാന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കേണ്ട അവസ്ഥയിലാണുള്ളത്. ഈ സെല്ലാറിൽ സക്കാത്ത് ബാലൻസ്. പള്ളി കമ്മിറ്റി സക്കാത്ത് ഉണ്ടാക്കും, എന്നിട്ട് പള്ളിന്റെ ഒരു വർഷത്തേക്കുള്ള ചെലവ് ഇപ്പൊ എത്രയാണ് ഉള്ളത് അത് എന്താക്കും, ചിലർ സക്കാത്തേക്ക് കയറ്റും. ഇമാമിന്റെ സാലറി സക്കാത്ത് എന്നാ പോവാ. ഇമാമിന്റെ സാലറി, ഇമാം പാവാണ്, അയാൾക്ക് സക്കാത്ത് കൊടുക്കുക എല്ലാ വർഷവും, പണിയെടുപ്പിക്കുക. അങ്ങനെയുണ്ട് ടോപ്പ് പരിപാടിയല്ലേ. എന്തൊക്കെയാ ആൾക്കാർ ചെയ്യുന്നറിയോ? ചിലർ ഫ്ലക്സ് ഒട്ടിക്കുന്നത് വരെ ഫീ സബീലില്ലാഹ് ഒരു വിഭാഗം അതുണ്ട്. ഫീ സബീലില്ലാഹ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ്, അള്ളാഹിന്റെ മാർഗത്തിലുള്ള പരിശ്രമം. എന്നുവെച്ചാൽ ഇവിടെ ദീൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ചുമര് മൊത്തം എഴുതിയത്, നമ്മളിവിടെ ബോർഡ് വെക്കുന്നത് അതിനാണ്. ഇസ്ലാമിന്റെ ഷിയാർ ഇവിടെ ഉയർത്താൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളെ പോക്കറ്റിൽ നിൽക്കുക അതിനൊക്കെ. ഇവിടെ ഇസ്ലാമിന്റെ ഭരണാധികാരനെ കൊണ്ടുവരാൻ മത്സരിക്കണമെങ്കിൽ അതിലും ചിലപ്പം തീർക്കും, സക്കാത്തിന്റെ ഫണ്ടിറക്കും. അതൊന്നും പ്രശ്നമില്ല, കാരണം നമ്മൾ ഇസ്ലാമാ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ബൈ സക്കാത്ത് സെല്ല് ഇത് ആരാ വരെ ഏൽപ്പിച്ചത് നോക്കി. ഒരു മഹല്ല് മൊത്തം ആ ഒരു കാര്യത്തിൽ തീരുമാനം എടുത്തൊക്കെ അങ്ങനെയൊക്കെ ഉള്ള ചില സ്ഥലങ്ങളുണ്ട്. അവിടെ എല്ലാ സംഘടനക്കാരും എല്ലാവരും ചേർന്നിട്ടൊക്കെ ഒരു അവസ്ഥ ഉണ്ടാവും. മറ്റേതൊക്കെ ഒരു വേറെ വകുപ്പിലേക്ക് ഇങ്ങനെ പോവും. എല്ലാ സംഗതിയും സക്കാത്ത് പിരിച്ചൽ എല്ലാവരോടായിരിക്കും, കൊടുക്കലൊക്കെ ഒരു ടീമിനായിരിക്കും. ആ പള്ളി പോണ ആളാണ്, അതുകൊണ്ട് ഓനക്ക് അത്ര മതി, ഓന് 300 റുപ്യ മതി. ഇപ്പൊ നമ്മളെ പള്ളി വരുന്നതാണ്, ഓന് 3000 റുപ്യ ആയിക്കോട്ടെ. എങ്ങനെ അതാരാ തീരുമാനിക്കണേ? ഞാനാ തീരുമാനിക്കണേ. അതാ ഞാൻ പറഞ്ഞത്, ഇതിനൊരു ഹുക്കൂമയും ഒരു ഭരണകർത്തൃത്വവും ഒരു ഖിലാഫത്തൊക്കെ ഉണ്ടാവുമ്പോഴാണ് എന്തുണ്ടാവുക. പിന്നെ എവിടെ ചെലവാക്കേണ്ടത്, ആർക്കാ ചെലവാക്കേണ്ടത്, എങ്ങനെ ബാക്കി ഉണ്ടാവുക. അതുകൊണ്ട് അവരവരെ സക്കാത്തിന്റെ കാര്യം ഞാൻ സെല്ലിൽ കൊടുക്കുന്നതിനോട് എതിരുള്ള ആളൊന്നുമല്ല കേട്ടോ. അവൻ കൂടി തുറന്ന് പറഞ്ഞുതരാം. ഇനിയിപ്പോ അയാൾ സക്കാത്ത് സെല്ലിന് എതിരുള്ള ആളാണെന്നൊന്നും പറയണ്ട. ഞാൻ പറഞ്ഞത് കാര്യങ്ങൾ വ്യവസ്ഥാപിതമായി പഠിച്ചിട്ടേ എന്ത് കൊടുക്കാവൂ, സക്കാത്ത് കൊടുക്കാവൂ. നിങ്ങൾക്ക് ഉറപ്പുണ്ടെ കൊടുത്താൽ മതി, അവിടെ നിൽക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. പേപ്പറൊക്കെ റെഡിയാണ്, എല്ലാവരും പോണം കൂട്ടത്തിലായിട്ട് പോവാന്ന്. അതുകൊണ്ട് സക്കാത്ത് അത് കൃത്യമായി കൊടുക്കണം. എന്തിനൊക്കെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? ആകെ സക്കാത്ത് കൊടുക്കുന്നത് ഫ്രീ ആയി നിൽക്കണ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അതിന് കൊടുക്കണം. അങ്ങനെയാണ് അധികം ആളും വിചാരിച്ചത്. കൈമൽ പൈസ ഉണ്ടെങ്കിൽ ഒരു വർഷം ഉണ്ടാവും വേണം. ഏത് ആളേലും ഒരു വർഷം ഫുള്ള് പൈസ ഉണ്ടാകാം. നിങ്ങൾ പറയും ഒരു വർഷം തേണ്ടേക്കും. എന്നർത്ഥം ഇന്നിപ്പോ ഒരു 100 റുപ്യ കിട്ടിയില്ലെങ്കിൽ അത് ഇനി അടുത്ത റമദാന്റെ ഇന്നത്ര 12 13 അടുത്ത റമദാൻ 13 ആയിന് വരെ ആ 100 റുപ്യ കീശയിൽ ഇങ്ങനെ കടന്നാൽ കൊടുത്താൽ മതി എന്നാ പറയാൻ. ബൈ പൈസ ഇങ്ങനെ പോയോണ്ടിരിക്കും. ഓരോരുത്തർക്കും നിസാബ് പൂർത്തിയാവുന്ന ഒരു വർഷം ഉണ്ടാവും. നിസാബ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ എന്താ ഞങ്ങളോട് പറഞ്ഞത്? സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായ അളവ്. സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായ അളവ്. ഞാൻ കുറെ മുമ്പ് കണക്കൂട്ടിയപ്പം 26 റുപ്യ സംതിങ് വെള്ളിക്ക് ഗ്രാമിനുള്ള സമയം. വെള്ളിക്കാരുണ്ടോ അവിടെ? വെള്ളിന്റെ വില അറിയുന്ന ആള്? അത് ഏകദേശം 722 ഗ്രാം വെള്ളിയാണ് എന്ന് എന്റെ ഓർമ്മ. അത്ര അളവുണ്ടെങ്കിൽ അതിന്റെ പൈസ അന്ന് ഞാൻ ഏതോ കാലം ഞാൻ വെറുതെ കൂട്ടി നോക്കിയപ്പം ഒരു 20,000 റുപ്യാണ് അന്ന്. ഇപ്പൊ എത്ര എനിക്കറിയില്ല. എന്തായാലും അതിന്റെ കണക്ക് നോക്കിയാൽ മനസ്സിലാവും. അത്ര പൈസ ഉള്ള ആള് സക്കാത്ത് കൊടുക്കാനുള്ള നിസാബ് എത്തി അയാളിൽ. എന്നുവെച്ചാൽ ഒരാളെ കയ്യിൽ ഞാൻ ഉദാഹരണം പറയാണ്, 50,000 റുപ്യ ഉണ്ടെങ്കിൽ അതൊരു വർഷം അയാളെ കയ്യിലുണ്ടെങ്കിൽ അയാൾ സക്കാത്ത് കൊടുക്കാൻ അയാളെ നിസാബ് എത്തി. അത് അയാളിൽ 50,000 റുപ്യ ഇട്ട് റമദാൻ 13-നാണെങ്കിൽ പിറ്റത്തെ കൊല്ലം റമദാൻ 13-ന് ആ 50,000 തന്നെ വേണമെന്നില്ല. അപ്പൊ അയാളിൽ 50,000 60,000 80,000 ഉണ്ടെങ്കിൽ അയാൾ ആ റമദാൻ 13-ന് അയാൾ നിസാബ് പൂർത്തി അയാളായി. ആ റമദാൻ 13-ന് അയാളിൽ എത്ര പൈസയാണ് ഉള്ളത് അയാളെ കയ്യിൽ, അയാളെ ഡിപ്പോസിറ്റിൽ, അയാളെ ബാക്കിയുള്ളതിലൊക്കെ അതിന് ടോട്ടൽ ചെയ്തിട്ട് അതിന് സക്കാത്ത് കൊടുക്കണം. ഇതാണ് സക്കാത്തിന്റെ തർത്തീബ്. അപ്പൊ ഇങ്ങനെ കണക്കൂട്ടുമ്പോൾ മിക്കവാറും എല്ലാവരും എന്ത് ചെയ്യേണ്ടി വരും? സക്കാത്ത് കൊടുക്കേണ്ടി വരും. സക്കാത്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ ഈ സക്കാത്തിന്റെ ശരിക്കുള്ള പഠനം ആൾക്കാർ നടത്തില്ല. നടത്താത്തതിന്റെ കാരണം എന്താ പറഞ്ഞാൽ മേത്തിക്ക് അപ്പൊ കിട്ടിയ അറിവനുസരിച്ച് ഇങ്ങനെ പോവാന്ന് വിചാരിക്കും.
പിന്നെ പൈസ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി, സ്വർണത്തിന് കൊടുക്കണ്ട. അപ്പൊ നാളെ ഒരാളിനോട് വന്നിട്ട് ചോദിച്ചിട്ടുണ്ട്, മക്കളെ വിവാഹത്തിന് വേണ്ടി മൂപ്പര് കുറച്ച് ഗോൾഡ് സ്വരൂപിക്കുന്നുണ്ട്, അതിന് സക്കാത്ത് കൊടുക്കണോ, മക്കളെ കെട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, എനിക്ക് ആൺകുട്ടികളൊന്നും ഇല്ലാന്ന്. അതിന്റെ ഉസൂല, അതിന്റെ അടി, അതിന്റെ എന്തായാലും പറയും ഷെറഹ ചെയ്തത് എനിക്ക് ആൺകുട്ടികളില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഷാവി ആൺകുട്ടിന്റെ പെൺകുട്ടിന്റെ കയ്യിന്റെ കാലിന്റെ കണ്ണുണ്ടോ എന്നൊന്നും ഇസ്ലാമിലാവൊന്നും ചർച്ചയില്ല. എന്റെ കാശുണ്ടോ അത് കൊടുക്കുക. ഞമ്മക്ക് എന്താണ് അത് മനസ്സിലാവാത്തറിഞ്ഞ, സക്കാത്ത് കൊടുത്താൽ ആ സമ്പത്ത് സുരക്ഷിതാണ്, അത് ഉടുക്കും പോവില്ല. മാത്രമല്ല ആ സമ്പത്തിനെ സക്കാത്ത് എന്ത് ചെയ്യും? വർദ്ധിപ്പിക്കും. യംഹഖുല്ലാഹു റിബ വയുർബിസ് സദഖാത്ത്. പലിശ സമ്പത്തിനെ നശിപ്പിക്കും, സക്കാത്ത് സമ്പത്തിനെ, സദഖ സമ്പത്തിനെ വർദ്ധിപ്പിക്കും. സക്കാത്ത് കൊടുത്തോളിൻ, ഉറപ്പായിട്ട് സമ്പത്തിൽ വർധനവുണ്ടാവും. കൃത്യമായി കണക്ക് കൂട്ടി സക്കാത്ത് കൊടുക്കുന്ന ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട്. ഓരോട് നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ മതി, ഓർക്ക് എല്ലാ കൊല്ലും കൂടുതലുണ്ട്. എത്ര മാന്യവും എത്ര പ്രശ്നമാണെങ്കിലും ഓരോ സക്കാത്തിന്റെ അളവ് ആ കൊല്ലും കൂടിയിട്ടുണ്ടാവും. അത് അള്ളാന്റെ തെർത്തീബാണ്. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ആ സമയം കൂട്ടുമ്പോൾ ഓർക്ക് സക്കാത്ത് കൂടുതൽ കൊടുക്കാണ്ടാവും. അതുകൊണ്ട് സക്കാത്ത് കൊടുക്കലാണ് ബുദ്ധി എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയ എളുപ്പമായി. എന്നാൽ നമ്മളെ സമ്പത്ത് സുരക്ഷിത. ഇപ്പൊ ചില ആൾക്കാരൊക്കെ ഉണ്ട് ടാക്സ് കിട്ടുന്ന ആൾക്കാർ, ടാക്സ് കിട്ടുന്ന ആള് കൃത്യമായി ടാക്സ് കിട്ടുന്ന ആൾക്കാരുണ്ട്. ഭയങ്കര ടാക്സ് ആണ് ഇന്ത്യൻ ടാക്സ് ഒക്കെ, എന്നാലും കൃത്യമായിട്ട് കിട്ടുന്ന ആളുണ്ട്. എന്താ ഒരു പറയില്ല പറഞ്ഞാൽ മാഷാഅല്ലാഹ് സമാധാനമായിട്ട് നിൽക്കുക, പ്രശ്നമൊന്നുമില്ല, എന്ത് ഇടപാടും നടത്താം, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇതേപോലെ സക്കാത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ സമ്പത്ത് സുരക്ഷിതമാണ്, അതിനൊരു കുഴപ്പമുണ്ടാവില്ല. അപ്പം സമ്പത്ത് സ്വർണ്ണത്ത് വാങ്ങി മോളെ കെട്ടിക്കാൻ വേണ്ടി വാങ്ങിച്ചാണ്, ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം. പൈസ അട്ടിക്കച്ചാണെങ്കിൽ കൊടുക്കണം എന്ന് വെച്ചാൽ ആന്ന് പറയും, ഇതാവുമ്പോൾ കൊടുക്കണ്ട. പിന്നെ ചില ആൾക്കാരുടെ ഐഡിയപരമായി പറമ്പ് വാങ്ങിയിടും, സ്ഥലം വാങ്ങിയിട്ട് കഴിഞ്ഞാൽ പിന്നെ സക്കാത്ത് കൊടുക്കണ്ട. ഉസ്താദിനോട് ചോദിക്കാൻ തന്നെ സ്ഥലത്തിനൊക്കെ സക്കാത്ത് കൊടുക്കണമായിരിക്കും. അപ്പൊ ഈ സാധാ ഉസ്താമാരേക്കും പാവങ്ങളേക്കും അവർക്ക് വലിയ കൊണസ്റ്റ് ബുദ്ധിയൊന്നും ഉണ്ടാവില്ല. ഓലാ സാധാ കിതാബിലുണ്ടാവും എന്ത് അർദിന് സക്കാത്തില്ല, ഭൂമിക്ക് സക്കാത്തില്ല. ഓരോ ഭൂമിക്ക് സക്കാത്തില്ല. അപ്പൊ ഇയാൾക്കൊരു റാത്തായി, ഉസ്താദ് സത്യം പറഞ്ഞു ചെയ്ത്. അപ്പൊ ഇയാൾ ഇങ്ങനെ പോവാണ്. അയാൾക്ക് കിട്ടുന്ന പൈസ മുഴുവൻ അയാള് ഡിപ്പോസിറ്റ് ആക്കി എന്ത് വാങ്ങിയിട്ടാണ്? 1 കോടി രൂപന്റെ സ്ഥലം വാങ്ങിട്ടു. അയാൾക്ക് ഇനി സക്കാത്ത് കൊടുക്കണ്ടല്ലോ, സ്ഥലല്ലേ. നിങ്ങൾക്ക് മനസ്സിലായിണ്ടോ? ബൈ കച്ചവട ചരക്കിന് സക്കാത്ത് കൊടുക്കണം. അത് സ്ഥലമായാലും കൊടുക്കണം, തീപ്പെട്ടി ആയാലും കൊടുക്കണം, മെഴുകുതിരി ആയാലും കൊടുക്കണം. കച്ചവട ചരക്കാണെങ്കിൽ വണ്ടികൾ കുറെ വാങ്ങിയിട്ടുണ്ട് ഒരാൾ, വീടിനുപത് ഇന്നോവ ഉണ്ട്, സ്കോർപ്പിയോ ഉണ്ട്, അതിന്റെ ഇതിന്റെ ഒക്കെ ഉണ്ട്. അതിന്റെ കണക്കൂട്ടി ആയാലും സക്കാത്ത് കൊടുക്കണം. മനസ്സിലായില്ലേ? അതൊരു വണ്ടിക്ക് സക്കാത്ത് കൊടുക്കണം വെച്ചാൽ ഏത് ഉസ്താദും പറയൽ എന്താണ്, വണ്ടിക്ക് സക്കാത്ത് കൊടുക്കണ്ട. വണ്ടി ഏതാണ്? നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ്. അയാൾക്ക് 1 കോടി രൂപന്റെ വണ്ടി അങ്ങനെ അയാൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാഷാ അല്ലാഹ് അതിനാള് 1 കോടിക്കുള്ള 1 കോടിക്ക് എത്ര കൊടുക്കണ്ടേ? 2.5 ലക്ഷം രൂപ. അത് കൊടുക്കൊന്നും വേണ്ട, കാരണം അയാൾ ഉപയോഗിക്കുന്ന വണ്ടിയാണ്, അയാൾക്ക് ഉപയോഗിക്കാനുള്ളതാണ്. നേരെ മറിച്ച് അയാള് ഒരു അൾട്ടോ വാങ്ങിച്ചിരുന്നു. എന്ത് വാങ്ങിച്ചിരുന്നു? ഒരു അൾട്ടോ വാങ്ങിച്ചിരുന്നു. പിന്നെ അയാളെ കയ്യിൽ വേറെ ഒരു ഷിഫ്റ്റ് ഉണ്ട്. അങ്ങനെ 2-3 വണ്ടി ഉണ്ട്, സാധാ വണ്ടികൾ. 1 ലക്ഷം രൂപ 1.25 ലക്ഷം രൂപ 3 വണ്ടി ഉണ്ട്. അയാൾ സക്കാത്ത് കൊടുക്കും വേണം. എന്തിനാണ്? അയാൾ ഇത് വിൽക്കാൻ വേണ്ടി വാങ്ങിയതാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലാവുണ്ടാവൂലേ? അതുകൊണ്ട് ഭൂമി അതിന്റെ സക്കാത്ത് കൊടുക്കണം. വിൽക്കാൻ വേണ്ടി വാങ്ങിയ ഭൂമിയാണെങ്കിൽ, വിൽക്കാൻ വേണ്ടി വാങ്ങിയ ഭൂമിയാണെങ്കിൽ, അല്ല ഒരാളവിടെ എന്തെങ്കിലും കോട്ടയത്ത് കയറ്റണമെന്ന് വിചാരിച്ചു വാങ്ങിയതാണ് അയാൾ ആവശ്യത്തിന്, അല്ല അയാളുടെ വീടിനോട് ചേർന്നൊരു സ്ഥലമാണ്, ഒരു 10 സെന്റ് അവിടെ വിൽക്കുന്നുണ്ട്, അവിടെ വാങ്ങി ഇതിനോട് ചേർത്തതാണ്, പറമ്പാണ്, തെങ്ങാണ്, ഇല്ലേ മക്കൾക്കൊക്കെ പെരണ്ടാക്കണം എന്ന് വിചാരിച്ചു വാങ്ങിയാണ്, മാഷാ അല്ലാഹ് കുഴപ്പമൊന്നുമില്ല. വിൽക്കാനാണ് വാങ്ങിയതെങ്കിൽ, കച്ചവടച്ചരക്കായിട്ടാണ് വാങ്ങിയതെങ്കിൽ അതിനെ സക്കാത്ത്. അത് 10 കൊല്ലം വിൽക്കാതെക്കാണെങ്കിലും അതിന്റെ സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ മുസീബത്താണെന്നൊന്നും വിചാരിക്കേണ്ട. ആ ഭൂമി അവിടെ തന്നെ ഉണ്ടാവും, നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും, അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവും. എന്റെ ഒരു ഫ്രണ്ട് ഏകദേശം 20 കൊല്ലം സക്കാത്ത് കൊടുത്തൊരു ഭൂമി ഇപ്പൊ അടുത്ത സമയത്ത് വിറ്റു. 20 കൊല്ലം. അപ്പൊ അതിന്റെ ലാഭം ആകെ കുറച്ചേ ഉള്ളൂ. അതിനേക്കാൾ കൂടുതലോ എന്ത് കൊടുത്തിട്ടുണ്ട്? സക്കാത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കണക്കൊക്കെ അങ്ങനെ കൊണ്ടി. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, ഇത് ഇതിനേക്കാളും അടി പോയിട്ട് ഒറ്റ പോകേണ്ട അവസ്ഥ ഉണ്ടാവും. അള്ളാഹു താല ഇതിനെ നിർത്തി. ഇതല്ലാതെ വേറെ എനിക്ക് എന്തെങ്കിലും അള്ളാഹു തന്നു ചോദിച്ചു. പറഞ്ഞു ഒരുപാട് തന്നതിനായിരുന്നു, എന്നാ അയിമക്കട് വെച്ചാൽ മതിയായിരുന്നു. സക്കാത്ത് കൊടുക്കണോണ്ട് ഈ ഭൂമി അല്ലെങ്കിൽ വേറെ വൈക്കൂടെ അവൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്.
ഈ ഭൂമി കൂടെ തന്നെ തരണമൊന്നുമില്ല, ഇജ്ജ് കൊടുത്താൽ മതി. കൊടുക്കണതിന്റെ ഒക്കെ കണക്ക് ഒരു കമ്പനിക്കല്ല ഇതൊക്കെ ഫുൾ ടാക്സ് പോണത്. അവിടുന്ന് തന്നെ ഇതിന് പാസ്സാക്കലുണ്ടാകുക. അതുകൊണ്ട് സക്കാത്ത് സന്തോഷത്തോട് കൊടുക്കി. സക്കാത്ത് കുറെ കൊടുക്കുന്ന ആളാവണം. സക്കാത്ത് വാങ്ങുന്ന ആളല്ല അഭിമാനി. സക്കാത്ത് കൊടുക്കണം, അതിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. സക്കാത്ത് കൊടുക്കണം. അതുകൊണ്ട് സക്കാത്തിന്റെ കണക്ക് നോക്കി കൊടുക്കണം, കൃത്യമായി കണക്ക് നോക്കണം. അപ്പോൾ ഓരോ ഭൂമി അത് അതിന്റെ വില, അതിന്റെ അവസ്ഥ. ഇപ്പത്തെ എന്താണോ വില, വിൽപ്പനന്റെ വിലയാണ് കൂട്ടേണ്ടത്, വാങ്ങിയ വില അല്ലട്ടോ. 3000 റുപ്യക്ക് ഭൂമി വാങ്ങി ഇപ്പാടെ 2 ലക്ഷം റുപ്യ സെന്റിന് പഴയ 3000 ഹോട്ടലിൽ നടക്കൂല. ഇപ്പം അവിടെ ഭൂമിക്ക് എന്താ വില, അത് 2 ലക്ഷത്തിനാണ് വാങ്ങിയത്, ഇപ്പാടെ 1.50 കിട്ടുള്ളെങ്കിൽ ഇത്ര കൂട്ടിയാൽ മതി. 2 ലക്ഷത്തിന് കൂട്ടി ബുദ്ധിമുട്ടൊന്നാണ്ട 1.50 കൂട്ടിയാൽ മതി. മനസ്സിലായില്ലേ? അതുകൊണ്ട് കൃത്യമായി കണക്ക് കൂട്ടിയിട്ട് സക്കാത്ത് കൊടുക്കണം. ഇതേമാതിരി ഓരോ സംഗതികളിലുണ്ടാവും. അഡ്വാൻസ് ഉണ്ടാവും കടയിൽ കൊടുത്തേ. ചില ആൾക്കാരുടെ വാടക കുറച്ചിട്ടാൻ വേണ്ടി അഡ്വാൻസ് കൂട്ടും, 25 ലക്ഷം റുപ്യക്കാക്കും. ആ 25 ലക്ഷം റുപ്യക്ക് എല്ലാ കൊല്ലം എന്ത് കൊടുക്കണം? സക്കാത്ത് കൊടുക്കണം. എന്റെ ഡിപ്പോസിറ്റ് ആണല്ലേ, ഓർമ്മ ചോദിക്കൂലേ? അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇനിയിപ്പോ എന്തിനാ കൊടുക്കാനില്ലാത്തതെന്ന്. ചെങ്ങൈമരങ്ങൾ വരുമ്പോ കൊണ്ടുവന്നൊന്നല്ലല്ലോ. വരുമ്പോ കാലിന്റെ അടിയിൽ വെച്ചിട്ട് സ്റ്റാപ്ലറൊക്കെ ചുറ്റിട്ട് ഇങ്ങോട്ട് വന്നൊന്നല്ലല്ലോ, വെറും കൈയോടെ വന്നല്ലേ. തന്നതൊക്കെ ആരാണ്? അള്ളാഹുവാണ്. അത് ഇത് മുഴുവൻ കൊടുക്കാനെന്ന് പകുതി കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആരാന്താ ചോദിക്കാനുള്ളത്? ഒരാളെ 10 സെന്റ് 5 സെന്റ് ഓരോ കൊല്ലം സക്കാത്ത് കൊടുക്കണം. അപ്പോൾ ഈ കൊല്ലം 5 സെന്റ് കൊടുത്തു, അടുത്തെല്ലാം 5 സെന്റാ ബാക്കിയില്ല, അതിന്റെ 2.5 പിന്നെയും കൊടുത്തു. അങ്ങനെ നിയമം വെച്ചാൽ എന്താ കാട്ടുക? ആർക്കൊന്നും പറയാനൊന്നുമില്ല. പക്ഷെ അള്ളാഹു ഭയങ്കര ആളാണ്, അള്ളാഹു ഭയങ്കര കരുണുള്ളവനാണ്. അവനെന്താണ് പറഞ്ഞാൽ സക്കാത്ത് എന്ന പദം തന്നെ ക്ലീൻ ചെയ്യാന്നാണ്. ഖദ് അഫ്ലഹ മൻ തസക്ക, ഖദ് അഫ്ലഹ മൻ സക്കാഹ എന്നൊക്കെ പറയുന്നത്. സക്ക എന്ന് പറഞ്ഞാൽ പ്യൂർ, ക്ലിയർ ആക്കുക, അഴുക്കൊക്കെ കളയാ. നിബിധങ്ങൾ സാധനങ്ങൾ പറഞ്ഞു എനിക്കും എന്റെ കുടുംബത്തിനും സക്കാത്ത് പറ്റൂല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തങ്ങന്മാർക്കൊന്നും സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല. മനസ്സിലായില്ല? തങ്ങൾക്കല്ല കൂലി കൂടുതൽ കിട്ടുന്നൊന്നും വിചാരിച്ചിട്ട് കൊടുക്കാൻ നിൽക്കണ്ട. അതുകൊണ്ട് തങ്ങന്മാർക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല. കാരണം തങ്ങന്മാര് അഹ്ലുബൈത്താണ്. അഹ്ലുബൈത്താണെങ്കിൽ ഓൾക്ക് കൊടുക്കാൻ പറ്റില്ല. നിബിധങ്ങൾ സാഹസങ്ങൾ പറഞ്ഞു. രണ്ടാളൊന്നും ഓരോടന്നെ ചോദിച്ചാൽ മതി നിങ്ങൾ ഏതാണെന്ന്. നിബിധങ്ങൾ സാഹസം തങ്ങൾ പറഞ്ഞു എനിക്കും എന്റെ കുടുംബത്തിന് സക്കാത്ത് പറ്റില്ല. ഈ ജനങ്ങളുടെ സമ്പത്തിന്റെ അഴുക്കാണ്, അതൊന്നും തിന്നന്റെ ആളല്ല ഞങ്ങളെന്ന്. കറക്റ്റ്. അഹ്ലുബൈത്തിന് ഒരു സാധനം പറ്റില്ല, പിന്നെ ഞമ്മക്കും നിങ്ങൾ പറയാത്ത് ഞമ്മക്കും നല്ലതൊന്നും അല്ല. അതുകൊണ്ട് കൈനോടത്തോളം സക്കാത്ത് വാങ്ങാതക്കലാണ് ബുദ്ധി. സക്കാത്ത് കൊടുക്കുക. ആളുകൾ ഇന്ന് എവിടെ എത്തിയെന്നറിയാം നിങ്ങൾക്ക്? അതൊക്കെ ഞങ്ങളോട് തുറന്ന് പറഞ്ഞ എന്താണ് പറഞ്ഞാൽ നിങ്ങളും ഞാനൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പ്രഭാഷണമായിട്ട് കൂട്ടരുത്. സക്കാത്തൊന്നും വലുതരാൻ പറ്റില്ല, സക്കാത്ത് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. ആൾക്കാര് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ വലിയ പരിപാടിയൊക്കെ ഉണ്ടാവും. ഒരു പരിപാടിക്ക് പോകില്ല, നല്ല ആരോഗ്യമുള്ള 25, 28, 30 വയസ്സുള്ള ആൾക്കാർ ഒരു കാര്യം പരിപാടിക്കൊന്നും പോകില്ല. എന്നിട്ട് എന്താ കാരണം അവിടെയും ഇവിടെ ഒക്കെ കടാക്കിണ്ടാവും. എന്നിട്ട് ഒരു കടക്കാരന്റെ മാതിരി ഇങ്ങനെ നടക്കും. അപ്പൊ റമദാൻ വരുമ്പം കുറെ ആൾക്കാരുണ്ടാവും. എന്താ കാരണം പാവം നിസ്കരിക്കാൻ വരുന്ന ആളാണ്, കടക്കാരനാണ്, ഓനക്ക് സക്കാത്ത് കൊടുക്കാറ്. അങ്ങനെ ഓന്റെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കണതന്നെ എന്തുകൊണ്ടാണ്? വർഷാവസാനാകുമ്പോൾ വീടി പോവും. റമദാൻ വരുമ്പോ ഓൻ കടം വാങ്ങൽ തന്നെ റമദാൻ ടു റമദാനാണ്. മനസ്സിലായില്ലേ? അത് സക്കാത്തിന്റെ ഫണ്ട് വരും, അയിമന്നട തീർക്കും. പിന്നെ അടുത്തുള്ള വരെ ഒരു പരിപാടിയില്ല, അങ്ങനെ റാറ്റായിട്ട് വിലസടിച്ച് ഇങ്ങനെ ജീവിക്കാറ്. അതുവരെയുള്ള റോളിംഗ് ആണ്. എന്താവശ്യമുള്ളത്? കബീബിനെ ഈ സക്കാത്ത് അത് കഴിഞ്ഞ് വാങ്ങാൻ നിർദ്ദംഗ സാധനങ്ങൾ പറയണേ എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ട, എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ട. ഈ ജനങ്ങളുടെ സമ്പത്തിന്റെ അഴുക്കാണ്. അതുകൊണ്ട് കഴിയുന്നതും സക്കാത്ത് കൊടുക്കാനുള്ള ശ്രമം നടത്തുക. ഇനി ആരെങ്കിലും ഒരാൾ സക്കാത്ത് അർഹനായി അയാൾ വാങ്ങുകയാണെങ്കിൽ അയാളെ നമ്മൾ ബഹുമാനിക്കണം. അയാൾ നമ്മളെ എന്താ പറയാത്തങ്ങള് അയാളെ ബഹുമാനി. നമ്മൾ സക്കാത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കാണുമ്പോൾ തുണി കഴിച്ചിട്ടില്ല, അതിന് പിറ്റത്തല്ല സക്കാത്ത് ഉണ്ടാവില്ല. ആ മടക്കത്തൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ സക്കാത്തില്ല. ഓനൊക്കെ എന്റെ ദമ്മൈ, ഓനൊക്കെ കഴിഞ്ഞല്ലേ സക്കാത്ത് എടുത്ത അപ്പൊക്കെ അവന്റെ ദമ്മ. ആളുകൾ ഈനൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നത് സക്കാത്ത്. പിന്നെ ഒരാള് ഒരു വീട്ടിൽ കുപ്പി കഷ്ണമൊക്കെ എന്താ ചെയ്യുന്നത്, ഗ്ലാസ് കുറെ കൂട്ടി കുപ്പി കഷ്ണം ഉണ്ട്. ഒരാൾ പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇട്ടാ കുട്ടികളൊക്കെ കാലത്ത് ഞാൻ കൊണ്ടുപോയി ഇടങ്ങി കളഞ്ഞോളാന്ന് പറഞ്ഞാൽ അയാളോട് നമുക്ക് എന്താ തോന്നുക? അയാൾ പിന്നെ നമ്മളെ കാണുമ്പോൾ എന്താകണം?
തുണിയൊക്കെ മടക്കു തേച്ചിട്ടുണ്ടെന്ന് പറയോ? സത്യത്തിൽ അയാളെ കാണുമ്പോൾ നമ്മൾ മടക്കു തേച്ചിട്ടുണ്ട്. കാരണം നമ്മളെ വീട്ടിൽ കുപ്പി കഷ്ണവും ചണ്ടിയും ചപ്പു ചവറൊക്കെ ഇടയും കൊണ്ട് ഒഴിവാക്കി തന്ന നല്ലൊരു മനുഷ്യനാണെന്ന് വിചാരിക്കണ്ടേ. അതന്നെയാണ് നമ്മൾ ഈ സക്കാത്ത് വാങ്ങുന്ന ആളോട് വിചാരിക്കേണ്ടത്. പക്ഷെ നമ്മളെന്താ വിചാരിക്കണം, ഓണ്ടൊക്കെ ദമ്മേ, ഓനൊക്കെ നമ്മൾ കഴിഞ്ഞാൽ സക്കാത്ത് കൊടുത്ത് അവൻ്റെ പെര അങ്ങോട്ടാക്കി കൊടുത്ത് ഓനക്കപ്പം വലിയ ദമ്മായിട്ട് തന്നെ കണ്ടോ എന്നൊക്കെ ചോദിക്കും. ഭൈ ഇവന്റെ അഴുക്കാണിത്. ഒരാളൊരു തെങ്ങിന്റെ ചുട്ടിൽ മൂത്ര വെച്ചു, മനസ്സിലായില്ലേ? ഒരു മരത്തിന്റെ ചുട്ടിൽ, തെങ്ങ് ഒരു മരത്തിന്റെ ചുട്ടിൽ മൂത്ര വെച്ചു. എന്നിട്ട് ആ തെങ്ങിന്റെ ആ തോട്ടത്തിന് ഓർമ്മ കൊണ്ടിട്ട് ഒരു 5 ഉറുപ്പിക ഞാൻ ഇതിൽ വെള്ളം ഒഴിച്ചെന്ന്. സത്യത്തിൽ അവിടെ മൂത്ര വെച്ചതിന് ഇപ്പം കൊടുക്കണം പൈസ. കാരണം ഇവന്റെ അഴുക്ക് അതിന്റെ ചുട്ടിൽ ഇട്ടതാണ്. ഇതേപോലെയാണ് സക്കാത്ത്. വാങ്ങിയ ആളോട് നമുക്ക് സ്നേഹം ഉണ്ടാണ്ടേ, മാഷല്ലാ ഇവൻ വാങ്ങാണ്ടായോണ്ട് ഞാൻ കഴിച്ചില്ല, ഇല്ലെങ്കിൽ ഇത് വെച്ച് നടക്കണ്ടേ നമ്മള്. അതുകൊണ്ട് സക്കാത്ത് വാങ്ങണോനല്ല നിസാരൻ, അർഹനായിട്ട് വാങ്ങുന്ന ആള്. അതുകൊണ്ട് സക്കാത്ത് അത് കൃത്യമായി കണക്ക് കൂട്ടിയിട്ട് കൊടുക്കണം. എനിക്ക് നിങ്ങളോടുള്ള ഒരു അപേക്ഷ ഇത് ഞാൻ പറയാണ്, നിങ്ങളെല്ലാവരും അത് നിങ്ങൾ പൈസ ഇല്ല ഇനി ഒന്നുമില്ല എന്ന് പറഞ്ഞാലും നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ പറ്റിയ ഒരു ആലിമിനോട് നിങ്ങൾ പോയി ചോദിക്കണം. എന്റേതാ സമ്പാദ്യത്തിന്റെ വരവ് ഇങ്ങനെയാണ്, എന്റെ ചെലവിന്റെ രീതി ഇതാണ്, ഞാൻ എന്തെങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, ഫുള്ള് പറഞ്ഞിട്ട് അയാളോടൊരു കണക്കൊക്കെ നോക്കിച്ചിട്ട് അതിനൊരു തർത്തീബ് ഉണ്ടാക്കണം. അങ്ങനെ ചെയ്താൽ ഉറപ്പായിട്ടും നമുക്ക് ചിലപ്പോൾ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടാവും. ഇനി അഥവാ സക്കാത്ത് ഇല്ലെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് നിൽക്കുകയും ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഒരു ആലിമിനെ സമീപിക്കും ഇൻഷാ അല്ലാഹ്. സമീപിച്ച അയാളുടെ അയാളെ കണക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് സക്കാത്തിന്റെ കണക്കുണ്ടാകും. സക്കാത്ത് റമദാനിൽ തന്നെ കൊടുക്കണം, അത് കൂലിട്ടും എന്ന ആളുകൾ തെറ്റിദ്ധരിക്കണം. മനസ്സിലായില്ല? ചില ആളുടെ സക്കാത്ത് വെൽപ്പിച്ച എവിടേക്ക്, റമദാനിലേക്ക്, എന്നാലും ഒന്നിനെ 7 ഇരട്ടി കിട്ടല്ലോ. എങ്ങനെയുണ്ട്? ഒരാളോട് പറഞ്ഞു റജബ് 15-ാം തീയതി എനിക്ക് ഞാൻ എന്റെ പൈസ തരേണ്ടതാണ്, കടം കൊടുത്തതാണ്. എന്തെടുത്താണ്? കാരണം ഞാൻ ഒരാൾക്ക് 1 ലക്ഷം രൂപ കടം കൊടുത്തു, എന്നാ തിരച്ച് റജബിൽ തരാന്. റജബ് എപ്പോഴും റജബ് 15-ന് തരാന്. ഓക്കെ മാഷാ അല്ലാഹ് ആയിക്കോട്ടെ. അങ്ങനെ റജബെത്തി ഓന്റെ പൈസ ഉണ്ട്. പക്ഷെ ഓൻ എന്താക്കി, ഓൻ തന്നില്ല. ഓൻ പറഞ്ഞു ഞാൻ അങ്ങനെ വേറെ പ്രശ്നമുണ്ട്, ഞാൻ ഇൻഷാ അല്ലാഹ് നോക്കട്ടെ, ഷാബാനിൽ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഷാബാനിലെത്തി, ഷാബാൻ ഇങ്ങനെ മുട്ടിച്ച് അങ്ങനെ റമദാൻ 2 മുപ്പര് പൈസ ഉണ്ടെന്ന് തന്നെ. അപ്പൊ ഞാൻ ചോദിച്ചു എന്തേന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ അല്ല എന്റെ റജബ് 15-ന് തന്നെ എന്റെ പൈസ ഉണ്ടായി, പക്ഷെ റമദാനില് തന്നാല് കൂലി കൂടുതൽ ഉണ്ടാവൂലേ? എങ്ങനെയുണ്ട്? ഉണ്ടാവോ? നിങ്ങൾ പറയും. കൂലിയല്ല കിട്ടുക, അടിയാണ് കിട്ടുക. കാരണം 2 മാസം എന്റെ എന്താക്കീന്, ഇവൻ ആവശ്യക്കാരനായി നിൽക്കുക, ഡീലാക്കിയതിന് പണിട്ടും എനിക്ക്. ഇതന്നെയാണ് സക്കാത്ത് ഡീലാക്കിയാലും. കാരണം ഫക്കീർ മിസ്കീൻ എപ്പോഴും ആവശ്യക്കാരനാണ്. എന്നിട്ട് നമ്മൾ കൂലി കൂടുതൽ കിട്ടാൻ വേണ്ടി എല്ലാവരും ഒരാൾ 100 നിസ്കരിച്ചില്ല, 10 നിസ്കരിച്ചില്ല, ഓഫീസിലുണ്ടായാലും അയാൾ തന്നെ റമദാന് കള്ളാ കിട്ടാണ്. അങ്ങനെ ഉണ്ടാവും. നമുക്ക് ഒരു ഫർളിന് ഇത്ര പറയുവായി, ഒരു ഫർള് 7 ഫർളിന്റെ കൂലി, റമദാൻ നന്നായിട്ട് കള്ളാ കിട്ടാൻ തീരുമാനിച്ചാൽ നടക്കുവോ? നിങ്ങൾ പറയും. ഇതേപോലെ തന്നെയാണ് സക്കാത്തും. എന്തിനാ സക്കാത്ത് റമദാനിൽ വെക്കുന്നത്? ഷാബാനിൽ കച്ചവടം തുടങ്ങിയവൻ എന്തിനാ റമദാനിൽ സക്കാത്ത് വെക്കുന്നത്? ഇത് ഫർളാണ്, അത് അതിന്റെ സമയത്ത് കൊടുക്കണം. സക്കാത്ത് മറ്റുള്ളവരുടെ ഓഹരിയാണ്. 1 ലക്ഷം ഉണ്ടെങ്കിൽ 2500 രൂപ അയാളുടെ അല്ല, അത് വേറെ ഫക്കീർ മിസ്കീന് ഈ പറഞ്ഞ ആൾക്കാരുടെ 8 വിഭാഗം ആൾക്കാരുതാണ് ആ പൈസ 2500. അത് വെച്ചിട്ട് 1 ലക്ഷം വെച്ച് പിന്നെയും കച്ചവടം ചെയ്തു. അങ്ങനെ അതിനായിട്ട് 2 ലക്ഷം ഉൾപ്പെട്ടി. സത്യത്തിൽ ഈ 2500-ന്റെ 1% ഉണ്ടാവുമല്ലോ ആ 2 ലക്ഷത്തിൽ, അത് ഈ പാവങ്ങളുടെയാണ്. നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവൂല ചിലപ്പം. മനസ്സിലായോ? ഒരാള് ഇപ്പൊ ഒരു CR-ന്റെ 1 കോടി ഉറുപ്പുണ്ട്, അങ്ങനെ പറഞ്ഞാലേ നിങ്ങൾക്ക് വേഗം മനസ്സിലാവുള്ളൂ. 1 കോടി ഉറുപ്പ. അപ്പൊ അതിനെത്ര സക്കാത്ത് കൊടുക്കണം? 2.5 ലക്ഷം രൂപ സക്കാത്ത് കൊടുക്കണം. അങ്ങനെ ഈ അയാളെ സമയമായി റമദാൻ 13-ന് അയാളുടെ 1 കോടിന്റെ സക്കാത്ത് കൊടുക്കണം, 2.5 ലക്ഷം രൂപ. പക്ഷെ അയാളൊരു ബിൽഡിംഗ് വെച്ച് ഇങ്ങനെ ഒരു കച്ചവടം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അയാൾ എന്ത് ചെയ്തു പറഞ്ഞാൽ ഈ ഒരു CR എന്ത് ചെയ്തു, അവിടെ കൊടുത്തു. പിന്നെ അതിൽക്ക് ഒരു 50 കോടി ഉണ്ടാക്കണം, ആ കൂടി ഉണ്ടാക്കി അയാൾ അവിടെ കൊടുത്തു. അങ്ങനെ പിറ്റത്തെ കൊല്ലം അയാൾ അത് വിറ്റപ്പോ 3 CR-നാണ് വിറ്റത്. അപ്പം അതിൽ ഈ 2.5 ലക്ഷം ഉറുപ്പ്യ എന്ന് പറഞ്ഞത് ഇവന്റെ പൈസ അല്ല. ആരുടെ പൈസയാണ്? ഫക്കീർ മിസ്കിന്റെ പൈസയാണ്. അതുകൊണ്ട് തന്നെ ഈ 1 കോടിയിൽ ഓനക്ക് ലാഭം കിട്ടുമ്പോൾ 2.5 ലക്ഷത്തിന് ഒരു ലാഭം ഉണ്ടാവുമല്ലോ.
ആ ലാഭം ഈ ഫക്കീർ മിസ്കീന്മാരതാണ്. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് മാ ഖാലസതി സദഖതു മാലുൻ ഖത്തു ഇല്ല അഹ്ലക്തുഹു. സദഖയുടെ സകാത്തിന്റെ സമ്പത്ത് ഏതെങ്കിലും ഒരു മുതലിനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ആ സമ്പത്തിനെ അത് നശിപ്പിക്കുന്നു പറഞ്ഞത് അതാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടുണ്ടാവും ഇപ്പം. എന്ന് വെച്ചാൽ സകാത്ത് അതിന്റെ കൃത്യസമയമാകുമ്പം എന്ത് ചെയ്തേക്കുക, മാറ്റിവെക്കുക, കൊടുക്കുക. സക്കാത്ത് കൊടുക്കേണ്ട ഒരാളുണ്ട്, നമ്മളെ ഇളയമുണ്ട്, ഒരു വയനാട്ട് പോയതാണ്, ഓലെ വെയിറ്റ് ചെയ്യുക, അത് പ്രശ്നമല്ല, അത് റബ്ബർ ബാൻഡ് ഇട്ട് മാറ്റി വെക്കുക, ഞമ്മക്ക് ഉപയോഗിക്കാനുള്ളതല്ല. മനസ്സിലായിണ്ടോ ഭായി? അതുകൊണ്ട് സക്കാത്ത് ഇത്ര കൃത്യമായി കൊടുക്കണം. സക്കാത്ത് കൊടുത്താൽ ഉമ്മത്തിൽ ദരിദ്രന്മാരും മിസ്കിന്മാരും ഉണ്ടാവില്ല. അതിനനുസരിച്ചുള്ള തർത്തീബാണ് അള്ളാഹു സമ്പത്ത് മൊത്തത്തിൽ കൊടുക്കുന്നത്. അത് അതിന്റെ ആൾക്കാർ കൊടുക്കൂല. ഇന്നലെ ഒരു 3-4 ദിവസം മുമ്പ് ഒരാൾ വിളിച്ചു, ഇങ്ങനെ സ്വർണത്തിന്റെ സക്കാത്തേക്ക് വേണ്ടി വെറുതെ വിളിച്ചാൽ, എനിക്കറിയുന്ന അവിടെ ഒരു ആളാണ്, എനിക്കാളറിയില്ല. അയാളിങ്ങനെ വിളിച്ച് വർത്താനൊക്കെ പറഞ്ഞു. അയാൾ പറഞ്ഞു എന്റെ സ്വർണം ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ വേറെ കാര്യം പറഞ്ഞു, ഞാൻ സ്വർണത്തിന്റെ ഇത് നടത്തുന്ന ആളാണ്. അപ്പൊ അയാളെ കിലോ കണക്കിന് സ്വർണ്ണം ഉണ്ടാവും, അയാൾ കച്ചവടക്കാരനാണ് സ്വർണത്തിന്റെ. അപ്പൊ ഞാൻ എങ്ങനെ പച്ചക്കറിക്കാരനും കൊടുക്കണമായിരി, പലചരക്കാരും കൊടുക്കണമായിരി, ടെക്സ്റ്റൈൽസുകാരൻ കൊടുക്കണമായിരി, ഒലക്ക പോലത്തെ അളന്ന് പിടിച്ച് അതിന്റെ കണക്ക് കൊടുക്കാം. ഫാൻസിക്കാരൻ വരെ സക്കാത്ത് കൊടുക്കുന്നുണ്ട്. ഫാൻസിക്കാരൻ സക്കാത്ത് കൊടുക്കുന്ന കാര്യങ്ങൾ ഒറ്റക്കൊന്ന് ആലോചിക്കുന്നുണ്ട്. അവർ 4 ഫാൻസി എടുത്താൽ അതിന്റെ ബില്ലുണ്ടാക്കാൻ തന്നെ ഇടങ്ങേറ് കുറയുണ്ട്. കാരണം ചെറിയ മുട്ട്, കത്ത്, ചട്ട് കുറെ സാധനങ്ങളാണ്. അത് കട അടച്ചിട്ടിരുന്നിട്ട് എണ്ണ എടുത്തിട്ട് സക്കാത്ത് കൊടുക്കുന്ന ആളുണ്ട്, എനിക്കറിയുന്ന ആള്. അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. സക്കാത്തിന് വേണ്ടി കട അടച്ചാൽ അതിന് പ്രത്യേക ഓഫർ ഉണ്ടാവും. എന്ന് വെച്ചാൽ നിസ്കാരത്തിന് വേണ്ടി ഒരാൾ ഉളു എടുക്കാൻ അയാൾക്ക് പ്രതിഫലം ഉള്ളതുപോലെ കണക്കെടുക്കാൻ വേണ്ടി കട അടച്ചാലും അവനക്ക് പ്രതിഫലം ഉണ്ടാവും. ഇനി ഓൻ ഇബാദത്തിലാണുള്ളത്. ഓൻ എന്തിലുള്ളത്? ഓൻ ഇബാദത്തിലുള്ളത്. കാരണം സക്കാത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കണക്കെടുക്കുന്നത്. അതുകൊണ്ട് കൃത്യമായി കണക്കെടുത്തിട്ട് കൊടുത്തു നോക്കി. കച്ചവടം അള്ളാഹു നിലനിർത്തും, വർദ്ധിപ്പിക്കും. ഇന്ന് ഫുള്ള് കച്ച കവട ആയതുകൊണ്ടാണ് ഇങ്ങനെ ബോർഡ് മാറുകയാണ്. ഇന്നൊരുത്തന്റെ ബോർഡ്, നാളെ വേറൊരുത്തന്റെ ബോർഡ്, അങ്ങനെ ബോർഡ് മാറുക. എല്ലാവരും തുടങ്ങുന്നുണ്ട്. വലിയ പൊട്ടലൊട്ട, പറമ്പ് വെക്കുക, അതൊക്കെ നടക്കുകയാണ്. എന്തിന്? സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കില്ല. സക്കാത്ത് കൊടുത്തില്ല പിന്നെ ആ സമ്പത്തിന്റെ കാര്യം കഴിഞ്ഞ കഥ. പാവങ്ങളുടെ സമ്പത്തും കൂടെ അതിൽ കുടിച്ചേർത്ത സമ്പത്ത് പോലെ ഇതിലേക്ക് വന്ന് ചേർന്ന് കിടക്കുകയാണ്. അതുകൊണ്ട് കൃത്യമായി ഞാൻ അവരോട് പറഞ്ഞു, ഫുള്ള് നിങ്ങളെ ഗോൾഡിന്റെ ഫുള്ള് സ്റ്റോക്ക് എടുത്തിട്ട് സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് സന്തോഷം, അത് എടുത്തു വരാൻ കാരണം അയാൾ ഭയങ്കര സന്തോഷത്തോടെ പറഞ്ഞു, അത് എനിക്ക് അന്ന് ഉസ്താദിന്റെ ക്ലാസ് നിന്ന് മനസ്സിലായി, ഒന്നും കൂടി ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്തായാലും ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. നിങ്ങൾ ആലോചിച്ചൊക്കെ ഇവിടുത്തെ ജ്വല്ലറിക്കാരെല്ലാരും കൂടി അങ്ങനെ അത് കൊടുക്കാൻ നിന്നാൽ എങ്ങനെ ഉണ്ടാവുന്നു? അപ്പൊ ജ്വല്ലറിക്കാരറിയും നമ്മൾ കൂട്ടിപ്പോയിണ്ടാവുന്നു. കാരണം നമുക്ക് അത്ര ലാഭം കിട്ടില്ല, ഇവിടെ അങ്ങനത്തെ ടാക്സാണ്. എങ്ങനെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ കച്ചവടം ചെയ്യുന്നതാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ലാഭം ഒരാൾ തരികയാണ്, അതാരാണ്? നിങ്ങൾ അളവ് തൂക്കം നടത്തുമ്പോൾ കച്ചവടത്തിന്റെ നിയമത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അളവ് തൂക്കം. വൈലുല്ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇസ്താലു അലന്നാസി യസ്തൗഫൂൻ വൈദാ ഖാലൂഹും അവ്വസനുഹും യുഖ്സിറൂൻ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങൾ ആളുകളോട് അളന്ന് വാങ്ങുകയാണെങ്കിൽ എന്ത് വാങ്ങണം? അത് കൃത്യമായി വാങ്ങും. ഒന്ന് ചിലപ്പം എന്ത് പറയാറുണ്ടാൽ ഈ കച്ചവടം കണ്ടല്ലോ, കൊപ്ര കച്ചവടം, കൊപ്ര പാണ്ഡ്യാലുണ്ടായിരുന്നു കോഴിക്കോട്ടുകാരില്ലെങ്കിൽ ഞാൻ പറയാം. കൊപ്ര പാണ്ഡ്യാലുണ്ടായിരുന്നു. അവിടെ കൊപ്ര ബസാർ ഇപ്പോഴും ഉണ്ടല്ലോ, കൊപ്ര ബസാർ. പക്ഷെ ഇപ്പൊ കൊപ്ര ബസാർ പേരേയുള്ളൂ, ഫുള്ള് സ്റ്റീലാണ് അവിടെ ഉള്ളത്. കോണിന്റെ പിടി, മറ്റേത് മറിച്ചത് ഫുള്ള് സ്റ്റീലാണ്. പാണ്ഡ്യാലകളൊക്കെ സ്റ്റീല്, അങ്ങനത്തെ കുറെ സാധനങ്ങളാണ്. കൊപ്രല്ല. കൊപ്ര ബസാർ ഉണ്ടായിരുന്നു അന്ന്. ഇവിടുത്തെ കൊപ്ര പോലെ അവിടെ ആയിരുന്നു. പക്ഷെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ കൊപ്രന്റെ ആള് തൂക്കുമ്പം അതിന് പച്ചത്രണ്ട് ഉണക്കായില്ല എന്ന് പറഞ്ഞിട്ട് ചെരിഞ്ഞതിന് ശേഷം പറയും എന്ത് ഉണക്കക്കുറവ് ഇത്ര എന്ന് പറഞ്ഞിട്ട് പറ്റിക്കാൻ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വിട്ടുള്ളിയായിരുന്നു, ഫുള്ളെടുത്തിച്ചു കൊണ്ടിരുന്നു. വാപ്പാരൊക്കെ മാന്യമായി നടത്തിയ നിലന്നു, മക്കളൊക്കെ ബുദ്ധിമാന്മാരായി, MBA ഒക്കെ കഴിഞ്ഞു. MBA എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? MBA പറഞ്ഞാൽ എന്താ? നമ്മളൊരു MBA പറഞ്ഞാൽ ഭയങ്കര എന്താ സംഭവമാണ്. എങ്ങനെ ആളെ ബുദ്ധിനെ ക്രോസ് ചെയ്യാൻ പറ്റുന്ന മാത്രം എന്ത് ചെയ്യാം, അതിന്റെ പേര് MBA ആണ്. നിങ്ങൾ ഈ ടെലിഫോണിന്റെ കാർഡിനൊക്കെ ഒരു സിസ്റ്റം ഉണ്ടാവും. പൈപ്പ് വാങ്ങണ്ടോ എനിക്കറിയില്ല. പഴയ കാലത്തൊക്കെ 150 മിനിറ്റ് ഫ്രീ, ഇത്ര റുപ്യ എന്നൊക്കെ പറയും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്കൂട്ടി ഒക്കെ എന്തായിക്കും, ഒക്കെ ബറാബറിക്കും. അത് ആളെ പൊട്ടീസാക്കാൻ. അതിന്റെ പേരാണ് MBA എന്ന് പറഞ്ഞത്. MBA കാരനോട് ചൂടാണ്ട.
നിങ്ങൾ ദീനും കൂടി പഠിച്ചാൽ എളുപ്പമായി. അപ്പൊ മക്കളൊക്കെ MBA കാരാകുമ്പോൾ ഇയാളെ പറ്റിക്കാനുള്ള എല്ലാ ബോളും പഠിക്കും. അങ്ങനെ കച്ചവടം പൊട്ടിപ്പോയി. ലോകത്തിൽ വലിയ മരവ്യാപാരം നടന്ന സ്ഥലമായിരുന്നു എവിടെ എവിടെ അപ്പൊ ബുക്കിലുണ്ട് മാഷായി. പഴയ കാലത്ത് ബുക്കിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടാവും മാഷറിനായി. അപ്പോ അങ്ങനെ ഭയങ്കര സംഭവമായിരുന്നു. ഇപ്പൊ അവിടെ പോയി നോക്കി നിങ്ങൾ ഒരു മരക്കച്ചവടം നടക്കില്ല. ചെറിയ കുറച്ച് ആ ചളിയിൽ കുറച്ച് മരണ്ട. എന്താ പറഞ്ഞാൽ അന്ന് ആ ചളിയിലിട്ടത് പൂത്തുക. എന്നിട്ട് തേക്കാണല്ലോ ഇവിടുത്തെ കാര്യപ്പെട്ട സാധനം. തേക്കിന്റെ കൂട്ടത്ത് കണ്ട പൊടിയണ്ണി വട്ടയിലൊക്കെ അടിച്ച് കയറ്റി വിടുകയാണ്. ലോഡായിട്ടിട്ട് പോവാണ്. എന്താക്കാണ്? വിദേശ രാജ്യത്തൊക്കെ കയറ്റി അയച്ചു. ഓർക്ക് വട്ടയിൽ തേക്കൊന്നും തിരിച്ചറിയില്ല. ഓല കാണിടിച്ച് കുറച്ച് ഞാൻ കാണാൻ പറ്റി. അങ്ങനെ കൃത്രിമം ചെയ്യാൻ തുടങ്ങി. അത് അള്ളാഹു എടുത്തുവെച്ചു. ആര് കൃത്രിമം കാണിക്കണോ ഒരൊക്കെ എടുത്തേക്കേണ്ടി വരും. ഇത് ഞാൻ ഉപമ പറഞ്ഞെന്നതാണ്. സത്യസന്ധതയാണ് കച്ചവടത്തിന്റെ മാനദണ്ഡം. അതുകൊണ്ട് ബംഗ്ലാവാലി മസ്ജിദ് ഡൽഹി നിസാമുദ്ദീനിൽ ഞാൻ ഒരിക്കൽ കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പൊ ഒരു വർഷം പോയിക്കൊണ്ടിരിക്കുന്ന ഒലമാക്കൾക്ക് വേണ്ടി ഒരു സദസ്സുണ്ടായി. ഞാൻ അതിൽ വെറുതെ അങ്ങനെ പോയിരുന്നിരുന്നു. അപ്പൊ അവരുടെ ആലിം അവരോട് സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു, ഒലമാക്കളുടെ ഉത്തരവാദിത്വം പറഞ്ഞു കൊടുക്കണം അവരോട്. പഴയ പോലൊന്നല്ല ഇപ്പത്തെ കാലം. പഴയ കിതാബിലെ മസലകൾ മതിയായിരുന്നു. ഇപ്പം അങ്ങനൊന്നും പോരാ. ആളുകൾ പല സാധനം ബിറ്റ്കോയിനൊക്കെ എന്നോട് ഒന്ന് ചോദിക്കുന്നത്. അങ്ങനെ ഓരോ സാധനങ്ങൾ, ഷെയർ മാർക്കറ്റ്, അത് ഇത് എന്നൊക്കെ. നമ്മൾ പഠിക്കുമ്പോൾ എന്താണ്ടാല് എന്ത് ഷെയർ മാർക്കറ്റ്. അപ്പം അതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു, ഇവിടെ ഒരാൾ വന്നിരുന്നു, ബംഗ്ലാവാലി മസ്ജിദിൽ ഒരാൾ വരുന്ന ഒരു യൂറോപ്യൻ. അദ്ദേഹം വന്നു. അദ്ദേഹം കച്ചവടത്തിന്റെ നിയമങ്ങൾ പഠിച്ചു. അദ്ദേഹത്തിനോട് കച്ചവടത്തിന്റെ കാര്യം പറഞ്ഞു. അളവ് തൂക്കങ്ങൾ നടത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇങ്ങോട്ട് വാങ്ങുമ്പോൾ കൃത്യമായി വാങ്ങുക. അങ്ങോട്ട് കൊടുക്കുമ്പോൾ അളവിൽ തൂക്കം കൂട്ടിക്കൊടുക്കുക. അത് നബിതങ്ങൾ സാഹസങ്ങളുടെ സുന്നത്താണ് എന്ന് പറഞ്ഞു. മനസ്സിലായോ? എന്നുവെച്ചാൽ ഈത്തപ്പഴമൊക്കെ തൂക്കുകയാണെങ്കിൽ ഒരു ഈത്തപ്പഴമൊക്കെ ഒന്നിങ്ങനെ ഇപ്പൊക്കെ ഡിജിറ്റൽ എന്താണ് ത്രാസുകളാണ്. ഭയങ്കര സംഭവം ഉണ്ടാവും. അപകടത്തിന്റെ ഒരു വക്ക് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കല്ലേ. എന്നുവെച്ചാൽ 1 കിലോന് 6 ആയി എന്ന് വിചാരിച്ചോളി. 1 കിലോനും ഒരു 6 ഗ്രാം കൂടുതലുണ്ട്. അപ്പോഴും ആ നെക്കിയാല് കറക്റ്റ് പൈസ തരും. ഏന് കാരണം ബില്ല് ഇന്ന് തന്നെയല്ലേ വരല്. നമ്മൾ വിചാരിക്കും മാഷാല്ലാ നമ്മൾ 1 കിലോ ചോദിച്ചിന് നമുക്കൊരു 6 ഏറെ തന്നു. 6 ഏറല്ല. കാരണം ഈ സാധനത്തിന് ഇതൊന്നും അറിയില്ല. ഏതിന് ആ ബില്ലടിക്കുന്ന അതിനാവൊന്നും അറിയില്ല. അതിന് ഇവന് 25 രൂപ കിലോ എന്ന് പറഞ്ഞിട്ട് ആട് ബട്ടണ അമർത്തിയാൽ 1.6 പൈസയാണ് വരിക. അതുകൊണ്ട് നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത് കുറച്ച് കൂടുതൽ കൊടുക്കണം. തൂക്കം കുറച്ച് സുന്നത്താണ്. ഇദ്ദേഹം കേട്ടു, ഇദ്ദേഹം സ്വർണ്ണ കച്ചവടക്കാരനായിരുന്നു. അയാൾ എല്ലാ വർഷവും ഇത് നല്ലപോലെ നിങ്ങൾ കേട്ടോളി, സ്വർണം തൂക്കുമ്പം കൂടുതൽ കൊടുക്കും. അങ്ങനെ ഉണ്ടാവും. എന്നിട്ട് അയാള് ഒരു വർഷം കഴിഞ്ഞിട്ട് ബംഗ്ലാവാലി മസ്ജിദിൽ വന്നു പോലും. ആ മൗലാന്റെ അടുത്താണ് അയാൾ വന്നത്. അയാൾ പറഞ്ഞു, ഞാന് ഒരു അള്ളാഹുവിന്റെ ഒരു കുതിരത്തിന്റെ കാര്യം വരാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് ഇയാൾ ഈ സംഭവമൊക്കെ പറഞ്ഞു. അപ്പൊ അയാൾ വർഷത്തിൽ കണക്കൂട്ടിയപ്പോൾ എത്രയോ കിലോ സ്വർണം അയാൾ ഏറെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അയാൾ പറഞ്ഞു, ഞാൻ എന്റെ ബാലൻസിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ മാഷാ അല്ലാഹ് എനിക്ക് കഴിഞ്ഞ വർഷത്തെക്കാൾ എനിക്ക് ഗ്രോത്ത് ആണുള്ളത്, എനിക്ക് സാമ്പത്തിക വർധനവാണുള്ളത്. ഇതാണ് ഞാൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അള്ളാന്റെ റസൂൽ ശാസ്ത്രങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അത് അതേമാതിരി. എന്തെങ്കിലും ലോജിക്കിന് നമ്മളൊന്നും ചെയ്യരുത്. ലോജിക്കിന് ചെയ്യരുത്. ഞാൻ എന്റെ അള്ള കൊടുക്കാൻ പറഞ്ഞാണ് കൊടുക്കണം. കൊടുക്കാൻ അള്ള പറഞ്ഞതാണ് കൊടുക്കണം. ഇനി സക്കാത്ത് കൊടുക്കാനില്ല ഒരാള്, അയാളും കൊടുക്കണം. എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. കൊടുക്കലാണ് ദീൻ പറഞ്ഞത്. പിടിച്ചു വെക്കല് ദീനല്ല. അല്ലാഹു തആല സക്കാത്ത് നിർബന്ധമാക്കിയതുപോലെ തന്നെ ശുഹും ബുഖലും അല്ലാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ട്. പിസ്ക് അത് പറ്റില്ല. മുഅ്മിൻ ഒരിക്കലും ബഖീലാവൂല. അതുകൊണ്ട് സക്കാത്ത് ഓരോ കച്ചവടക്കാരനും, സ്വർണ്ണ കച്ചവടക്കാരനും സ്വർണത്തിന്റെ സക്കാത്ത് കണക്കൂട്ടി കൊടുക്കണം. ബാക്കിയുള്ളവന് അത് കുറെ കൊടുക്കാണ്ട് ചങ്ങായി എനിക്ക് കുറെ തന്നിട്ടല്ലേ ആണല്ലേ. ആകെ 2.5% കൊടുക്കാൻ പറഞ്ഞത്, ബാക്കി ഫുൾ എൻ്റെ അല്ലേ. ഇതൊന്നായിട്ട് തീ എടുത്തുണ്ടായാൽ ആരാണ്ടാകുക? ഇതൊന്നായിട്ട് ഭൂമി കാഴ്ത്തി കളഞ്ഞാൽ ആരാണ്ടാ? ഖാറൂൻ സക്കാത്ത് നിഷേധിച്ചതാണ് ഭൂമിയിൽ ആഴാൻ കാരണം. ഖാറൂൻ സക്കാത്ത് നിഷേധിച്ചു. അപ്പൊ അള്ളാഹു ഭൂമിയിലെ കാഴ്ച കളഞ്ഞു. സക്കാത്ത് കൊടുക്കാത്തവരെ ഭൂമി അല്ലെങ്കിൽ അവരുടെ സമ്പത്തുമായിട്ട് ഭൂമി കാഴ്ത്താനോ നശിപ്പിക്കാനോ തീരുമാനിച്ചാൽ എന്താ കാട്ടുക?
കോടികളുടെ ആസ്തിണ്ടായിരുന്ന ആൾക്കാർ ഒരു സുപ്രഭാതത്തിൽ ഒന്നുമില്ലാതെ നാട്ടിൽ നിന്ന് പുറന്തള്ളപ്പെട്ടത് ചരിത്രം ഉണ്ടാവുമ്പം എന്തുകൊണ്ട് അള്ളാഹുവിന്റെ ഹുക്കം നമുക്ക് പൂർത്തിയാക്കാൻ പറ്റില്ല? അതുകൊണ്ട് സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കണം സാറിന്. കൊടുക്കണേ സന്തോഷമുണ്ട്. അത് ഭയങ്കര റാഹത്തുണ്ടാണോ? മാഷാ അല്ലാ, 1 കോടി രൂപ സക്കാത്ത് കൊടുക്കാണ്ട് കൊടുക്കണം. മാഷാ അല്ലാ, അല്ലാ തന്നിട്ടല്ലേ. 1 കോടി രൂപ സക്കാത്ത് കൊടുക്കണേ എത്ര കോടി വേണം? കൊടുത്തേക്ക്. അതുകൊണ്ട് കൊടുക്കൂല ഇൻഷാ അല്ലാ. കൊടുക്കഞ്ഞ് സക്കാത്ത് ഇല്ല ഒരാളിൽ, അതായത് സക്കാത്ത് കൊടുക്കാനില്ല, എന്നാലും ദീൻ അയാളെ വിടില്ല. സമ്പത്ത് ചെലവാക്കാനുള്ളതാണ്. സമ്പത്ത് എന്തിനുള്ളതാണ്? അത് ചെലവ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ അതിങ്ങനെ ചെലവാക്കിക്കൊണ്ടേയിരിക്കുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവാക്കുന്നതിനനുസരിച്ച് ചുരുങ്ങിയത് 10 ഇരട്ടി തരും. അല്ലെങ്കിൽ വല്ലാഹു യുളാഇഫു ലിമൻ യശാഉ ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ അള്ളാഹു വേറെ തരും. അപ്പോൾ ഒരാൾ 100 രൂപ എടുത്താൽ അയാൾക്ക് 1000 രൂപ ഉറപ്പായിട്ടും കിട്ടും. അത് കിട്ടും എന്ന് പറഞ്ഞാൽ കിട്ടും. അത് അള്ളാഹ് തരാൻ പറഞ്ഞതാണ്. പിന്നെന്താ കൊടുക്കണേ? നമ്മൾക്ക് കിട്ടുന്ന ഉറപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ കൊടുക്കൂല. അതുകൊണ്ട് സക്കാത്ത് കൊടുക്കുക. അതേപോലെ തന്നെ സമയം പിസ്കിനെ അള്ളാഹു വളരെ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അള്ളാഹു വളരെ മോശമായ ഗുണമായിട്ടാണ് പറഞ്ഞത് ഖുർആനിലെ സൂറത്ത് ആൽ ഇംറാനിലെ 180-ാമത്തെ ആയത്താണ് തോന്നുന്നുണ്ട്. വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി. നിങ്ങൾ ഒരിക്കലും വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂൻ, പിസ്കിന ആൾക്കാർ ഒരിക്കലും വിചാരിക്കണ്ട. വലാ യഹ്സബന്നല്ലദീന, ഒരു കൂട്ടർ വിചാരിക്കണ്ട, ഒരാൾക്കാർ അല്ലദീന യബ്ഖലൂന വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി. അല്ലാഹു അവന്റെ ഔദാര്യമായി അവർക്ക് നൽകിയതിൽ പിശുക്ക് കാണിക്കുന്നവർ വിചാരിക്കണ്ട. ഹുവ ഖൈറൻ ലഹും, അതവർക്ക് ഖൈറാണെന്ന് അവർ വിചാരിക്കണ്ട. ഖുർആനാണ് കേട്ടോ. എന്നുവെച്ചാൽ അള്ളാഹ് പറയുന്ന തന്നെ ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹിയാണ്, അള്ളാന്റെ ഔദാര്യം കൊണ്ട് കൊടുത്തതാണ്. നമ്മളിപ്പോ ഇങ്ങനെ ആവാൻ കാരണം, നമുക്കൊരു വണ്ടി ഇട്ടാൻ കാരണം, അല്ലെങ്കിൽ നമുക്കൊരു പീടുണ്ടാവാൻ കാരണം, അല്ലെങ്കിൽ നമ്മളൊരു കച്ചവടക്കാരാൻ കാരണം നമ്മളെ പോലെ ജനിച്ച എത്ര ആൾക്കാരുണ്ട്? നമ്മളെ വരയിൽ തന്നെ ആൾക്കാരുണ്ടാവും. എല്ലാവരും വെറും കൈയോടെ വന്നതാണ്. നമുക്ക് തന്നത് ആരാണ്? നമ്മൾ അള്ളാഹുവാണ്. അതാണ് ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി. അവന്റെ ഔദാര്യം കൊണ്ട് അള്ളാഹു ഒരാൾക്കൊന്ന് കൊടുത്തിട്ട് അതിൽ പിശിക്കുന്ന ആൾക്കാർ വിചാരിക്കണ്ട ഖൈറൻ ലഹും, ആ പിശിക്കൽ അവർക്ക് ഉപകാരമാണെന്ന്, ഖൈറാണെന്ന് അവർ വിചാരിക്കണ്ട. ബൽ ഹുവ ശർറുൽ ലഹും, അതവർക്ക് ഷർറാണ്. ഞാൻ പറയല്ലോ ഖുർആൻ ആയത്തിന്റെ നമ്പർ പറഞ്ഞതിനാണ്. പരെ പോയിട്ട് നോക്കാം. ആൽ ഇംറാൻ 180 അല്ലേ? ബൽ ഹുവ ശർറുൽ ലഹും, അതവർക്ക് ഷർറാണ്, അതവർക്ക് ഖൈറാണെന്ന് വിചാരിക്കും. നമ്മളെന്തായാലും അങ്ങനെ പിസ്കി ഇങ്ങനെ വെക്കുമ്പോൾ മാഷാല്ലാ അങ്ങനെ പള്ളിന്റെ ഇതുണ്ട്, പള്ളിന്റെ പണിയെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ മദ്രസന്റെ പണിയെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു പാവപ്പെട്ടവന് ഒരു വീടുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ 2-3 ആൾക്കാരെ ഞങ്ങളത് കാണാൻ വരുന്നുണ്ട് കേട്ടോ, ഈ എന്തെങ്കിലും തരണട്ടോ, നോക്കാം നിങ്ങളോട് വരേണ്ടി എന്നൊക്കെ പറയും. പിന്നെ ഇങ്ങനെ മുങ്ങി ഒഴിഞ്ഞ് ഇങ്ങനെ കളിച്ച് അവിടെ വീട് കുടിക്കലായി. ആ പ്രശ്നത്തിൽ പിന്നെ ചുളിവിലാരോട് അന്വേഷിച്ച് പറഞ്ഞാൽ അതിന് പൈസ ബാക്കിയാണ് പറഞ്ഞു. അപ്പോൾ പ്രായത്തിൽ ഇങ്ങനെ നടക്കുന്നു. പ്രായത്തിൽ ഇങ്ങനെ ശ്വാസമൊക്കെ വിട്ട് ഇങ്ങനെ മട്ടത്തില് പോലെ. പിന്നെ പെണ്ണുങ്ങൾ കഴിഞ്ഞില്ല, റാത്തയില്ല എന്നൊക്കെ ചോദിക്കും. എന്നുവെച്ചാൽ വിചാരിക്കും മാഷാ അല്ലാ ആ ഒരു സംഖ്യ ലാഭം കിട്ടിയെന്ന്. അല്ലാഹ് പറയാണ് വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി ഹുവ ഖൈറൻ ലഹും. അല്ലാഹു അവന്റെ ഔദാര്യം കൊണ്ട് തന്നതിനെ പിശുക്കി വെക്കൽ ഖൈറാണെന്ന് അവർ വിചാരിക്കണ്ട. ബൽ ഹുവ ശർറുൽ ലഹും, അതവർക്ക് ഷർറാണ് കേട്ടോ. എന്നുവെച്ചാൽ 2000 രൂപ കൊടുത്താൽ മതി ആ പാവത്തിന്റെ ഒരു പെര ഉണ്ടാക്കാൻ. അതിന് തടിയെടുത്ത് വീടി ഇഷ്ടപ്പെട്ട് 2000 രൂപ ലാഭം കിട്ടിയെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണേക്ക് ഇടയ്ക്കലയക്കും. കുട്ടി സൈക്കിൾമ വന്ന് വീണ്, ആ കെട്ടി മറിഞ്ഞ് വീണ്, ആ കൈ ഡോക്ടറെ അടുത്തെത്തി സ്കാൻ അങ്ങോട്ട് ഒരു മറ്റേത് ഇങ്ങോട്ട് ഒരു ഇത് അവിടെ അങ്ങനെ ആ ബാൻഡേജ് വാങ്ങിക്കൊള്ളി അറിയും. പിന്നെ അതിനൊരു വേറെ സാധനം ഉണ്ടാകും വാങ്ങിയോളി അറിയും. അങ്ങനെ ചുരുക്കത്തിൽ ഒരു 4000 രൂപ ഒരു 3/4 മണിക്കൂർ കൊണ്ട് അവിടെ കൊടുത്തിങ്ങനെ വരും. ബൽ ഹുവ ശർറുൽ ലഹും. അപ്പൊ ഈ ആയത്തിന്റെ ബാക്കി എനിക്ക് അറിയില്ല. ഓൻ വിചാരിച്ചു ആ ചങ്ങായി അതിമ കയറിയിട്ടാണ്. എപ്പോഴും പറഞ്ഞ പെണ്ണുങ്ങളുണ്ട് ചീത്തയും. എന്നോട് പറഞ്ഞല്ലേ കുട്ടികളെ നോക്കണം. ഈ കൈകാലുള്ള കുട്ടികളെ ആര് പെണ്ണുങ്ങളെ നോക്കാനാണ്? ഈ കുട്ടികളെ നോക്കൂല്ല. കുട്ടികളെ ആർക്കും നോക്കാനൊന്നും കഴിയില്ല. ഒരു മതിൽമലാണ് കയറുന്നത്, സൈക്കിൾമല കയറാണ്. ഈ ബെബം വരുമ്പോൾ ചോറ് കൊടുത്തില്ല, അതിന് കയറി വേറെ ഉണ്ടാവും. അപ്പൊ ഇത് മനസ്സിലാക്കിയാൽ ബൽ ഹുവ ശർറുൽ ലഹും. എന്നിട്ടോ കഴിഞ്ഞില്ല. സയതവഖൂന മാ ബഖിലൂ ബിഹി, അവർ പിശുക്കി വെച്ചതൊക്കെ നാളെ മാലയാക്കിയിട്ട് അവരെ കഴുത്തിലിട്ട് കൊടുക്കും. എന്തിന്റെ മാലയായിരിക്കും അറിയോ? തീയിന്റെ മാലയായിരിക്കും. എന്നിട്ട് അല്ലാഹ് പറയാണ് എന്നോട് കൊടുക്കാൻ പറഞ്ഞത് ഞാൻ ഇവിടെ പട്ടിണിയൊന്നും കടന്നിട്ടല്ല. ഏതാണ് അള്ളാന്റെ ഡയലോഗ് നിങ്ങൾക്ക്?
ഞാൻ ഇവിടെ പട്ടിണി കഷ്ടപ്പാടും കടന്നിട്ടല്ല എന്റെ ചക്കാത്ത് ചോദിച്ചത്. വലില്ലാഹി മീറാസു സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ അനന്തരാവകാശം അല്ലാഹുള്ളതാണ്. ഇത് ഞാൻ തൽക്കാലം നിങ്ങൾക്ക് തന്നതാണ്. ഇതിൽ ആശയങ്ങളൊക്കെ ഇട്ടു പോകുമ്പോൾ പിന്നെ ആരടുത്ത് തന്നെ ഇത് വരില്ലേ? ഇതിന്റെ അടുക്കലാണ്. വല്ലാഹു ഖബീറും ബിമാ വല്ലാഹു യഅമലു വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനൊക്കെ പറ്റി അല്ലാഹ് കൃത്യമായിട്ട് അറിയും കിട്ടോ. എന്നുവെച്ചാൽ പലപ്പോഴും നഫ്സ് എന്താണ് പറയല്, പിന്നെ ഉപബോധ മനസ്സ് അല്ലെങ്കിൽ മനസ്സിന്റെ ഉള്ള് പലപ്പോഴും പറയണ്ടേ എന്തെങ്കിലും കൊടുത്താളാ, പല്ലല്ലേ, മസ്ജിദല്ലേ, അയാളെ വീടല്ലേ, കൊടുത്താളൊക്കെ ആര് പറയണ്ടാവും? ഉള്ളെന്ന് പറയണ്ടാവും. അതിന്റെ മുകളൊക്കെ മണ്ണ് വരിച്ചിട്ടാണ് അതിനെ ചവിട്ടി ഒതുക്കല്. ഓന്റെ ഉള്ള തന്നെ ഓനെ പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറഞ്ഞാൽ കാര്യമില്ല എന്നൊക്കെ പറയാം. ആരോട്? അപ്പൊ അല്ലാഹ് പറയാണ് വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ സസൂക്ഷ്മമായിട്ട് അല്ലാഹ്ക്ക് അറിയാം. മക്കളെ കല്യാണത്തിന് കോടി മുടിക്കാൻ ആർക്കും ഒരു പ്രശ്നമില്ല. അത് ചെമ്മീൻ വേണോ? കാറ്ററിംഗുകാരനെ ചെമ്മീൻ കിട്ടാഞ്ഞിട്ട് ഓൻ ചോദിക്കായിരിക്കും, എന്ത് ചെമ്മീൻ വേണോ, ഇതൊക്കെ ഇല്ലേ? അതൊന്നും പറ്റില്ല, ചെമ്മീൻ വേണോ എന്നറിയും. കാരണം ഓനെ കിട്ടാഞ്ഞിട്ടായിരിക്കും. എന്നാലും വിടൂലായിരുന്നു. പിന്നെ കൊച്ചിന്നൊക്കെ കൊണ്ടുവരേണ്ടി വരും. നമ്മ മനുഷ്യന്മാർക്ക് തിന്നാൻ കൊടുക്കല്ലേ എന്നൊക്കെ. തിന്നാൻ കൊടുക്കല്ലേ, പവർ എടുക്കണ്. അതിനാണ് ഓന്റെ കല്യാണത്തിന് ചിക്കന്, മട്ടന്, മറ്റേ കാട, ചെമ്മീന്, പിന്നെ അത് ഇത് ഒക്കെ ഉണ്ട്. ഏതേലും കല്യാണം കെങ്കേമമായി കല്യാണം നടത്താൻ അങ്ങനെ നടത്തണം എന്നൊക്കെയുള്ള ആൾക്കാരെ പുളിച്ചുള്ള 2 ഡയലോഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കോടിയൊക്കെ ചെലവാക്കണേ. എന്നാ കഷ്ടപ്പെടുന്നവൻ, പ്രയാസപ്പെടുന്നവൻ, ദുരിതം അനുഭവിക്കണവൻ ഓനൊന്നും വലിയൊരു ചിന്തയില്ല. അതുകൊണ്ട് അള്ളാഹു പറയാൻ പിസ്ക് അള്ളാഹ്ക്ക് ഇഷ്ടമില്ല. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു പാത്രത്തിൽ തീയും വെള്ളവും ഒരുമിച്ച് കൂടാത്തതുപോലെ പിസ്കും ഈമാനും ഒരു ഹൃദയത്തിൽ ഒരുമിച്ച് കൂടൂല. ഈമാനെതിരായ കാര്യമാണ് പിസ്ക്. ബുഖിലിന്റെ ടോപ്പ് വേറെ സാധനമുണ്ട്, ഷുഹ്. ഖുർആനാ പറയുന്നുണ്ട്. ഖുർആനിലുള്ള വാക്ക് തന്നെയാണ് ഷുഹ്. കുട്ടികൾക്കൊന്നും പേരിടാൻ പോകട്ടെ, നല്ല അടിച്ചുപൊളി പേരാണ്. ഷഹീഹ് എന്നാണ് അതിന് പറയല്. ബഖീൽ എന്ന് പറഞ്ഞ പോലെ ഷഹീഹ് എന്നാണ് പറയല്. ഷഹീഹ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞുതരാം. ബുഖിലിന്റെ ഗ്രേഡ് കൂടിയ സാധനത്തിന്റെ പേരാണ് ഷുഹ്. ഖുർആൻ അതിൽ ആ വാക്ക് പറയുന്നുണ്ട്, ഷുഹ്. ബുഖിൽ എന്ന് പറഞ്ഞാല് മറ്റുള്ളവർക്ക് കൊടുക്കണതിന്റെ പിസ്കന്റെ പേരാണെന്ത്? സ്വന്തം അയക്കോറൊക്കെ വാങ്ങിയെടുക്കും, പക്ഷെ ആർക്കും കൊടുക്കില്ല. പെങ്ങളൊക്കെ വരുന്നുണ്ട് അന്ന് മത്തി, മനസ്സിലായേ? പെങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അന്ന് മത്തി, 1 കിലോ മത്തി എന്തായാലും വാങ്ങും. പെങ്ങളൊന്നും ഇല്ലെങ്കിൽ ആരില്ല, മറ്റല്ലെങ്കിൽ ഇമ്മയും കൂടി എൻ്റെ ഉമ്മ ഏട്ടൻ്റെ അടുത്ത് പോയില്ലെങ്കിൽ അന്ന് 2 കിലോ അയക്കോറ, 2 കിലോനൊക്കെ വാങ്ങും. അപ്പൊ ഇവിടെ വരുമ്പോ ആള് മാഷാ അല്ലാ 2 കിലോ അയക്കോറൊക്കെ വാങ്ങുന്ന ആളാണല്ലോ എന്ന്. ഏടാ ഓനക്ക് സ്വന്തം തിന്ന, ഓനും ബഖീലാണ്. ഇവനാണ് ബഖീൽ എന്ന് പറയല്. ഷുഹ് എന്ന് പറയല് വേറെ ആർക്കും കൊടുക്കൂല, സ്വന്തം ഉപയോഗിക്കൂല, അങ്ങനത്തെ ആൾക്കാർ. ഇനി ആരുമില്ല, ഒറ്റക്കുള്ളത്, 4 ഹോട്ടലിൽ ഒരു മത്തി ഇല്ലേക്ക്. മനസ്സിലായി? സ്വന്തത്തിനും കൊടുക്കാത്ത ആൾ, അയാളാണ് ഷഹീദ്. ഇത് അള്ളാഹു വളരെ മോശമായി പറഞ്ഞതാണ്. നരകത്തിലേക്കുള്ള പോക്കാണ്. എന്തുകൊണ്ടാണ് ബുഖൽ ഉണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് പിസ്ക് ഉണ്ടാവുന്നത്? ഇസ്ലാമും പിസ്കുമായിട്ട് ഒരു ബന്ധമില്ല. ഇസ്ലാമും സഹാവത്താണുള്ളത്, ധർമ്മിഷ്ഠതയാണ് ഇസ്ലാം പറഞ്ഞത്. എല്ലാവർക്കും കൊടുക്കാനാ പറയുന്നത്. കൊടുത്തോളി, അവിടെ തരാന്നാണ് ആര് പറഞ്ഞത്? മൻദല്ലദീ യുഖരിദുല്ലാഹ ഖർദൻ ഹസന. ആരാണ് അള്ളാഹ്ക്ക് നല്ല കടം കൊടുക്കാനുള്ളത്? കടം എന്ന് പറഞ്ഞ ഇവിടെ കൊടുത്താൽ അവിടെ തരാൻ, നല്ല കടം. അതുകൊണ്ട് അള്ളാഹ്ക്ക് കൊടുക്കാനാണ് അള്ളാഹ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഷുഹ്, പിസ്ക് അള്ളാഹ്ക്ക് ഇഷ്ടമില്ല. ബഖീൽ അയാളുടെ ഈമാന്റെ അവസ്ഥ തന്നെ. എന്തുകൊണ്ടാണ് ബുഖിൽ ഉണ്ടാവാനുള്ള കാരണം? എനിക്ക് അല്ലാഹു തആല ഒരു 1000 രൂപ തന്നിട്ടുണ്ട്. ഒരു കഷ്ടപ്പെട്ട ഒരാളുണ്ട് എന്റെ അയൽവക്കത്ത്, അയാൾക്ക് ഞാൻ എന്തെങ്കിലും കൊടുക്കാൻ എന്നെ തടയുന്നത്, കൊടുത്താൽ ഒരു 200 ബാഗ് കൊടുത്താൽ എന്ത് സംഭവിക്കും? ഇന്റത് 800 ആവും, പിന്നെ ഞാൻ കഷ്ടപ്പെടേണ്ടി വരും. മനസ്സിലായില്ല നിങ്ങൾക്ക്? അതുകൊണ്ട് വെറുതെ എന്തിനാ, അയാൾക്ക് ഏതായാലും കഷ്ടപ്പാടിലുള്ള അതിലൊന്നുണ്ട്, ഞാനായിട്ടൊരു കഷ്ടപ്പാടുണ്ടാക്കണം. ഇതാണ്. നേരെ മറിച്ച് മുഅ്മിനാണെങ്കിൽ അവൻക്കൊരു കാര്യം ഉറപ്പായിട്ട് അറിയാം, ഞാൻ കൊടുത്താൽ എന്റെ അള്ളാഹ് എനിക്ക് തൃപ്പം തന്ന അള്ളാനെ ഇനി നാളെയും തരുന്ന ആളാരാണ്? അള്ളാഹുവാണ്. അപ്പൊ അള്ളാന്റെ ഖജനാവിൽ ഇവനക്ക് വിശ്വാസം കുറയുന്നതിനനുസരിച്ചാണ് പിസ്കിന് ശക്തി കൂടുക. അള്ളാഹുവിന്റെ ഖജനാവിൽ യഖീൻ കുറയുമ്പോൾ പിസ്ക് കൂടും. അള്ളാന്റെ ഖജനാവിൽ പിസ്കില്ലെങ്കിൽ
അതിന് എനിക്ക് അള്ളാന്റെ ഖജനാവിൽ ഫുൾ യക്കീനാണ്. എന്റെ കാര്യത്തിൽ സമയത്തിന് അള്ളാഹു തരുമെന്ന് വിചാരിച്ചാൽ മാഷാ അല്ലാഹ് ഒരു പ്രശ്നമില്ല. അള്ളാഹു തരുന്നതൊക്കെ അങ്ങനല്ല തരുന്നത്. വായു അള്ളാഹ് പിശുക്കിട്ടൊന്നുമല്ല. തൽക്കാലം 2 ലിറ്റർ കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞാൽ പിന്നെ അന്നാസ് കുപ്പി വെച്ച് വരേണ്ടി വരും. അള്ളാഹ് ഫുള്ള് നിങ്ങളെടുത്തോളി. വായു അല്ലേ നിങ്ങളെടുത്തോളി. അത് വായു നിസ്കരിച്ചാൽ പോണവർക്കൊക്കെ കൃത്യമായിട്ടുണ്ടാവും. കഞ്ചാവ് അടിച്ചിട്ടുണ്ടാവില്ല, കള്ളുടിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ശ്വാസമുട്ടൽ ഉണ്ടാക്കണം. അതിനൊക്കെ റിമോട്ടുണ്ട് ആരിൽ വൈ ഫുള്ള് വായു ഇവിടെ നിലനിർത്തിയിട്ട് ചിലർക്ക് മാത്രം കൊടുക്കാതാക്കും. ഈ ആസ്തമന്റെ ഒക്കെ രോഗമുള്ള ആളുകളെ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. നമ്മൾ വിൽക്കുന്നവർക്ക് അയാൾക്ക് വലിച്ചൂടെ, പക്ഷേ അയാൾ ആ കമ്പനിക്ക് അതിന് ലോക്കിട്ടേക്കാണ് ശ്വാസകോശത്തിന്. ഇത് കഞ്ചാവുകാരന്, കള്ളുകാരന്, വ്യഭിചാരിക്കൊക്കെ ഉണ്ടാക്കാം. അല്ല പോട്ടെ, വലിച്ചോട്ടെ. പുള്ളി പുഴ അങ്ങനെ ഒഴുകാണ്. ഇവിടെ മോട്ടർ ഒന്നെങ്ങാനും നിറഞ്ഞാല് പെരെ ഭയങ്കര പ്രശ്നമാണ്. പാവങ്ങൾ ഓല് പെണ്ണുങ്ങളൊന്നും ബോധപൂർവ്വം നടക്കണല്ല. ആ മോട്ടർ ഇട്ട് അതിൻ്റെ ഇടയിൽ എന്തോ ഒരു പണിൻ്റെ ഇടയിൽ മറന്നു പോകണാണ്. അല്ലാണ്ട് ആരപ്പോ ഫുള്ള് പോകണമെന്ന് വിചാരിച്ചു ചെയ്യാം. ചില ആൾക്കാരൊക്കെ ഓവർഫ്ലോന്റെ പൈപ്പ് അടുപ്പൊക്കെ വെച്ചെടുത്തു. ഞാൻ തമാശ നല്ലത് യക്കീനൻ അടുപ്പിൽക്ക് എന്നുവെച്ചാൽ പിന്നെ അടുപ്പ് നനഞ്ഞ ആകെ പണിയാവല്ലോ. അതുകൊണ്ട് പോലും നിറഞ്ഞതിന് മുമ്പ് തന്നെ ഒപ്പം ആകെ 3 തുള്ളി വെള്ള പോവുക. പക്ഷെ നിങ്ങൾ അള്ളാനെ നോക്കി അങ്ങനെ ഒഴുക്കുകയാണ്. എന്ത് പുഴ ഇങ്ങനെ ഒഴുക്കുകയാണ്. ചാലിയാറൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട്. പല സ്ഥലത്ത് വണ്ട് കെട്ടി നിർത്തി വെള്ളം നിൽക്കുന്നുണ്ടെങ്കിലും എന്നാലും ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പോവാണ്, ഒഴുക്കുകയാണ്. എത്രേ പോണത്, എവിടുക്ക പോണത്, കടൽക്ക പോണം. ആർക്കും രാത്രിയൊക്കെ ഇങ്ങനെ പോകണം, ആരും ഉപകാരം നിൽക്കില്ല. എന്നാലും അള്ളാഹ് ഒന്നും പ്രശ്നമില്ല. കാരണം അള്ളാന്റെ ഖജനാവ് ഇതൊക്കെ നമുക്ക് കാണിച്ചു തരാം. ഞാൻ ഇങ്ങനെയൊക്കെ ചെലവാക്കണ്ടേ, പിന്നെ ഞാൻ തന്നേന്ന് ഇങ്ങനെ കൊടുക്കാൻ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഫിഷ്ക്കുന്നത്? അതുകൊണ്ട് മനുഷ്യന്മാർക്ക് കൊടുക്കാതെ നമ്മൾ വാർപ്പിന്റെ പേരയിൽ നമ്മൾ സെറ്റപ്പിൽ നിൽക്കുക, അപ്പുറത്തുള്ളവർ കഷ്ടപ്പെട്ട് നിൽക്കുക. നമ്മൾ പിന്നെ നമ്മളെ വീട്ടിലേക്ക് മറ്റേ വണ്ടി, വണ്ടി ഹോം ഡെലിവറിന്റെ ആ വണ്ടിക്കാരൻ ആ പയ്യ എങ്ങനെ വന്നു പോണത് ആര് കാണുന്നുണ്ട്? വായി അയൽവാസികളൊക്കെ കണ്ടു. ഓലിങ്ങനെ പറഞ്ഞു മാഷാ അല്ലാഹ്. ഓലോടെ എന്നും എന്തെന്നെയാണ് അൽഫാം, മന്തി, പിന്നെ മൈന്തി, ഇങ്ങനെ പറഞ്ഞ കുറെ സാധനങ്ങൾ പോലും ഇങ്ങനെ മാഷാ അല്ലാഹ്. ഞമ്മളെ വാപ്പ ഒരു കാക്കു ആയതുകൊണ്ട് നമ്മളിങ്ങനെ ആയിന്നൊക്കെ കുട്ടികൾ പറയുണ്ടാവും. നിബിധങ്ങ ശാസനങ്ങൾ, അല്ലാഹു അക്ബർ, നിബിധങ്ങ ശാസനങ്ങൾ ഇടുന്നു. പഴവർഗ്ഗങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുപോകുമ്പം പൊതിഞ്ഞു കൊണ്ടുപോകണം. ഗവൺമെന്റിന്റെ നിയമം ആ മറ്റേ കവറിൽ കൊണ്ടുപോകണം എന്നാണ്. ഏത് എല്ലാവരും കാണണം, എക്സറ എടുക്കണ ആ കവർ. അതിലൊക്കെ മുന്തിരി ആപ്പിളൊക്കെ ഇട്ട് കൊണ്ടായാലും ഇങ്ങനെ ബൈക്കുമ്പോൾ തൂക്കി ഇങ്ങനെ പോയാൽ ഒരു പഞ്ചായത്തിൽ എല്ലാവരും കാണും. അപ്പൊ ഏതെങ്കിലുമൊക്കെ എത്തിയുമോ പാവപ്പെട്ടവനൊക്കെ ആ വൈക്കലുണ്ടെങ്കിൽ ആ കുട്ടി ഇങ്ങനെ ആലോചിക്കും. കുട്ടികളല്ലേ, വലിയ ആൾക്കാർക്ക് പോട്ടെ ഇതൊക്കെ, കുട്ടികൾ ഇങ്ങനെ ആലോചിക്കും ഏത് പെരേക്കൊക്കെ അയാൾ പോവുക, ആ പെരയിലെ കുട്ടികൾക്കൊക്കെ നല്ല 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 സുഖയിക്കൂലേ എന്നൊക്കെ പറയും. അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോകുമ്പം അതിനെ പൊതിഞ്ഞിട്ട് കൊണ്ടുപോയി അതിന്റെ തോടും അതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും നിങ്ങൾ പുറത്തേക്കിടില്ല. മറ്റുള്ളവനോടുള്ള ബന്ധം പഠിപ്പിച്ചു തരാണ് നിങ്ങൾ. നിങ്ങളെ വീട്ടിൽ ഇറച്ചി വാങ്ങണ്ടെങ്കിൽ അതിൽ കുറച്ച് വെള്ളങ്ങൾ കൂടുതൽ നിബിധങ്ങൾ ശാസ്ത്രങ്ങൾ അല്ലാഹു അക്ബർ പറഞ്ഞ വാക്കെന്നാ കുറച്ച് ഇറച്ചി കൂടുതൽ വാങ്ങിയോളി എന്നല്ല, ഞാനൊക്കെയാണ് അതാ പറയാ, കുറച്ച് ഇറച്ചി കൂടുതൽ വാങ്ങിയോളി. നിബിധങ്ങൾ ശാസ്ത്രങ്ങൾ പറഞ്ഞ കുറച്ച് വെള്ളം കൂടുതൽ വെച്ചാൽ അതിന് മുടക്കില്ലല്ലോ. അത് കുറച്ച് കറി അവർക്ക് കൊടുത്താലും കുറച്ച് കറി. ഞാനും കുട്ടികളും വൈഫൊക്കെ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ പോവാണ്. റോഡിന്റെ സൈഡ് ഒരു വണ്ടി എടുത്തിട്ട് ഇങ്ങനെ ഒരു കുടുംബത്തിന്റെ വീട്ടിൽ പോവാണ്. ഒരു പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയമാണ്. അപ്പൊ ഇങ്ങനെ കയറി ഇങ്ങനെ ഒരു കോൺക്രീറ്റും മൈൽ ഇങ്ങനെ ഇട്ട റോഡ് അങ്ങനെ കയറി ഇങ്ങനെ പോകണം. എന്നിട്ട് അവിടെ ഇങ്ങനെ എൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അവിടെ പോകാനുള്ള ഒരു പെരയുണ്ട്. അപ്പൊ ആ എൽ കട്ടിന്റെ അവിടെ ഒരു പെരണ്ട്, വലിയ 2 തട്ടുള്ള ഒരു പെര. അത് താഴത്ത് റോഡിനോട് ചേർന്നിട്ടാണ്. അപ്പൊ ഇതിങ്ങനെ മുകളിൽ വന്നാൽ അതിന്റെ ഏകദേശം 2nd ഫ്ലോറിന്റെ ലെവലിലാണ് ഉണ്ടാവുക. 1st ഫ്ലോറിന്റെ ലെവലിലാണ് ഈ ഭൂമിന്റെ. അതിലിങ്ങനെ പോവാണ്. ഒരു ഉച്ച സമയത്താണ്. അപ്പം ഈ വീട്ടിൽ ഇറച്ചിക്കറി ഉണ്ടാക്കി. മനസ്സിലായില്ലേ? എമ്മാതിരി സ്മെല്ല്. കാരണം ഞാൻ നല്ല വിശന്ന് നിൽക്കുകയാണ്. ഒരു യാത്രയിൽ ഇങ്ങനെ പോവല്ലേ, ഒരു ലക്ഷ്യത്തെത്തിട്ട് ഞങ്ങൾക്ക് അവിടെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിങ്ങനെ അവിടേക്ക് എത്തണ്ടേ. അപ്പൊ ഓരോ ഏരിയ ഇങ്ങനെ കയറി 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 പോവാണ്. അപ്പൊ അവിടെ എത്തുമ്പോഴാണ് ഭക്ഷണം ഉള്ളത്. അപ്പോഴാണ് എനിക്ക് നിബിധന സാധനങ്ങൾ ഈ ഹദീസ് മനസ്സിലായി. മറ്റേ നമുക്ക് ഹദീസ് മനസ്സിലായില്ല. കാരണം നമ്മൾ മണക്കാൻ നേരം കിട്ടില്ല, അതിനു മുമ്പ് നമ്മൾ കൊള്ളാം. അപ്പൊ ആ ഇറച്ചിക്കാരന്റെ സ്മെല്ലൊരു വിശന്നും കൂടി നിൽക്കുമ്പോഴേ ഞാൻ എന്റെ വൈഫിനോട് പറഞ്ഞു, നിബിധന സാധനങ്ങൾ പറഞ്ഞ ഈ മണാട്ടം
അല്ലാഹു അക്ബർ. അതുവരെ നിബിധന സാഹസങ്ങൾ വിട്ടുപോയിട്ടില്ല. അപ്പൊ നമ്മളെ അയൽവാസികളൊക്കെ ചിലപ്പോൾ മണക്കുണ്ടാവും, പക്ഷെ ഒരു കറി കുറച്ച് കൊടുക്കുന്ന ശീലപ്പം ഇല്ലാതായി. അപ്പൊ എല്ലാവരും വലിയ മതിൽക്കെട്ടൊക്കെ ഉണ്ടാക്കി, അയൽവക്ക ബന്ധുവില്ലാതെ, ആരും പരിഗണിക്കാതെ. അതുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ശീലം ഉണ്ടാക്കി, മക്കളെ കൊണ്ട് കൊടുപ്പിക്കും. ആരെ കൊണ്ട്? ചെറിയ കുട്ടികളോടൊക്കെ കൊടുപ്പിക്കുക. കൊടുത്ത് ശീലായാൽ മാഷാ അല്ലാഹ് ഓരങ്ങനെ കൊടുത്തോളൂ, അവരങ്ങനെ കൊടുത്തോളൂ. കൊടുക്കുക, അത് സമ്പത്തിനെ വർദ്ധിപ്പിക്കും. പിടിച്ചുവെക്കൽ സമ്പത്തിനെ നശിപ്പിക്കും. അതുകൊണ്ട് കൊടുത്താൽ മതി, ധൈര്യത്തിൽ കൊടുത്തോളി. കമ്പനി എന്തായാലും തിരിച്ചു തരും. കമ്പനി റിട്ടേൺ തരും എന്ന് പറഞ്ഞാൽ പീഡിയക്കാരൻ എത്ര ധൈര്യത്തിലാണ് വാങ്ങിയേക്കല്? ആണല്ലേ? ഒരു ദാനം കേടുന്നു, നമ്മളെ തിരിച്ചു തരും. അതുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ശീലം ഉണ്ടാക്കി, മക്കളെ കൊണ്ട് കൊടുപ്പിക്കും. ആരെ കൊണ്ട്? ചെറിയ കുട്ടികളോടൊക്കെ കൊടുപ്പിക്കുക. കൊടുത്ത് ശീലായാൽ മാഷാ അല്ലാഹ് ഓരങ്ങനെ കൊടുത്തോളൂ, കൊടുക്കുക, അത് സമ്പത്തിനെ വർദ്ധിപ്പിക്കും. പിടിച്ചുവെക്കൽ സമ്പത്തിനെ നശിപ്പിക്കും. അതുകൊണ്ട് കൊടുത്താൽ മതി, ധൈര്യത്തിൽ കൊടുത്തോളി. കമ്പനി എന്തായാലും തിരിച്ചു തരും. കമ്പനി റിട്ടേൺ തരും എന്ന് പറഞ്ഞാൽ പീഡിയക്കാരൻ എത്ര ധൈര്യത്തിലാണ് വാങ്ങിയേക്കല്? ആണല്ലേ? ഒരു ദാനം കേടുന്നു, നമ്മളെ തിരിച്ചുണ്ട്. അത് സാരല്ല ആ ക്ലയന്റിനോടൊക്കെ എമ്മാതിരി പെരുമാറ്റേക്ക് വരും. അത് സാരല്ല, അതൊന്നും പ്രശ്നമാക്കണ്ട, പുതിയത് തന്നെ എടുത്തു കൊടുക്കും. കാരണം എന്താ, ഇതാ മറ്റേ വണ്ടിക്കാരൻ വരുമ്പോൾ അവന്റെ കൊടുത്ത ഓൻ പുതിയത് അപ്പം തന്നെ വെക്കും. ബൾബൊക്കെ ഉണ്ടല്ലോ അങ്ങനെ പീസായതിന്റെ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ അങ്ങനെ ഡേറ്റ് ഒക്കെ, അതിന്റെ ഒരു വാറണ്ടി ഉണ്ടാവും. അത് കൊണ്ടു കൊടുത്താൽ അവർ നോക്കി എന്തോ ഒരു സന്തോഷമില്ല. കാരണം എന്താ, പ്രശ്നമില്ല, കമ്പനിക്കാരൻ മാറി. ഇതേപോലെ തന്നെ പോയി കൊടുത്തോളി. ആര് തരും? നിങ്ങൾക്ക് പറയാൻ മടിയല്ലോ. അല്ല തരും എന്നൊന്നും പറയണ്ട, തന്നത് തന്നെ ആരാണ്? അവിടെയാണ് ഇതിന്റെ ഒരു പ്രശ്നമുള്ളത്. അല്ല കൊടുക്കാൻ പറഞ്ഞോടത്തൊക്കെ പറഞ്ഞത് നിങ്ങളെ സമ്പത്ത് നിന്ന് കൊടുക്കാൻ വേണ്ടി പറയുന്നോളൂ. അല്ല പറയലെന്താണ് പറഞ്ഞാല്, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് അൻഫിഖു, നിങ്ങൾ ചെലവഴിക്കും, മിമ്മാ റസഖ്നാക്കും, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിങ്ങൾ ചെലവാക്കിക്കൊള്ളി. തന്നതന്നെ അല്ലാഹുവാണ്. ഇനി ചെലവാക്കിയ തരാന്നും പറഞ്ഞത് ആരാണ്? അതുകൊണ്ട് ചെലവാക്കൂല ഇൻഷാ അല്ലാഹ്. സമ്പത്ത് ചെലവാക്കണം. അയൽവാസികളോട് കുടുംബങ്ങളോടൊക്കെ ഉള്ള കടമകൾ പൂർത്തിയാക്കണം. പ്രത്യേകിച്ച് റമദാന്റെ സമയത്തൊക്കെ മാക്സിമം കൊടുത്തോളി. കൊടുക്കുന്നതിനനുസരിച്ച് ഇരട്ടി അല്ലാഹു അങ്ങോട്ട് തരും, തിരിച്ചു തരും. അതുകൊണ്ട് കഷ്ടപ്പെടുന്നവർ, പ്രയാസം അനുഭവിക്കുന്നവർ, ഇപ്പൊ പല ആൾക്കാരുണ്ടാവും, എല്ലാവരും ഡ്രസ്സ് എടുത്തിട്ടുണ്ടാവും. ഞമ്മക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല, 3 കൂട്ടം കൊടുത്തിട്ടുണ്ടാവും കുട്ടികൾക്ക്. നമുക്കതൊരു പ്രശ്നമില്ല, ഇനി എപ്പം വേണമെങ്കിലും വാങ്ങാം. ചില ആൾക്കാരുണ്ടാവും റമദാൻ വരുമ്പോൾ തന്നെ പോലെ ആകെ ബേജാറെന്തേക്കും, ഈ കുട്ടികൾക്കൊക്കെ തുണിപ്പായി എടുക്കണമല്ലോ എന്ന് അതിൽ ബേജാറായി നിൽക്കണുണ്ടാവും. പാവം കുട്ടികൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം കുട്ടികൾ അപ്പുറത്തെ അയലോക്കത്തെ കുട്ടികളൊക്കെ പറഞ്ഞു, എടാ എനിക്ക് തുണിപ്പായി എടുത്തോ, എനിക്ക് എടുത്തോ, പാൻറ് എടുത്തോ, ഷർട്ട് എടുത്തോ എന്നൊക്കെ ചോദിക്കണ്ടാവും. അപ്പൊ ഒക്കെ എന്റെ ഇപ്പം എടുത്തരും എന്ന് പറഞ്ഞിരുന്നൊക്കെ പറഞ്ഞിങ്ങനെ പോവാണ്. ഇയാളോട് ഉള്ളിങ്ങനെ ഉരുകുണ്ടാവും. അപ്പോഴേക്കും നമ്മൾ 5 കൂട്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വരുന്നുണ്ടാവും. ഭയങ്കര റാത്തായിരിക്കൂലേ. അതുകൊണ്ട് കഷ്ടപ്പെടുന്നവർ ഇപ്പൊ എല്ലാവരും ഉണ്ടോ, ഒരു കിറ്റ് ഉണ്ടാക്കുക, കൊണ്ടുപോയി കൊടുക്കുക. പാവപ്പെട്ട പെരക്കാരൊക്കെ വേണേൽ 2 കിറ്റ് ഇങ്ങോട്ടും തരും അരിന്റെ. കാരണം ഓരോടെ അരി നിറച്ചു പോയി. നമ്മൾ വലിയ സംഭവമാക്കിയാ കൊടുക്കണേ. ഭായി കിറ്റ് തന്നെ കൊടുക്കണം. ആരങ്ങളോട് പറഞ്ഞ് കിറ്റ് കൊണ്ട് കുടുങ്ങിയ ആൾക്കാർ. ഗവൺമെന്റും കിറ്റ്, സ്കൂളും കിറ്റ്, പിന്നെ നാട്ടിലെപ്പനും കിറ്റ്, അങ്ങനെ കിറ്റ് കൊണ്ട് കുടുങ്ങിയ ഐറ്റങ്ങള്. അവർക്ക് കുപ്പായം വാങ്ങാൻ പൈസ ഇല്ല, അവർക്ക് ഇറച്ചി വാങ്ങാൻ പൈസ ഇല്ല, മീൻ വാങ്ങാൻ പൈസ ഇല്ല. അതുകൊണ്ട് ഇറച്ചി കൊടുക്കി, ഒരു പോത്തിനൊക്കെ അറുത്തിട്ട് എല്ലാവർക്കും കൊടുക്കി വരില്ലേ. അങ്ങനെ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. എനിക്കറിഞ്ഞൊരാളുണ്ട്, അയാൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ 1 മാസമോ 2 മാസമൊക്കെ കൂടുമ്പോൾ അയാളൊരു പോത്തിറക്കും. ആരും അറിയുന്നില്ല, ചവിട്ടറിയില്ല. അയാളെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. 60 ലിസ്റ്റിലാണ് അങ്ങനെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടാവും. 60 ഭയങ്കര ഇഷ്ടമുള്ള അമലാണ്. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാം? അതിന്റെ അർത്ഥം അറിയാം. നമ്മളെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സൂറത്താണേത്. നമ്മൾ ഉപയോഗിച്ച് തേഞ്ഞിന്. കാരണം ഫർദിലും സുന്നത്തിലും ഒഴിവുണ്ട് നമ്മളൊക്കെ വീശലി ഇന്നാച്ചനങ്ങനെ. എന്നാ അതിന്റെ അർത്ഥം അറിയാം, ഇന്ന ഔത്താണ്. ഇന്ന അഅ്തൈനാക്കൽ കൗസർ, നബിയെ നാം താങ്കൾക്ക് ഹൗദുൽ കൗസർ നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ ധാരാളം നൽകിയിട്ടുണ്ട്, അധികരിച്ചത് നൽകിയിട്ടുണ്ട്, ഹൗദുൽ കൗസർ നൽകിയിട്ടുണ്ട്.
എന്ന് പറഞ്ഞിട്ട് പറയാണ് ഇന്ന ആതൈനാക്കൽ കൗസർ ഫസല്ലി ലി റബ്ബിക വൻഹർ. നബിയെ തങ്ങൾ അല്ലാഹുവിന് വേണ്ടി നമസ്കരിക്കിൻ. ഫസല്ലി ലി റബ്ബിക്, നിന്റെ റബ്ബിന് വേണ്ടി തങ്ങൾ നമസ്കരിക്കിൻ. വൻഹർ, തങ്ങൾ അറുത്തു കൊടുക്കുകയും ചെയ്യുന്നു. അർക്കുക, അത് നിസ്കാരത്തിനോട് ചേർത്ത് പറഞ്ഞ അമലാണ്. അതുകൊണ്ട് ഇടയ്ക്ക് ഒരു ആടിന് അറുത്ത് കൊടുക്കുക, ഇടയ്ക്ക് ഒരു എന്തിനറുത്ത് കൊടുക്കുക, ഒരു പോത്തിനൊക്കെ അറുത്ത് കൊടുക്കുക, ആൾക്കാർക്കൊക്കെ കൊടുക്കുക. മുടിയാഴ്ചയിൽ തന്നെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒന്നാമത്തെ കുട്ടിക്ക് 3 പോത്ത്, രണ്ടാമത്തേനില്ല. കാരണം അത് നമ്മളോടെ, ഒന്നാമത്തെ അവിടെയാണ്. അവിടെ നമ്മൾ കുടുംബം എന്താൻ പറ്റില്ല. എന്തെങ്കിലും പറയാതെ കുടുംബം മോശാൻ പറ്റില്ല. അത് ഭയങ്കര ദമ്മാട്ടണം. അത് കുടുംബത്തിന്റെ ദമ്മാട്ടനെല്ലാം അവിടെ പോയി. ആ 2 പോത്ത്, ഇവനൊരു പോത്തും, അങ്ങനെ 3 പോത്തായി. അതുകൊണ്ട് ഇടയ്ക്ക് അറക്കി പൈസ ഉള്ളവരൊക്കെ അറുത്ത് പാവങ്ങൾക്ക് കുറച്ച് ഇറച്ചൊക്കെ കൊടുക്കും. അവ അയലൊക്കത്ത് പോലുള്ള പണിക്കാർക്ക് തന്നെ കൊടുത്ത് തീർക്കല്ലേ. അതുകൊണ്ട് അറിവ് അവനാൻ്റെ കൂടെ നാക്കണ്ട. ഏതെങ്കിലും കൊഴിഞ്ഞ സ്ഥലം ഉണ്ടാവും, അവിടെ 2 പണിക്കാരച്ച് കിറ്റൊക്കെ ആക്കിയാൽ ഇപ്പം തൂക്കി കൊടുത്ത് അർത്ഥമൊക്കെ ഫാമുകളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഇറച്ചിയാക്കിയിട്ട് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി കൊടുത്ത മാഷാ അല്ലാഹ് ഓലൊരു ഇറച്ചി കൂട്ടട്ടെ, ഓല് സന്തോഷിക്കട്ടെ. ഇറച്ചിന്റെ അടുത്തേക്ക് എടുക്കാൻ തന്നെ തന്നെ പകുതി ദിവസത്തെ ശമ്പളമാവും അല്ലേ. ആൾക്കാരെന്തെല്ലാം കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലം പോലല്ല. ദാരിദ്ര്യത്തിന്റെ ഒക്കെ ലൈൻ മാറിനി. അന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണം കഴിക്കാക്ക, വസ്ത്രം ധരിക്കാക്ക. ഇന്ന് ആൾക്കാർ എല്ലാവരും ചിലപ്പോൾ റെഡിയാക്കും. പക്ഷെ ആവശ്യങ്ങൾ കുട്ടികൾ അപ്പുറത്തെ കുട്ടികളെ കണ്ടിട്ടാണ് എന്തുണ്ടാകുക, ഇവിടെ ആവശ്യപ്പെടുക. മറ്റേ അത് ഇത് നമ്മളൊന്ന് കേൾക്കാത്ത പേരൊക്കെ ആര് ചോദിക്കുക, ഐറ്റ മുട്ടായി എന്നൊക്കെ പറഞ്ഞു. ഒക്കെ ഏതൊക്കെ കുട്ടികൾ പറഞ്ഞു കൊടുത്തിട്ട് ടി വി ഒന്നും ഇപ്പം ഇല്ലാത്ത വീട്ടിലെ കുട്ടികൾ വരെ ഇതൊക്കെ ചോദിക്കട്ടെ. അത് സ്കൂളിൽ ആ കുട്ടികൾ അവർ ആ മുട്ടായി ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഈ കുട്ടി അതിന്റെ പേര് ഓടിച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ കുട്ടി ഇവിടെ നിന്ന് ചോദിക്കും, നമ്മൾ വീട് പോയി ചോദിച്ചു 115 രൂപ. മനസ്സിലായില്ലേ? ആ കാലഘട്ടം അങ്ങനെ ആയിപ്പോയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അയൽവാസികളൊക്കെ ശ്രദ്ധിക്കും, കുടുംബത്തിനെ ശ്രദ്ധിക്കും, പെങ്ങന്മാരെ ശ്രദ്ധിക്കും, അഞ്ചന്മാരെ ശ്രദ്ധിക്കും, കാക്കാരെ ശ്രദ്ധിക്കും. ആരും ശ്രദ്ധിക്കില്ല. നമ്മൾ സുഖമായി ജീവിക്കുക, കാക്ക കഷ്ടപ്പെടാണ്. നമ്മൾ സുഖമായി ജീവിക്കുക, അഞ്ചൻ കഷ്ടപ്പെടാണ്. നമ്മൾ സുഖമായി ജീവിക്കാണ്, നമ്മളെ കൂടപ്പുറപ്പ് നമ്മളെ പെങ്ങളും ആളെയും കഷ്ടപ്പെടാണ്. എത്രയുണ്ട്. അതുകൊണ്ട് എല്ലാവരും സഹായിക്കാനുള്ളത്. ഇത് റമളാനിൽ കൂടുതൽ ചെലവാക്കി എത്ര വരിക നിങ്ങളിങ്ങനെ നോക്കിച്ചോളി. അങ്ങനെ തിന്നുകൊടുക്കണല്ലോ. സദക്ക നമ്മൾ ഈ മറ്റേ പള്ളിന്റെ പെട്ടിമേൽ എഴുതി വെച്ചിട്ടുണ്ടാവും. എന്ത് ആണോ, എല്ലാ ഹദീസും എല്ലായിടത്തും എഴുതിക്കല നല്ലത് തോന്നുന്നു. ഇത് നിങ്ങൾക്ക് കറക്റ്റ് അറിയാം, മനസ്സിലായില്ലേ? ആ സദക്കന്റെ കുറ്റിമേൽ എഴുതി വെച്ചിട്ടുണ്ടാവും. എന്ത്? അസ്സദഖത്തു റദ്ദുൽ ബല, ആപത്തുകളെ സദക്ക തടയും. അത് ആ പള്ളിപ്പെട്ടിമേൽ എഴുതിയതിന്റെ പേരിൽ ഹദീസ് ശരിയല്ല എന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. ചില ആൾക്കാർ അങ്ങനെ ഉണ്ടാവും, ഒക്കെ പൊന്മാരെ എഴുതിയേക്കണം. അല്ലല്ല, ശരിയായ ഹദീസാണത്. സദക്ക ശരിക്ക് ചെയ്യുകയാണെങ്കിൽ ആപത്തുകളിൽ നിന്ന് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തും, അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തും. അതുകൊണ്ട് ചെലവാക്കി അതിലൊരു രസം വരാണ്ട്. 2 ആൾക്കാർ, ഒന്ന് അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ആള്, ഒന്ന് അമവി രാജകുടുംബത്തിൽ അതിൽപ്പെട്ട ആള്. അങ്ങനെ 2 ആൾ തമ്മിൽ സംസാരമായി. അപ്പൊ അവര് പറഞ്ഞു, പിന്നെ എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ എന്റെ കുടുംബക്കാരോടും ചോദിക്കാം, ഈ എന്റെ കുടുംബക്കാരോടും ചോദിക്കാൻ. അങ്ങനെ ഒരു 2 ആൾ ഒരുമിച്ചിറങ്ങി. അയാൾ അമവി ആ കുടുംബത്തിൽ ചോദിച്ചു, അഹ്ലു ബൈത്തിലുള്ള ആൾ അഹ്ലു ബൈത്തുകാരോട് ചോദിച്ചു. അബ്ദുല്ലാഹിബ്നു പിന്നെ ജാഫറിനോട് റളിയല്ലാഹു അൻഹു, പിന്നെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമേൽപ്പെട്ട ഒരാളോട്, പിന്നെ മറ്റൊരാളോട്. നബി തങ്ങൾ ഞങ്ങളുടെ പിന്നെ എളാപ്പന്റെ അബ്ദുല്ലാഹിബ്നു അബ്ബാസോ അങ്ങനെ മറ്റേതോ ഒരാളോട്, ഫദ്ലുബ്നു അബ്ബാസ്, അങ്ങനെ ഒരാളോട്. 3 ആൾക്കാരോട് ഇയാൾ ചോദിച്ചു. അമവിയിലുള്ള 10 ആൾക്കാരോട് ചോദിച്ചു. ഉദാഹരണം പറയുകയാണെങ്കിൽ അവർ ഓരോരുത്തർ 10,000 രൂപ കൊടുത്തു അമവിയിൽ. അങ്ങനെ 1,00,000 രൂപയായി. ഇവിടെ വന്ന് അഹ്ലു ബൈത്തിന്റെ ആളോട് 3 ആൾക്കാരോട് ചോദിച്ചു, ഒരു 3,00,000 രൂപ കൊടുത്തു. ഓരോരുത്തർ ഓരോ 1,00,000 രൂപ കൊടുത്തു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു 1,00,000 കൊടുത്തു, ഒരു 2-ൽ-1. അങ്ങനെ ഇവർ 2 ആളും ഒരുക്കൂടി. എന്ന് വെച്ചാൽ എന്താ ചോദിച്ചു, എനിക്ക് 3,00,000 കിട്ടിയായിരുന്നു, എനിക്ക് 1,00,000 കിട്ടിയായിരുന്നു. ഇജ്ജ് എത്ര ആളെ കണ്ടുവച്ചു? ഞാൻ 10 ആളെ കണ്ടുവച്ചു. ഇജ്ജ് എത്ര ആളുണ്ട്? ഞാൻ 3 ആളെ കണ്ടുവന്നു. അഹ്ലു ബൈത്തിന്റെ രീതി പറഞ്ഞുതരാണ്. ഒരത്ര ചെലവാക്കുന്ന ആൾക്കാരാണ്. എന്നിട്ട് ഇവര് പറഞ്ഞു, എന്നാ നമ്മളൊരു കാര്യം ചെയ്യാം, ഇത് നമ്മൾ മടക്കി കൊണ്ടുപോകാൻ. അങ്ങനെ അമവിയില്ല അവരോട് ഇവര് പോയി പറഞ്ഞു, ഞാൻ ഇങ്ങനെ ആവശ്യത്തിന് ഇതാക്കിയിരുന്നു, ഒരു പരീക്ഷണത്തിന്റെ ഒരു അവസ്ഥയ്ക്ക് തന്നെ, അതുകൊണ്ട് ഈ പൈസന്റെ ആവശ്യം എനിക്കില്ല, ഇത് ഞങ്ങൾക്ക് തന്നെ തരാനാണ്. അങ്ങനെ ആ പൈസ കട കൊടുത്തു.
ആ 10 ആളും ആ പൈസ 10,000 തിരിച്ചു വാങ്ങി. ഇവിടെ 3 ആൾക്ക് കൊണ്ടുപോയി കൊടുത്തു. ഓർ പറഞ്ഞു ഞങ്ങളെ വീട്ടിൽ നിന്ന് ഒരു പൈസ പുറത്തേക്ക് പോയാൽ പിന്നെ അത് ഇങ്ങോട്ട് കയറൂല എന്ന്. നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. കാരണം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്പത്ത് അങ്ങനെ ചെലവഴിക്കാനുള്ള പതിവ് കുടുംബത്തിലുണ്ടാക്കി. നമ്മൾ സമ്പത്ത് ചെലവഴിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തണം. ആൾക്കാർ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരാള് ഒരു പുതിയ കുപ്പായം വാങ്ങിയെടുത്തവന് എത്ര സന്തോഷം ഉണ്ടാവുമല്ലോ. അവന്റെ സന്തോഷം ഒന്നും മറക്കൂല. ഒരു വിധവുണ്ട്, നമ്മളൊന്നും അറിയില്ല. ഭർത്താവുള്ള കാലത്ത് വലിയ പേരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഭർത്താവ് മരിച്ചിട്ടുണ്ടാവും. നമ്മളൊരു ആൾക്കാർ പീഡിയ മുറിയിട്ട് വാടക കിട്ടാൻ ആകെ 250 റുപ്യക്കും കിട്ടല്, 3000 റുപ്യക്കും കിട്ടല്. എന്ന് 3000 റുപ്യ ഉണ്ടായ ഒരു പെണ്ണും അതിന്റെ കുട്ടികൾ എങ്ങനെ കഴിയും? എത്ര വിധവകളുണ്ട് നാട്ടിലറിയും. അല്ലെങ്കിൽ ചില ആൾക്കാരുടെ ഓരോ ആങ്ങളാരൊക്കെ ഭയങ്കര കോടീശ്വരന്മാരായിരിക്കും, ഓരോരോ കെട്ടിച്ച സ്ഥലത്തേക്ക് ഉണ്ടാകുക. ഉദാഹരണത്തിന് ഇവിടെ ഈ ഉദന്റെ തൊട്ടടുത്ത് ഒരു വിധവുണ്ട്. ഓളെ വീട് പിന്നെ കോട്ടക്കലാണ് സങ്കല്പിക്ക്. ഓളെ ആങ്ങളാരോട് ഭയങ്കര പൈസക്കാരാണ്. ഓളും കുട്ടികളൊക്കെ ഇവിടെയാണ് താമസിക്കുന്നത്, ഭർത്താവിന്റെ വീട് ഇവിടെയാണുള്ളത്. അവര് കൊടുത്താലല്ലേ അവർക്ക് കിട്ടുള്ളൂ. ഒരു കോടീശ്വരന്മാരാണ്, ചിലർ കൊടുക്കൂല. ഈ ഭർത്താവിന്റെ ബ്രദേഴ്സ് ഉണ്ടാവും, ഈ കുട്ടികളെ എളാപ്പ മൂത്താന്മാര്, ഓരോ ഇഷ്ടം പോലെ പൈസ ഉണ്ടാവും, ഒരു കൊടുക്കൂല. അപ്പോഴൊക്കെ ഈ വിധവ നമ്മളെന്താ പറഞ്ഞാൽ ഓരോ ഏട്ടന്മാരൊക്കെ ഭയങ്കര പൈസക്കാരല്ല, നമ്മളെന്തിനാ അവർക്ക് കൊടുക്കണമെന്നായിരിക്കും. പക്ഷെ ഒരു വിധവന്റെ കാര്യം ആ വിധവക്കും ആ എത്തീമുക്കും അറിയുള്ളൂ. നമ്മളൊക്കെ നമ്മളെ പെരയിൽ ഇത് ഫുള്ള് നടത്തണ്ടായിട്ട് നമ്മളെ പെരയിലെ പ്രശ്നങ്ങൾ നമുക്കറിയാം. ഒരു ചീർപ്പ് നേരം വെക്കിയാല്, ഒരു സാബു നേരം വെക്കിയാല്, ഒരു ബിസ്ക്കറ്റ് നേരം വെക്കിയാൽ നിങ്ങളോട് എത്ര പറഞ്ഞാലും ബിസ്ക്കറ്റ് ഇട്ടില്ല എന്നൊക്കെ പറയും. ആകെ ഒരു പ്രാവശ്യം മറന്നതായിരിക്കും. നിങ്ങൾ ആ ബ്രെഡ് കൊണ്ടുവന്നില്ല, ബ്രെഡൊക്കെ ഇവിടെ ഇന്ന് തിന്നണല്ലേ, വല്ല വൈകുന്നേരം ചായക്ക് പൊരിച്ചുള്ള സാധനമാണ്, അത് കൊണ്ടുപോകാൻ നേരം വൈകാനാണ് വലിയ ചൂടാകുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി ആ വിധവന്റെ അവസ്ഥ എന്തേക്കും, വീട്ടിൽ എത്ര ചെലവുണ്ടാവും. അതുകൊണ്ട് വിധവകളെ സംരക്ഷിക്കണവൻ അവൻ അള്ളാഹുവിന്റെ ഉത്തരവാദിത്വത്തിലേക്കുണ്ടാകുക, അള്ളാഹുവിന്റെ ഉത്തരവാദിത്വത്തിലാണ്. അതുകൊണ്ട് വിധവകളൊക്കെ അന്വേഷിക്കണം. വിധവകളെ കാര്യം അന്വേഷിക്കാൻ പോകുമ്പോൾ സ്വന്തം ആരും പോവുകയും ചെയ്യരുത്, ഭാര്യമാരെ കൂട്ടിയിട്ടേ പോകാവൂ. ഈ ഉസ്താദ് വിധവനെ സംരക്ഷിക്കാൻ പോയി പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരരുത്, മനസ്സിലായില്ലേ? ഒക്കെ പാറി പറ്റിയാൽ കുടുങ്ങും. അതുകൊണ്ട് ഭാര്യമാരെ മഹറമത്തുകൾ എന്ന് വെച്ചാൽ സ്ത്രീകളെ കൊണ്ടേ പോകാവൂ അങ്ങനത്തെ വീട്ടിൽ. നമ്മളവിടെ വണ്ടിയിലിരിക്കാം, പെണ്ണുങ്ങൾ കൊണ്ടുപോയി കൊടുക്കാം, മനസ്സിലായില്ലേ? ശരിക്ക് കേട്ടോളി. പിന്നെ ഇനി ഉസ്താദ് ഇവിടെ ബയാൻ ചെയ്ത് പിന്നെ ആ കൊളായി എന്നൊന്നും പറയണ്ട, മനസ്സിലായില്ലേ? ചില ആൾക്കാർ നല്ല മനുഷ്യന്മാരുണ്ട്, ആ ഇനിയിപ്പോൾ ആട് പോയിട്ട് ഒരു പ്രശ്നം ഉണ്ടാവേണ്ടെന്ന് നേരിച്ചിട്ട് വിട്ടിക്കുന്ന ആൾക്കാർ. അതിന്റെ പേരിൽ വിട്ടിക്കാനും പാടില്ല. നമ്മളെ പെങ്ങളെ, നമ്മളെ ഉമ്മാനെ, അല്ലെ നമ്മളെ ഭാര്യനെ, നമ്മളെ മോളെ ആരെങ്കിലുമൊക്കെ കൊണ്ടുപോകുക, എന്നിട്ട് ഓരോ അവസ്ഥകളൊക്കെ മനസ്സിലാക്കി അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. ചില പവിത്രകളായ സ്ത്രീകളുണ്ടാവും, ഒരു നാൾ ഭർത്താവിന്റെ കൂട്ടത്തിൽ ഇജ്ജത്തോടെ ജീവിച്ചായിരിക്കും ഒരാളോട് യാചിക്കണേ ഒരവസ്ഥയില്ലാത്ത എത്ര ആൾക്കാരുണ്ടാവും. ഭർത്താവ് മരിച്ചതിന് ശേഷം ഒരിക്കൽ യാചിക്കാനൊന്നും അറിയണ്ടാവില്ല, ഓലുള്ളവും വെച്ച് അങ്ങനെ ജീവിക്കുന്നുണ്ടാവും. അതിന്റെ അടുത്തൊക്കെ നമ്മൾ സുഖലോലുപന്മാരായി ജീവിക്കുന്നുണ്ടാവും, നമ്മൾ സുഖലോലുപന്മാരായി ജീവിക്കുന്നുണ്ടാവും. അത് എത്ര വലിയ നഷ്ടമാണ് നിങ്ങൾ ആലോചിക്കും. അതുകൊണ്ട് വിധവകളെ കാര്യം അന്വേഷിക്കും, യതീമുകളെ കാര്യം അന്വേഷിക്കും, പാവപ്പെട്ടവരുടെ കാര്യങ്ങൾ അന്വേഷിക്കും. വിദേശത്ത് നിന്ന് മടങ്ങി വന്ന ആൾക്കാരുണ്ട്, അവരൊക്കെ ഒരു കാലത്ത് ഗൾഫിലായിപ്പോയി. ഓരോരു കാലത്ത് നമ്മളെ നാടിന്റെ പുരോഗതിക്കും നാടിന്റെ നന്മക്കും ഈ ഐശ്വര്യത്തിനൊക്കെ കാരണക്കാരായ ആൾക്കാരാ പാവങ്ങളാണ്. ഒരു മെഴുകുതിരി ഉരിയമായിട്ട് ഉരിയോണ്ടാണ് ഇന്നൊരു രോഗികളായി മടങ്ങി വന്നു. ഓരോ മക്കളൊന്നും എവിടെ എത്തിയതുമില്ല. അവസാനം വലിയൊരു പെരണ്ടാവും, അതിന് ടാക്സ് അടക്കാൻ തന്നെ ഉണ്ടാവില്ല. ആളുകൾ നിങ്ങൾ മനസ്സിലാക്കിട്ടോ, ഖുർആൻ ഈ കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താണായത്? വലാ യസ്അലൂന അന്നാസ ഇൽഹാഫ യഹ്സബുഹുമുൽ ജാഹിലു അഗ്നിയാഅ മിനത് തഅഫുഫ്. ഖുർആൻ യഹ്സബുഹുമുൽ ജാഹിൽ, ജാഹിൽ കൊണ്ട് ഉദ്ദേശിക്കുന്ന മറ്റേ ജാഹിലല്ല, ഇവരെ കുറിച്ച് അറിയാത്ത ആള് വിചാരിക്കും. യഹ്സബുഹുമുൽ ജാഹിൽ, ഈ കുടുംബത്തിനെ പറ്റി അല്ലെങ്കിൽ ആ വീട്ടുകാരെ പറ്റി അറിയാത്ത ആള് വിചാരിക്കും. യഹ്സബുഹുമുൽ ജാഹിലു അഗ്നിയ, അവർ പണക്കാരാണെന്ന് ഇവരെ പറ്റി അറിയാത്ത ആൾക്കാർ വിചാരിക്കും. മിനത് തഅഫുഫ്, അവരുടെ പാതിവൃത്യം കാരണമായിട്ട്. എന്നുവെച്ചാൽ അവരാരോട് ചോദിക്കാതെ അവരെ ഇജ്ജത്ത് സൂക്ഷിക്കുന്നതിന്റെ പേരിൽ അവരെ പറ്റി അറിയാത്ത ആൾക്കാർ അവരെ പറ്റി എന്താ വിചാരിക്കല്? അവർ അഗ്നിയ എന്നാണ്. വലാ യസ്അലൂന അന്നാസ ഇൽഹാഫ. എന്നോട് പറഞ്ഞു താരിഫുഹും ബിസീമാഹും ലാ യസ്അലൂന അന്നാസ ഇൽഹാഫ. താരിഫുഹും ബിസീമാഹും, അവരുടെ പല ലക്ഷണങ്ങളെ കൊണ്ട് അവരെങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ലാ യസ്അലൂന അന്നാസ ഇൽഹാഫ, ജനങ്ങളെ ബുദ്ധിമുട്ടാക്കി അവർ ചോദിക്കുകയില്ല. ഇങ്ങനെ ഇടങ്ങേറാക്കിയിട്ട് ചോദിക്കണാണ് ഇൽഹാഫ് എന്ന് പറയുന്നത്. എന്നാൽ സത്യത്തിൽ എന്താ പറഞ്ഞാൽ അത്യാവശ്യം കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ ആരായിക്കും അറിയോ? ആരാ? അപ്പൊക്കെ കണക്കുകൾ ഇങ്ങനെ വരുന്നുണ്ടല്ലോ.
പിന്നെ ഫക്കീറന്മാരിൽ ഏറ്റവും വലിയ പണക്കാരൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇത്ര കോടി ആസ്തിയാണ് അയാൾക്ക്. റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുന്ന ആള്, അവിടെ കിടക്കുന്ന ആള് എന്ന് വെച്ചാൽ എന്നും പിരിവ് 500 രൂപ 700 രൂപ 800 രൂപ 1000 രൂപയൊക്കെ 2000 രൂപ 5000 രൂപയൊക്കെ പിരിച്ചിട്ട് കിട്ടുന്നുണ്ട്. എന്നിട്ട് ഒരാൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ആ കുപ്പായവും മാറ്റണ്ട, ചെരുപ്പും മാറണ്ട, പിന്നെ ഫുഡും വേറെ ആൾക്കാർ തരും. ഈ പൈസ ഇങ്ങനെ അടങ്ങനെ വെക്കുക. അങ്ങനെ ആൾക്കാരുടെ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർ. നമ്മൾ ശരിക്കും ഓരാണ് ഇതിന്റെ കഷ്ടപ്പെട്ട ആൾക്കാരല്ല. താരിഫും ബിസീമാവും അവരുടെ അടയാളങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറയില്ല, ഖുർആൻ പറയണം. അതുകൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ കണ്ണീരൊപ്പാനുള്ള ശ്രമം നടത്തണം. ഒരുപാട് രോഗികളുണ്ട്, ഒരുപാട് രോഗികൾ, മരുന്നൊക്കെ ഇഷ്ടം പോലെ കഴിക്കേണ്ട രോഗികളുണ്ട്. അല്ല നമ്മളെല്ലാവരും ആഫിയത്തിലാക്കി തീർമാനാവട്ടെ. കിഡ്നി രോഗികൾ, അങ്ങനത്തെ രോഗികളൊക്കെ ആജീവനാന്തം മരുന്ന് കുടിക്കണ്ടേ. 1 കൊല്ലം 2 കൊല്ലമൊക്കെ ചിലപ്പോൾ കമ്മിറ്റിയും അല്ലെങ്കിൽ മറ്റവനൊക്കെ നോക്കും. കുറച്ച് കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല, ഒരു പാവങ്ങളില്ല. ചിലവനൊക്കെ വീണ് കിടക്കുന്നുണ്ടാവും വർഷങ്ങളായി. എല്ലാവരും ആരംഭത്തിലൊക്കെ ഒന്ന് ചികിത്സിക്കണം, അപ്പം ഇപ്പൊ ഇങ്ങനെ കുറച്ച് സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞാൽ ഒരു 5-8 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ അവൻ ആരും മെയിൻറ്റാക്കൂല. അപ്പത്തിന് പുതിയ ഒന്നുണ്ടാവും. അപ്പോഴും അവിടെ ഇങ്ങനെ കുടുങ്ങിക്കിടക്കായിരിക്കും. അവന്റെ കുടുംബം കഷ്ടപ്പാടിലേക്കുണ്ടാവും. അതുകൊണ്ട് അള്ളാഹു സമ്പത്ത് എന്നത് നമുക്ക് സമ്പത്തിന്റെ മേൽ സമ്പത്തുണ്ടാക്കാനല്ല. വൈലുൻ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. സമ്പത്ത് ഒരു കൂട്ടിക്ക് വെക്കുകയും അതിനെങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നവർക്ക് നാശമുണ്ട് എന്ന് അള്ളാഹു പറയണം. അള്ളാഹ് പറയണം അതിനെ അല്ലദീ ജമഅ മാലൻ, സമ്പത്തിനെ ഒരുമിച്ച് കൂട്ടുക, വഅദ്ദദഹു, അതിനെ എണ്ണിക്കൊണ്ടിരിക്കുക. ഇന്നിപ്പോ 25,000 ഉണ്ട്, ഒരു 25,000 കൂടി കിട്ടിയാൽ ഒന്നിന്റെ കെട്ടായി, അങ്ങനെ ഒരു കെട്ടാക്കി അവിടെ വെക്കുക. അല്ല യഹ്സബു അന്ന മാലഹു അഖലദ. ഈ ചങ്ങായി വിചാരിക്കാണ് ഇവന്റെ സമ്പത്ത് അവനക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ നിലനിൽക്കും, എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കാണ്. കല്ല ലയുംബദന്ന ഫിൽ ഹുതമ, അതിനെ ഹുതമയിൽ എറിയപ്പെടുക തന്നെ ചെയ്യും. വമാ അദറാക മൽ ഹുതമ. ഹുതമ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നബിയെ തങ്ങൾക്ക് എന്തറിയാം? നാറുല്ലാഹ്. നാറുല്ലാഹ്, അള്ളാഹുവിന്റെ നാറിന് മതിയായിരുന്നു, പക്ഷെ അള്ളാഹിന്റെ കടുപ്പം പറഞ്ഞുതരാൻ വേണ്ടി പറയാണ്. നാറുല്ലാഹ്, അള്ളാന്റെ തീയാണ്. അൽ മൂഖദ, കത്തിക്കപ്പെട്ട. ഹൃദയങ്ങളുടെ മേൽ എത്തിപ്പിടിക്കുന്ന, ആദ്യം ഹാർട്ടിലേക്കാണ് ആ തീ പോവുക, അല്ലാണ്ട് മേലും കൈയും കാലും നല്ല കത്തുക. അങ്ങനത്തെ തീയിൽ അതിനെ എറിയപ്പെടും. നമ്മൾ ഈ ഒരുക്കൂട്ടി വെക്കണത്. അതുകൊണ്ട് ഈ കഷ്ടപ്പാടും പ്രയാസവും അറിഞ്ഞ ആൾക്കാർക്കൊക്കെ കൊടുക്കി. അള്ളാഹ് നമ്മളെ കഷ്ടപ്പെടുത്തൂല എന്ന് ഉറപ്പിച്ച് തീരുമാനിക്കും. അപ്പൊ അള്ളാഹു തആല നമ്മുടെ ജീവിതങ്ങളിൽ വഴിയുണ്ടാക്കും. അതുകൊണ്ട് സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവാക്കണം. അതിന്റെ ഏറ്റവും നല്ല സമയമാണ് റമദാൻ എന്നുള്ളത്. കഷ്ടപ്പെടുന്നവർക്കും പ്രയാസങ്ങൾക്കും കുടുംബം ബന്ധുക്കൾക്ക് എല്ലാവർക്കും കൊടുക്കും. എല്ലാവർക്കും. നിങ്ങൾ ഒറ്റ ആലോചിച്ചു, ഈ പൈസ ഞാൻ മരിച്ചാൽ എനിക്ക് എന്താ കാര്യം ഉണ്ടാകുക? കോടികളുടെ ആസ്തി ഉണ്ടായി, മരിച്ചു, ആ കോടികൾ അടുത്ത ആൾ കൊണ്ടുപോകുന്നല്ലാണ്ട് വേറെ എന്താ ഉണ്ടാകുക? വേറെ ആരാന്നുണ്ടാകുക? മകളെ ഭർത്താവൊക്കെ ഉണ്ടാവും, അയാളൊക്കെ ഇങ്ങനെ മറ്റൊരോട് കടമാങ്ങിണ്ടാവും. അമ്മോശാക്കൊക്കെ ക്യാൻസറാണ് വരുന്നത്, എന്നാൽ പിന്നെ കടമാങ്ങൽ തുടങ്ങും. കാരണം എന്താ ഇപ്പം തന്നെ എന്താവും സംഗതി അടിച്ചു പോകാനായി. ഇനി ക്യാൻസർ അല്ലേ, എന്തായാലും അടിച്ചു പോകാൻ ധൈര്യത്ത് വാങ്ങാൻ. അങ്ങനെ ഏകദേശം അമ്മോശം മരിച്ചാനാകുമ്പത്തിനും ഇയാൾ അത്യാവശ്യം കടക്കാരായിട്ടുണ്ടാവും. പിന്നെ ഭാര്യയോട് പറയില്ല എനിക്ക് കടണ്ട് എൻ്റെ ഓരിറ്റിയാലി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതിനാണ് ഈ കാക്കു നിസ്കരിച്ചാതെ നനച്ചുണ്ടായിരുന്നു, ഞാൻ അയൽവാസിക്ക് കൊടുക്കാതെ ഉണ്ടായിരുന്നൊക്കെ. എന്തിനാണ് നബ്ബന് അയിലും തിരിഞ്ഞളിക്കാൻ ഏതോ കുടുംബത്തിലുള്ള ചങ്ങായി. അവിടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ വേഗം എന്താക്കുക, വേഗം ട്രാൻസ്ഫർ ചെയ്തേക്കുക. എവിടേക്ക്? ആഖിറത്തേക്ക് വേഗം കൊടുത്തേക്ക്. ബാങ്ക് അവിടെ ഉണ്ടാവും, അവിടെ സൂക്ഷിച്ചു വെക്കും. അള്ളാഹു കൊടുത്താൽ ഫഹുവ യുഖ്ലിഫു. എന്താണ്? മാ തുൻഫിഖൂ മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫു. നിങ്ങൾ എന്തെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവാക്കിയാൽ ഫഹുവ യുഖ്ലിഫുഹു, അവൻ നിങ്ങൾക്ക് അതിന് പകരം തരും. ഇങ്ങനൊക്കെ അല്ലേ നീ അള്ളാഹ്ക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിനേക്കാൾ അപ്പുറത്ത് ചെലവാക്കിയാൽ ഇനിമാരെ ഞാൻ തരാന്ന് ആര് പറയാണ്? അല്ല നമ്മൾ എന്നാലും ഇങ്ങനെ എന്നൊക്കെ കറും പിശുക്കന്മാര്. ചില കുട്ടികളൊക്കെ ഉണ്ടാവും, വാപ്പാര് മുട്ടായി കൊടുക്കും, വല്യാപ്പാര്. എന്നിട്ട് മുട്ടായൊക്കെ കൈമ കൊടുത്ത് ഒരു ബെൽറ്റൊക്കെ കഴിച്ചു തുണിയൊക്കെ മാറി മുട്ടായൊക്കെ കൊടുത്തിട്ട് പപ്പക്കൊരു മുട്ടായി ചോദിച്ചോണ്ട് കുട്ടിന്റെ ഒരു ഒറ്റ ഓട്ടം. അതേപോലെയാണ് ഞമ്മക്ക് അള്ളാഹ് ഉള്ളു തന്നു. എന്നിട്ട് അള്ളാഹ് ഒരാജ്യത്തേക്ക് കൊടുക്കുന്നേരണം എന്നിങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. ഓനൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കും. ഖിയാമത്ത് അവൻക്ക് അത് പാമ്പാക്കിയിട്ട് അല്ലെങ്കിൽ തീയിന്റെ വളയമാക്കിയിട്ട് അവന്റെ കഴുത്തിലിട്ട് കൊടുക്കുന്നു. ഹാദാ മാ കനസ്തും ലി അൻഫുസിക്കും. ഖുർആൻ പറയാണ്, അവരോട് പറയും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ച സാധനമാണ്, ഇതാ എടുത്തോളിന്ന് പറയും. വല്ലദീന യക്നിസൂന ദഹബ വൽ ഫില്ലത വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്
ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. സ്വർണവും വെള്ളിയൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ആൾക്കാർ, വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അത് ചെലവഴിക്കാത്തവർ, ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷ കൊണ്ടവർക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുന്നു. പിന്നെന്താ? യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം. ഇതൊക്കെ പഴുപ്പിച്ചിട്ട് അവരെ മേലെന്ത് ചെയ്യും? വെക്കും. ഫതുക്വാ ബിഹാ ജിബാഹും വജുനൂബുഹും. അവരുടെ മുതുകിലും അവരുടെ ശരീരത്തിലും മുഖത്തൊക്കെ ഇങ്ങനെ തുക്കുക എന്ന് പറഞ്ഞാൽ മിക്കുക എന്നാണ് പറയുക. സ്ഥിരപ്പെട്ടിക്ക് മിക്കുക എന്നാ പറയുക. സ്ഥിരപ്പെട്ടിച്ച് പൊളിക്കണമായിട്ടുണ്ടാവും ഈ സ്വർണ്ണക്കട് പഴിപ്പിച്ചിട്ട് ഇവന്റെ മുഖത്ത് ഇങ്ങനെ വെച്ച്. എന്നിട്ടാണ് അല്ലാഹ് പറയാ, ഹാദാ മാ കനസ്തും ലിഅൻഫുസികും, ഇത് ഈ നിനക്ക് വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെച്ചതായിരുന്നു, ഇതിന്റെ ഉപയോഗം ഇവിടെ എങ്ങനെയാണ്, എന്നിട്ട് ചൂടാക്കാൻ വെച്ചു കൊടുക്കുക. എന്തിനാ വെറുതെ നിൽക്കുന്നത്? ഫുള്ള് ചെലവാക്കിക്കോളീൻ. നമ്മളെ ആര് നോക്കും? അല്ലാഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പട്ടിണി അയച്ചില്ല, അബ്ബാസ് റളിയല്ലാഹു അൻഹു മക്കളും പട്ടിണി അയച്ചില്ല, അങ്ങനെ ഒരു സഹാബാക്കളും പട്ടിണി അയച്ചില്ല. ഓരോരോ സമ്പത്ത് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഇങ്ങനെ ചെലവാക്കിക്കൊണ്ടിരുന്നു, അല്ലാഹു അവർക്ക് കൊടുത്തോണ്ടിരുന്നു. അതുകൊണ്ട് ചെലവാക്കൂല, ഇൻഷാ അല്ലാഹ് സമ്പത്ത് ചെലവാക്കണം. സമ്പത്ത് ഉണ്ടാക്കുമ്പോഴും നല്ലത് ഉണ്ടാക്കണം. ഇബ്നു മസ്ഊദ് എന്ന് പറഞ്ഞ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മൻ കസബ തയ്യിബൻ ഖബ്ബതഹു മൻഉ സകാത്ത്. ഒരാൾ ഹലാലായ നിലയിൽ സമ്പാദിച്ചു, അത് സകാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ആ സമ്പത്തിനെ അയാൾ അതിനെ മോശമാക്കി കളഞ്ഞു. എന്നുവെച്ചാൽ മറ്റുള്ളവരുടെ സമ്പത്ത് കൂടെ കലങ്ങിയ മോശമായി. ഒമൻ കസബ ഖബീസൻ, ഒരാൾ സമ്പാദിച്ചതന്നെ മോശമായിട്ടാണ്, ലൻ തുതയ്യിബുഹു സകാത്ത്, അത് സകാത്ത് കൊടുത്താൽ പരിശുദ്ധാവൂല. അറബിനെ പറ്റിച്ചു വന്ന് നിങ്ങളുടെ ഫുള്ള് എന്ത് തേരാവിന് കൊടുക്കല് എന്നുവെച്ചാൽ ഒരു കോടി പറ്റിച്ചിന് ആകെ 2 ലക്ഷം കൊടുത്താലും മല്ല് നിറയും. 500, 1000, 200 ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് അങ്ങനെ ആൾക്കാർ പറയും, ഏതാ ധർമ്മം, പൈസ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവണം. ഈ സാധനം എന്തിനാ കൊടുക്കുന്ന പറഞ്ഞാൽ അതിന്റെ കേട് ചെയ്യാൻ കൊടുക്കുകയാണ്. ഏതിന്റെ കേട്? അറബിനെ പറ്റിച്ചതിന്റെ കേട് തീരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ചിലർ ബദരീങ്ങളാണ്ടക്ക് 3 പോത്തിന്റെ വക, എന്നാ അതിനെപ്പറ്റി അന്വേഷിക്കണം, അതിനൊരു CID നടണം, എന്നാ ഉറപ്പായിട്ട് നമുക്ക് മനസ്സിലായിക്കോട്ടെ ആ 3 പോത്തും മിക്കവാറും അറബി എത്തിങ്ങാനിലായിരിക്കും. കാരണം നയിച്ചുണ്ടാക്കിയതിന്റെ 3 പോത്തൊക്കെ വരാൻ മാത്രമുള്ള തക്കുവൊന്നും ആർക്കായിട്ടുണ്ടാവില്ല. ഏതെങ്കിലും ഒരു വേണ്ടാത്ത കോലത്തിലുള്ള പൈസ ആയിരിക്കും. അപ്പൊ പിന്നെ അയാൾക്ക് ഇത് നന്നാണ്ടേ, ഇത് നന്നാനുള്ള മാർഗം എന്താണ്? ബദരീങ്ങളാണ്ട് കൊടുക്കാം. പിന്നെ മൊയിലമര വയലിൽ അങ്ങനെ ഉണ്ടായാലും ബദരീങ്ങളാണ്ട് എന്ത് കൊടുത്താലും ഓനെ ബദരീങ്ങൾ കൈ പിടിച്ച് നേരെ സ്വർഗത്തിൽ കാണും. ആദ്യം ചെള്ളക്ക് കൊടുക്കൽ ബദരീങ്ങളായിരിക്കും. ആ മശരന്ന് ഇങ്ങനെ നീക്കല്ലോ, ഓല് ബദരിന്ന് ഇങ്ങനെ നീച്ച് വരുമ്പോ എങ്ങനെ ഉണ്ടാവും, ഒരൊറ്റൊന്ന് കൊടുക്കും. ബദരീങ്ങളെ അങ്ങനെ വിചാരിക്കണ്ട, അപ്പൊ ഉപ്പേണ്. ഇവിടെ ബദരീങ്ങളെ ഇതിങ്ങനെ പറഞ്ഞു കേട്ട വിചാരിക്കും ബദരീങ്ങൾ കൈ പിടിച്ച് ഇങ്ങനെ കൊണ്ടു. ഇത് ഏതാ സമ്പത്തൊന്നും നോക്കില്ല, വട്ടിക്കാരന് ഓന്റെ പൈസ ഇടുകയാണ് ബദരീങ്ങളെ പേരില്. ബന്ദ് കൊടുക്കുന്ന എന്തിനാണെന്ന ബദരീങ്ങളിന്റെ ഇതുകൊണ്ട് എന്താവും, ഓലെ ബർക്കത്തുകൊണ്ട് നമ്മൾ കഴിച്ചില്ലാവുന്നു, നമ്മളൊന്നും കഴിച്ചില്ലാവില്ല വഴി. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മൻ കസബ തയ്യിബൻ ഖബ്ബതഹു മൻഉ സകാത്ത്, ആരെങ്കിലും ഹലാലായ നിലയിൽ സമ്പാദിച്ചാൽ സകാത്ത് തടഞ്ഞാൽ ആ സമ്പത്ത് അതിനെ കേടുവരുത്തി. വമൻ കസബ ഖബീസൻ, ഒരാൾ മോശമായിട്ടാണ് സമ്പാദിച്ചത്, ലൻ തുതയ്യിബുഹു സകാത്ത്, സകാത്ത് കൊടുത്തതിന്റെ പേരിൽ ആ സമ്പത്ത് എന്താവൂല, അത് നന്നാവൂല, തയ്യിബാവൂല, അത് ഖബീസ് തന്നെ ഉണ്ടാവുക. അതുകൊണ്ട് സമ്പാദ്യമാർഗം നന്നാക്കണം. സമ്പാദ്യമാർഗം അത് പീടെ കച്ചവടം ചെയ്യുകയാണെങ്കിൽ ആ കച്ചവടക്കാരനോട് നമുക്ക്, ആ നമ്മളെ ഓണറിനോട് നമുക്ക് ബാധ്യത ഉണ്ട്. ഗവൺമെന്റ് ജോലി ചെയ്യുന്നവർ ഗവൺമെന്റിനോട് അവർക്ക് ബാധ്യത ഉണ്ട്. എല്ലാവരോടും അവരവരുടെ ജോലിന്റെ കാര്യങ്ങൾ കൃത്യമായി സമയം കൃത്യമായി ചെയ്യണം. ഗവൺമെന്റ് ജോലിക്കാർക്ക് ഗവൺമെന്റ് ശമ്പളം തരുന്നതും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് ഈ നാട്ടിലെ പ്രജകൾക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകൾക്ക് സ്വസ്ഥമായി അവരെ കാര്യങ്ങൾ നടന്നു പോകാനാണ്. അതുകൊണ്ട് നമ്മളെ സൗകര്യത്തിന് എനിക്ക് തിങ്കളാഴ്ച വാജി മറ്റന്നാൾ വാങ്ങൊക്കെ പറഞ്ഞേ, വല്ലാഹി എന്റെ ഗവൺമെന്റ് ജോലി എന്റെ ആഖിറത്തിൽ നരകത്തിന്റെ ഇന്ധനമാക്കും. വല്ലാഹി അല്ലാഹു ആണ് സത്യം. എന്തുകൊണ്ട്? ഈ സാധു തിങ്കളാഴ്ച വന്നു, അവനോട് പറയണേ ബുധനാഴ്ച വന്ന് പറഞ്ഞ അന്നും അവന്റെ കൂലിപ്പണി ഒഴിവാക്കിയിട്ടാണ് വരുന്നത്, ഒരു കള്ളാസൊപ്പിട്ട് കൊടുക്കാനാണ്. ഈ എന്റെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നെ ഇരുത്തിയത്, അതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരോട് എനിക്ക് വിനയത്തോടെ പറയാനുള്ളത്, എക്സ്ട്രാ സമയം എടുത്തിട്ടാണെങ്കിൽ പോലും ആ പണികൾ ചെയ്ത് തീർത്തു കൊടുക്കണം. ഒരു പാവപ്പെട്ടവൻ ഇനി ഇത് കുടുങ്ങിയല്ലോ എന്നെങ്ങാനും പറഞ്ഞാൽ ജീവിതത്തിൽ നഹൂസത്തുണ്ടാവും. വേണമെങ്കിൽ ഞങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞുതരാം, ഗവൺമെന്റ് ശമ്പളം വാങ്ങി പെൻഷൻ വാങ്ങി ജീവിക്കുന്ന ആളുകളുടെ ബയോഡാറ്റയും ഓരോ ഹിസ്റ്ററികൾ പഠിച്ചു നോക്കിയാൽ മതി, ജീവിതത്തിൽ ദുരന്തത്തിന്റെ വകുപ്പ് മാറാറില്ല എന്ന്.
നിങ്ങൾ വിചാരിക്കണം അങ്ങനെ ഒരു ഗവൺമെന്റ് ജോലി സ്വന്തം ഒരു ഭയങ്കര സംഭവമാണെന്ന്. നിങ്ങൾ അതിന്റെ അടിവേര് പഠിച്ചു നോക്കിയാൽ മനസ്സിലാവും. എന്നും രോഗങ്ങളും ദുരിതങ്ങളും. കാരണം ഈ പാവപ്പെട്ടവന്റെ പിരാക്ക് അവന്റെ തലന്റെ മുകളിൽ ഇപ്പോഴും കിടക്കുകയാണ്. ലൈസ ബൈനഹു വബൈന അല്ലാഹി ഹിജാബ്. ഇവന്റെയും ആ ആക്രമിക്കപ്പെട്ടവന്റെയും ഇടയിലുള്ള ദുആക്ക് ഹിജാബ് ഉണ്ടാവില്ല. ഒരു അയൽ ഒപ്പിടാൻ, ഒരു വില്ലേജിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ, അല്ലെങ്കിൽ ഒരു ക്ലർക്കിനോട് ഒരു ഇത് കിട്ടാൻ അതിനുവേണ്ടി 3, 4, 5 പ്രാവശ്യം വരികയാണ്. നമ്മളൊരു ഭയങ്കര രസാണെന്ന്. അവരുടെ നികുതി പണം വാങ്ങിയിട്ടാണ് നമുക്ക് ഇവിടെ എന്ത് സംഭവിച്ചാലും നമ്മൾ സാലറി വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഗവൺമെന്റ് ജോലിക്കാരോട് എനിക്ക് കാര്യമായിട്ട് പറയാനുള്ളതാണ്, കാര്യമായിട്ട് പറയാൻ, നിങ്ങൾ വളരെ നല്ല പോലെ ശ്രദ്ധിച്ചോളി. സമ്പാദ്യമാർഗം മിക്കവാറും കുടുക്കിലാണ് കാണുന്നത്. നിങ്ങൾക്ക് തുറന്ന് പറയേണ്ട അവസ്ഥ വരികയാണ്. ദീനിന്റെ പല കാര്യത്തിനോടും വിമുഖത വരെ കാട്ടുണ്ട് ആ സമ്പത്ത് തിന്നുന്ന ആൾക്കാർ. ഇതൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞ എന്തിനാണ് പറഞ്ഞാൽ, നിങ്ങളെ സമയം കൃത്യമായി ജോലി എടുക്കണം, നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ചെയ്യണം. എനിക്ക് നല്ലതുപോലെ അറിയാം ഒരു പഞ്ചായത്തിലെ ഒരു ക്ലർക്കിന് ഓൻക്ക് എടുക്കാൻ മാത്രമുള്ള പണിയല്ല, 3 ആൾക്ക് എടുക്കാനുള്ള പണി ആ പഞ്ചായത്തിൽ ഉണ്ട് എന്നുള്ളത്. അതൊക്കെ എനിക്ക് കറക്റ്റ് അറിയാം. അതുകൊണ്ട് നിനക്ക് എടുക്കാൻ പറ്റുന്ന പണി എടുത്തോ, ബാക്കിയുള്ളത് വേറെ കാര്യം. ഗവൺമെന്റ് ഓഫീസിൽ പണിയുള്ളവന് പെരും പണിയാണ്, പണിയില്ലാത്തവന് ഒരു പണി ഉണ്ടാവില്ല. 6 ആളെ പണിയൊക്കെ ഉണ്ടാവും ഒരു ക്ലർക്കിന് ചിലപ്പോൾ. പാവന് തലറിയാനും കൂടി ഉണ്ടാവില്ല. അതൊക്കെ വേറെ കാര്യം. പക്ഷേ നിങ്ങൾ ഈ കാര്യം കൃത്യമായി സമയബന്ധിതമായി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ചെയ്യണം. കൃത്യമായി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ. കൈക്കൂലി വാങ്ങരുത്, അത് നാശാണ്. അള്ളാഹുവും അവന്റെ റസൂലും ശപിച്ചിട്ടുണ്ട്. അള്ളാഹും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലഅന അല്ലാഹു റാശി വൽ മുർതശി വല്ലദീ യഅമലു ബൈനഹുമാ ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം. കൈക്കൂലി വാങ്ങുന്നവനെയും കൈക്കൂലി കൊടുക്കുന്നവനെയും അതിന്റെ ഇടയിൽ ഇടയാളനായി പ്രവർത്തിക്കുന്നവനെയും അള്ളാഹും ശപിച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ ശാപം വാങ്ങിയിട്ട് ഭൂമിന്റെ തൊലിപ്പുറത്തേക്ക് നെളിഞ്ഞ് ജീവിക്കാൻ വിചാരിക്കേണ്ട സഹോദരൻ. അതുകൊണ്ട് കൈക്കൂലി വാങ്ങരുത്. ചില ആൾക്കാരുണ്ട് കൈക്കൂലി വാങ്ങൂല്ല, എന്താന്നാൽ ഊപ്പോയിന്റിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കാണ്ടായി ചെയ്തു കൊടുക്കൂല. അവൻ ഈ കൈക്കൂലി വാങ്ങാത്തവനേക്കാളും വലിയ ക്രൂരനാണ്. കാരണം ആ സാധുവിന് അവന്റെ അയാളെ അവകാശം കിട്ടൂല. മറ്റേ ആളുകൾക്ക് 500 കൊടുത്താലെങ്കിലും നടക്കല്ലോ. അതുകൊണ്ട് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, എന്റെ അടുക്കൽ വരുന്ന ആള് ഒരു ഉദ്യോഗസ്ഥനും അവന്റെ ജോലി പണയപ്പെടുത്തിയിട്ട് ഒരു കാര്യം ആർക്കും ചെയ്തു കൊടുക്കില്ല. അതിന് എന്തെങ്കിലും ലൂപ്പ് പോയിന്റ് ഒരവസ്ഥയെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവുമ്പോഴാണ് 1000 2000 വാങ്ങിയിട്ട് ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ട് അത് വാങ്ങൽ ഒഴിവാക്കിയിട്ട് ആ നിലയിൽ ആ സാധുവിന് ഉപകാരം ചെയ്തു കൊടുക്കും. എന്നാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് ഗവൺമെന്റ് ജോലിക്കാർ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ബാക്കിയുള്ള ജോലിക്കാര് ഇന്ന് സത്യത്തിൽ മുതലാളി എന്ന് പറഞ്ഞത് പണിയെടുക്കുന്ന ആൾക്കാരാണ്. തൊഴിലാളി എന്ന് പറഞ്ഞ ആളാണ് അതിന്റെ ഓണർ. നബി തങ്ങൾ പറഞ്ഞു, കൂലിക്കാരൻ അവന്റെ പ്രതിഫലങ്ങൾ പൂർത്തിയായി കൊടുക്കീൻ അവന്റെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ്. അത് അന്നത്തെ കൂലിപ്പണിക്കാർ അങ്ങനത്തെ ഒരു കൂലിപ്പണിക്കാരായിരുന്നു. ഇന്നെന്താണ് കൂലിപ്പണിക്കാരനോട് ഒരു ദിവസം ഉണ്ടാവും, അത് 2ാമത്തെ ദിവസം നാളെ ഞങ്ങൾ വരുന്നവരുണ്ടാ പോലെ. അപ്പൊ അയാളെ പണിയൊക്കെ നിർത്തിയിട്ട് ഇവനങ്ങനെ കാത്തിട്ടുണ്ടാവും. പേരന്റെ ഉള്ളിലാണ്, അവിടെ തേപ്പാണ്, അവിടെ അടുക്കളന്റെ പണിയാണ്. ഇനിയിപ്പോ പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അയാളെ ലീവൊക്കെ എടുത്തിക്കാണ്. ഒരു 9 മണി വരെ കാത്തുനിന്ന് വിളിച്ചു നോക്കാൻ പറയും. ഇവിടെ മറ്റോന്റെ ചെറിയച്ഛന്റെ വല്യമ്മന്റെ മോന് മരിച്ചിന്, അതുകൊണ്ട് ഓനില്ല, പിന്നെ ഞാനും ഇല്ല. കഴിഞ്ഞു അന്നത്തെ ദിവസം ഓൻ ലീവ്. എന്നാ ഇനി നാളെ വരുമോ? നാളെ ഉണ്ടാവുമല്ലോ, ഉറപ്പായിട്ടുണ്ടാവില്ല. എനിക്ക് ലീവ് എടുക്കാനാണ്. ആ ലീവ് എടുത്തോളി, ഞാൻ നാളെ ഉണ്ടാവില്ല. അങ്ങനെ തനിക്ക് പണി എന്നാളെ കൊടുക്കണ തൊഴിലാളി. നമ്മൾ വിചാരിക്കണ്ടാവും തൊഴിലാളി വർഗത്തിന്റെ കൂടെയാണ് അള്ളാഹു ഉള്ളതെന്ന്. അല്ല, അള്ളാഹു നീതിമാന്മാരെ കൂടെയാണ് ഉണ്ടാവുക. അതിൽ നീതി ഉണ്ടാവണം. അങ്ങനത്തെ തൊഴിലാളി നാളെ ആഖിറത്തിൽ പിടിക്കപ്പെടും. നമ്മൾ വിചാരിക്കേണ്ട തൊഴിലാളിയോട് അള്ളാഹു ഭയങ്കര വിട്ടുവീഴ്ച ആണെന്നില്ല. നീതിയാണ് അള്ളാഹ്. ഒരാൾ ജോലി ചെയ്താൽ അയാളെ കൂലി കൊടുക്കണം, അയാളെ കൂലി കൃത്യമായിട്ട് കൊടുക്കണം. പക്ഷേ പണി, അതിന്റെ ഉത്തരവാദിത്വം അതേറ്റാൽ അത് കൃത്യമായി ചെയ്തു കൊടുക്കണം. മനുഷ്യ സഹജമായി കുറവുകൾ ഉണ്ടാവാം, എന്തെങ്കിലുമൊക്കെ മരണം സംഭവിക്കുക ഒക്കെ ഉണ്ടാവും, സ്വാഭാവികം. അത് നേരത്തെ അറിയിക്കാൻ പറ്റും, നേരത്തെ അറിയിക്കുക. അല്ലെങ്കിൽ അതിനോട് അയാളോടുള്ള ഒരു സിമ്പതി, ഒരു അവസ്ഥ ഉണ്ടാവുക. അതുകൊണ്ട് സമ്പാദ്യ മാർഗത്തെ ഹലാലാക്കണം. സമ്പാദ്യ മാർഗത്തെ ഹലാലാക്കൽ ദീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഹറാമായ സമ്പത്ത് ഒരിക്കലും അയാൾക്ക് ഉപകാരം ഉണ്ടാവില്ല, ഉമ്മത്തിന് ഉപകാരം ഉണ്ടാവില്ല. മറ്റൊന്ന്, സക്കാത്ത് മസ്ജിദിന് മദ്രസക്ക് ഒന്നും കൊടുക്കരുത്. ആൾക്കാർ പള്ളിപ്പണി ഇടക്കുണ്ടാവും. നമ്മളെ നാട്ടിലെ പള്ളി എന്ന് പറഞ്ഞാല് ഗുണ്ടൈസം പള്ളികളാണ്. എന്തുകൊണ്ടുകൾ ഗുണ്ടൈസം. ചില പള്ളിന്റെ കമ്മിറ്റിക്കാരനെ തെരഞ്ഞെടുക്കൽ അത്യാവശ്യം ഒരു ഗുണ്ടൈസൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. കാരണം ആൾക്കാരൊക്കെ പിരിച്ചാന്, കുടിക്കാന്, വാങ്ങാന് ഒക്കെ പറ്റുന്ന ആൾക്കാരാണ് എന്താക്കല് കമ്മിറ്റിയിൽ തന്നെ ഉണ്ടാവല്.
ഗുണ്ടൈസം എന്നുവെച്ചാൽ ഈ പള്ളിയുടെ പൊളിക്കപ്പം ഞങ്ങൾ 5-10 ആൾക്കാർ കൂടിയിരിക്കാത്ത അതാണ് പൊളിക്കപ്പോൾ എല്ലാ പള്ളിയൊക്കെ അടിച്ചുപൊളിയാക്കിന് അങ്ങനെ ആക്കി ഇങ്ങനെ അങ്ങനെ പൊളിക്കാം പൊളിക്കാം. എന്നിട്ട് നമ്മൾ എല്ലാ മാലിന്യം എടുക്കുന്ന ആൾക്കാരുടെ നിങ്ങൾ 50,000 തരണം, നിങ്ങൾ 1,00,000 തരണം, നിങ്ങൾ 5 ലക്ഷം തരണം, അതൊക്കെ ഇങ്ങനെ അടുത്ത് പറയാം, അത് കൊടുക്കാം. ഈ സാധു പട്ടിണിയിലേക്കുണ്ടാകുക. ഗൾഫിൽ നിന്ന് വന്നിട്ടേ ഉണ്ടാവുള്ളൂ. ആകെ ടിക്കറ്റിന്റെ കാര്യം കടമാങ്ങി നന്നായിരിക്കും. ഓനക്കൊരു 50,000 ഉണ്ട്. എന്നിട്ട് അതിങ്ങനെ പിരിച്ചാൻ പോവാ, അതിങ്ങനെ വാങ്ങാം. ഓൻ പിന്നെ മഹല്ല് പള്ളിയല്ലേ, നമ്മൾ നിസ്കരിച്ചാൻ പോകേണ്ടതല്ലേ, മോളെ നിക്കാൻ എടുത്താൻ പോകുമ്പോൾ ഈ കാക്കുമാരടുത്തേക്കല്ലേ പോകേണ്ടത്. കത്തും കൊള്ളാസും കയ്യും കമ്പിയോ കോലയിലല്ലേ ഉള്ളത്. പിന്നെ മഹല്ലിന്റെ പള്ളിയല്ലേ കൊടുക്കാം. ചില ആൾക്കാരൊന്നായിട്ട് വണ്ടിയൊക്കെ വിളിച്ചാൽ വരല്. നാട്ടിലേറ്റ് പിരിവിനിറക്കൽ തന്നെ ആ നാട്ടിൽ എല്ലാവർക്കും സുസമ്മതനായ ഒരാളുണ്ടാവും. ഒരു ആചാര്യ അല്ലെങ്കിൽ ഒരു ഉസ്താദൊക്കെ ഉണ്ടാവും. അവരൊക്കെ ഇങ്ങനെ വരിക, എന്നിട്ട് ഇങ്ങനെ അവിടെ വീട്ടിൽ വരിക, എന്നിട്ട് ഇങ്ങനെ വരാം. ഒരു എഴുത്തിന്റെ സാധനം ഉണ്ടാവും, അതിലിങ്ങനെ റെസിപ്റ്റ് ചെയ്തിന്. അതിൽ ആദ്യം കുറെ ആൾക്കാർ വലിയ സംഖ്യ എഴുതിണ്ടാവും. ചിലതൊന്നും ഓൻ പറഞ്ഞൊന്നായിരിക്കൂല, ഓന്റെ പേര് തൽക്കാലം ഇത് അതിനെ കീറി എറിഞ്ഞാൽ മതിയല്ലോ, എന്നാലും ബാക്കിയുള്ള ഇങ്ങോട്ട് പോന്നിട്ടല്ലോ. അങ്ങനെ പറയും ദബ്ബന് ഓൻ 50,000 എഴുതിയത്, 25,000 എഴുതി, പിന്നെ ഇങ്ങനെ 2,000 എഴുതാ, അതൊന്നും പറ്റൂല അജി ഇത് എന്നൊക്കെ പറയും. ഞാൻ ഒരു പൂജൂടി കൂട്ടിയാളെന്നൊക്കെ പറയും. 2,000 എളുപ്പമല്ലത്, ഒരു പൂജയുടെ ഒരു കൂട്ടിയാളെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പാവം അതിന്റെ പേരിൽ ഒരു പൂജ ഒക്കെ എഴുതി ചേരി 20,000 ഓൻ പേര് ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും പ്രശ്നം. എന്നിട്ട് ആ പൈസ പള്ളിക്ക്. ഖുർആൻ വ്യക്തമായിട്ട് പറയുന്നത്, ഖുർആൻ ഞാൻ അടുത്ത ദിവസം തഫ്സീർ നോക്കി പറയുന്നുണ്ട്. ഞാൻ ആ വിഷയം പറയാൻ വരാത്തതുകൊണ്ട് അത് നോക്കാതെ പോകുന്നത് മാത്രം. ഖുർആൻ വ്യക്തമായിട്ട് പറയാണ്, അത് ഗുണ്ടാ പിരിവാണ്, അത് ഹറാമാണ്, അത് ഹറാമാണ്. കാരണം അയാളെ മനസ്സിന്റെ തൃപ്തിയില്ലാതെ വാങ്ങിയ പണാണ്. ദീനാകെ പറഞ്ഞത് തീപനഫ്സിഹിൻ എന്താണ് മനസംതൃപ്തിയോട് കൂടി കൊടുത്തത് മാത്രമേ അള്ളാഹു ഇഷ്ടപ്പെട്ടു. സക്കാത്ത് കൊടുത്താൽ ഉമ്മത്തിൽ ദരിദ്രന്മാരും മിസ്കിൻ